ബേസിക്കലി ദിസ് ഇസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു സ്റ്റോറി ടെല്ലേഴ്സ്. ഒരു ഹെപ്പറ്റോളജിസ്റ്റ് എന്ന നിലയ്ക്ക് കരളിന് ചേരുന്ന ആഹാരങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ ഫുഡ് ലാസ്റ്റ് എപ്പോൾ കഴിക്കുന്നു എന്നെ സംബന്ധിച്ചൊക്കെ മിത്തുകളുണ്ട്. അപ്പം വൈകുന്നേരം 5 മണിക്ക് ശേഷം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ 7 മണിക്ക് ശേഷം കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയുന്നതിൽ വാസ്തവമുണ്ടോ? ഇതിലൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു റാഷണാലിറ്റി ഇല്ല. ടൈം ബേസ്ഡ് മീൽ എന്ന് പറയുന്ന സംഭവത്തിൽ ശരിക്കും പറഞ്ഞാൽ ആബ്സലൂട്ട്ലി ഒരു എവിഡൻസ് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളെ ആൾക്കാർ സോഷ്യൽ മീഡിയ പറഞ്ഞു വരുത്തുന്നതാണ്. ഇതുപോലെ ഇപ്പോൾ ആശുപത്രി പോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞ് പേടിപ്പിക്കുന്ന 1-2 കാര്യങ്ങൾ, ഇപ്പോൾ സ്റ്റേജ് 1, സ്റ്റേജ് 2 എന്നൊക്കെ പറയുന്നത്, ലെവൽ 1 എന്നൊക്കെ പറയുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടോ? ആശുപത്രി ചെന്നാൽ കുറച്ച് ഭീതി വ്യാപാരം ഇല്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പം എനിക്ക് ഗ്രേഡ് 1ഉം 2ഉം 3ഉം 1ആണ്. ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിന് വളരെ നല്ലതാട്ടോ. നല്ല പേഷ്യൻസ് ആണ്, ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം. വെളിച്ചെണ്ണയുടെ കാര്യത്തെ പറ്റി പറയുമ്പം ഇവിടെ പല ആൾക്കാരുടെയും മനം നോവും. പക്ഷേ വെളിച്ചെണ്ണ ഒരു ഭയങ്കര ഡേഞ്ചർ ഓയിലാണ് ഫോർ ലിവർ. ലോകത്തെ ഏറ്റവും വലിയ തട്ടിപ്പാണ് പ്രോബയോട്ടിക് ഇൻഡസ്ട്രി. പ്രസവിക്കാൻ സാധിക്കുന്നില്ല, പിള്ളേരുണ്ടാക്കാൻ സാധിക്കുന്നില്ല, അങ്ങനെയുള്ള ആൾക്കാരിലും പ്രോബയോട്ടിക്സ് കൊടുക്കുന്ന മഹാന്മാരുണ്ട്. അപ്പോൾ പ്രോബയോട്ടിക്സിൻ്റെ യൂസ് ഭയങ്കര വൈഡാണ്. പക്ഷേ അതിൻ്റെ എവിഡൻസ്, ആ ക്ലെയിമിനുള്ള എവിഡൻസ് വളരെ വീക്കാണ്. ആയുർവേദം എത്രയോ കാലമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നു. ആയുഷ് പോലുള്ള മിനിസ്ട്രികൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു, കരിക്കുലത്തിൽ പഠിപ്പിക്കുന്നു, MD വരെ പഠിക്കാൻ പറ്റും. അതിൽ നല്ല അംശങ്ങളും ഉണ്ടാകില്ല. ആയുർവേദം എന്ന് പറയുമ്പോൾ ഭയങ്കര സെന്റിമെന്റൽ വാല്യൂ ഉണ്ടല്ലോ, ഇമോഷണലാണ് ആൾക്കാർ. പാരസ്റ്റമോളിനെ പേടിയുള്ള ഇത്രയും കൂടുതൽ ജനത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, കേരളത്തിലല്ലാതെ. ഏറ്റവും സേഫസ്റ്റ് മരുന്നാണ് കേട്ടോ, പനിക്കും വേദനയ്ക്കൊക്കെ യൂസ് ചെയ്യാം. ഈ പറയുന്ന പാരസ്റ്റമോൾ മൂലമുള്ള കരൾ രോഗങ്ങളും കളർ ഡാമേജും ലിവർ ഫെയിലർ, ലിവർ ട്രാൻസ്ഫർ എല്ലാം നടക്കുന്നത് സൂയിസൈഡ് ഇൻറ്റൻ്റ് ആണ്. ഈ പറയുന്ന ഇതര വൈദ്യങ്ങൾ മുഴുവൻ ഡോസ് ഇൻഡിപെൻഡൻ്റ് ആണ്. എന്ത് ഡേഞ്ചറസ് എന്ന് ആലോചിച്ച് നോക്കിയേ. ബിക്കോസ് അതിൽ പഠനങ്ങളൊന്നുമില്ല. സേഫ്റ്റി ഡോസ് എന്താണ്, ഡ്യൂറേഷൻ എന്താണ്, ഒന്നുമില്ല. 2000 വർഷം പഴക്കമുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ എടുത്ത് പിന്നെ വിളമ്പുകയാണ്. ഹാർപ്പർ കോളിൻസ് കഴിഞ്ഞ മെയിൽ പുറത്തിറക്കിയ ഡോക്ടർ പുസ്തകത്തിൽ ഡോക്ടർ എഴുതിയിട്ടുള്ളത്, അതിൻ്റെ ആമുഖത്തിൽ എഴുതിയിട്ടുള്ളത്, ഐ നെവർ വാണ്ടഡ് ടു ബി എ ഡോക്ടർ ഇൻ മൈ ലൈഫ്, ഐ ഓൾവേസ് വാണ്ടഡ് ടു റൈറ്റ് ആൻഡ് ടെൽ സ്റ്റോറീസ് എന്ന്. ഞാനതിൻ്റെ വേറൊരു വേരിയേഷൻ എടുക്കുന്ന ഒരാളാണ്. അതായത് ഐ നെവർ വാണ്ടഡ് ടു ബി എൻ എഞ്ചിനീയർ ബട്ട് ഐ ബിക്കേം എൻ എഞ്ചിനീയർ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് സ്റ്റോറി ടെല്ലിംഗ് ആണ്. സോ ബേസിക്കലി ദിസ് ഇസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു സ്റ്റോറി ടെല്ലേഴ്സ്. അപ്പം ഡോക്ടർ സിറിയക് അബി ഫിലിപ്പ്, വെൽക്കം ടു അൺസ്ക്രിപ്റ്റഡ്. ഒരു ഹെപ്പറ്റോളജിസ്റ്റ് എന്ന നിലയ്ക്ക് എല്ലാവരും ക്യൂരിയോസിറ്റിയോടെ കാണുന്ന ഒരു കാര്യം ഡോക്ടറുടെ ഡയറ്റ് എന്താണെന്നുള്ളതായിരിക്കും. ഒരു ഹെപ്പറ്റോളജിസ്റ്റ് എന്ന നിലയ്ക്ക് കരളിന് ചേരുന്ന ആഹാരങ്ങൾ എന്തൊക്കെയാണ്? ന്യൂട്രീഷനെ പറ്റി സംസാരിക്കുമ്പോഴേ നമുക്കൊരു ബ്ലാങ്കറ്റായിട്ട് അല്ലെ ജനറലായിട്ട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ആദ്യമേ ആൾക്കാർ മനസ്സിലാക്കേണ്ടത്. ഇപ്പം എൻ്റെ ഡയറ്റ് എന്ന് പറയുന്നത് എൻ്റെ ആക്ടിവിറ്റി, എന്നിലുള്ള വേറെ പല പല ക്യാരക്ടറൈസേഷൻസ്, എന്നിലുള്ള അസുഖങ്ങൾ, അതിനെയൊക്കെ ബന്ധപ്പെടുത്തിയാണ് എൻ്റെ ഡയറ്റ് വരുന്നത്. അപ്പോൾ എൻ്റെ ഡയറ്റ് വേറൊരാൾക്ക് എന്തുകൊണ്ടും അനുയോജ്യമല്ല. അപ്പോൾ ഡയറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് ബേസിക്കായിട്ട് 3 കാര്യങ്ങളാണ്. 1, നമ്മൾ എത്രമാത്രം ഫിസിക്കലി ആക്റ്റീവാണ്. 2, നമ്മുടെ ഏജ്. 3, നമ്മളുടെ ഒരു കൾച്ചറൽ ആൻഡ് ട്രഡീഷണൽ ഒരു അപ്രോച്ചും ഉണ്ടല്ലോ. അതായത് ചിലവർ വെജിറ്റേറിയൻസ് ആയിരിക്കാം, ചിലർ നോൺ വെജിറ്റേറിയൻസ് ആയിരിക്കാം, ചിലർ മീറ്റ് കഴിക്കില്ല പക്ഷേ എഗ്ഗ് കഴിക്കും. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ യൂഷ്വലി ഒരു ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ് ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. ബാലൻസ് എന്ന് പറയുന്നത് വളരെ വേഗ് ടേമാണ്. അപ്പോൾ അത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ക്ലിയറാക്കി പറയാം. ഇപ്പം എൻ്റെ തന്നെ ഒരു ഡയറ്റ് എന്ന് പറയുന്നത്, ഞാൻ 2 ടൈംസ് മീൽ കഴിക്കുന്ന ആളാണ്. ബിക്കോസ് എനിക്ക് അതിനുള്ള സമയമേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ബിക്കോസ് എൻ്റെ ആക്ടിവിറ്റിയും അതിനോട് ബന്ധപ്പെടുത്തിയാണ്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എനിക്ക് വർക്കൗട്ട് സെഷൻസ് ഉണ്ട്. ആ സമയത്ത് ഞാൻ നല്ല കാർബ് റിച്ച് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് കൂടുതലും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്, ഇപ്പോൾ നമ്മളിപ്പം സാധാരണ പറയുന്ന പോലെ പുട്ട്, ദോശ, ഇഡ്ഡലി, ഫെർമെൻറ്റഡ് ആയിട്ടുള്ള റൈസ് ഐറ്റംസ്, അതിൻ്റെ കൂടെ ഉള്ള ഒരു കറി, പിന്നെ ഒരു എഗ്ഗ്, അപ്പം അങ്ങനെ ഒരു പ്രോട്ടീൻ ഐറ്റം. അതല്ലാതെ കോഫി, ഞാനൊരു കോഫി പ്രിയനാണ്. ഒരു കോഫി ഇവിടെ വരും. അത് പക്ഷേ നമ്മൾ കഴിക്കുമ്പോൾ പ്രോപ്പറായിട്ട് കഴിക്കും. പിന്നെ എനിക്ക് പേഷ്യൻസിനെ കാണേണ്ടത് കാരണവും പേഷ്യൻസിൻ്റെ പല പല സ്റ്റോറീസ് എന്ന് പറയുമ്പം നമ്മുടെ വിശപ്പൊക്കെ പോവും. അപ്പോൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് ഭാഗമായിട്ട് എനിക്ക് ലഞ്ച് എന്ന് പറയുന്ന സംഭവം ഇല്ല വർഷങ്ങളായിട്ട്. പിന്നെയുള്ളത് ഏർലി ഡിന്നറാണ്. അതിനകത്തും എൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ്. അപ്പം എല്ലാവരും ആദ്യമായിട്ട് നോക്കേണ്ടത് നമുക്ക് നമ്മുടെ ലിവർ ഹെൽത്ത്, സ്പെസിഫിക്കലി പറഞ്ഞില്ലേ, ശരിക്കും അത് ലിവർ ഹെൽത്ത് അല്ല, നമ്മുടെ ഓവറോൾ ഹെൽത്താണ് നമുക്ക് വേണ്ടത്. അതിനകത്ത് ലിവർ ഉൾപ്പെടുന്നു. അപ്പോൾ ഓവറോൾ ഹെൽത്തിന് വേണ്ടതായിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കേണ്ടത്. അപ്പോൾ അതിന് ഗൈഡ് ലൈൻസ് ഉണ്ട്, ന്യൂട്രീഷണൽ ഗൈഡ് ലൈൻസ്. ഇത് പല ആൾക്കാർക്കും അറിയില്ല, ഇതിനെപ്പറ്റി പല ആൾക്കാരും പറയത്തുമില്ല. ബട്ട് ഇന്ത്യൻ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഓരോ ഏജിനും ജെൻഡറിനും ബേസ്ഡ് ആയിട്ടുള്ള എന്തൊക്കെ തരത്തിലുള്ള ആഹാരങ്ങളാണ് ഒരു വ്യക്തി ഡെയിലി കഴിക്കേണ്ടത്, ആ കാലറി ലിമിറ്റ് എന്താണ്, പ്രോട്ടീൻ കണ്ടൻറ്റ് എത്ര വേണം, അതിലെല്ലാം ഓൾറെഡി
സെറ്റ് ഇൻ സ്റ്റോൺ ആണ്. അപ്പോൾ അതിനെപ്പറ്റി ആണ് ശരിക്കും ആൾക്കാർക്ക് ഒരു ധാരണ വേണ്ടത്. അതില്ലാത്തപ്പോഴാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. ഇപ്പം ഒരു സൽമാൻ ഖാൻ നല്ല ഫിറ്റ് ലുക്കിംഗ് ഗായ്, സൽമാൻ ഖാൻ കഴിക്കുന്ന ഫുഡ് കഴിച്ചാൽ നമ്മൾ അതുപോലെ ഇരിക്കും എന്ന് പറയുന്നത് തെറ്റാണ്. അത് ഡസൻറ്റ് വർക്കൗട്ട്. അപ്പോൾ അതുപോലെ തന്നെ വിരാട് കോഹ്ലി ഭയങ്കര അജൈൽ ആൻഡ് ആക്റ്റീവാണ്. പക്ഷേ സൽമാൻ ഖാനെ പോലെ ഷ്രെഡഡ്, ഒരു ബൾക്കിയല്ല, നല്ല ഷ്രെഡഡ് ആണ്. അപ്പോൾ ആൾക്കാർ വിചാരം വിരാട് കോഹ്ലി കഴിക്കുന്ന പോലെ കഴിച്ചാൽ വിരാട് കോഹ്ലി പോലെ ഇരിക്കും. ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ്. അപ്പം നമ്മൾ ഓരോ വ്യക്തിയെയും വെച്ച് നമ്മുടെ ഡയറ്റ് തീരുമാനിക്കരുത്. നമ്മുടെ തന്നെ ആക്ടിവിറ്റീസും നമ്മുടെ തന്നെ ജോലി, നമ്മുടെ തിരക്കുകൾ, നമ്മുടെ കൾച്ചറൽ ആൻഡ് ട്രഡീഷണൽ പ്രിഫറൻസസ് ഫോർ ഫുഡ്, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ. അപ്പോൾ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ്, ഹെൽത്തി ഫാറ്റ്സ്, പ്രോട്ടീൻ ആൻഡ് ഫ്രഷ് പോർഷൻസ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മസ്റ്റാണ് എവറി സിംഗിൾ ഡേ. നമ്മൾ ഈ ഫുഡ് ലാസ്റ്റ് എപ്പോൾ കഴിക്കുന്നു എന്നെ സംബന്ധിച്ചൊക്കെ മിത്തുകളുണ്ട്. അപ്പം വൈകുന്നേരം 5 മണിക്ക് ശേഷം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ 7 മണിക്ക് ശേഷം കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയുന്നതിൽ വാസ്തവമുണ്ടോ? ഈ നമ്മൾ 3 നേരം കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നൊക്കെ പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ നിയമങ്ങളല്ലേ. ഇപ്പോൾ ചില ആൾക്കാർ ഒമാഡാണ്, 1 meal a day എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിലൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു റാഷണാലിറ്റി ഇല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു മീല് ഏർലി മോർണിംഗ് ഒരു 6 o'clock കഴിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഞാനൊരു മീല് ആഫ്റ്റർനൂൺ കഴിക്കുന്നു, പിന്നെ ഒരു ഈവനിങ് മീൽ കഴിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഏർലി ഡിന്നർ കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു ലേറ്റ് ഡിന്നർ കഴിക്കുന്നു. വേറൊരാൾ ഈ സെയിം എമൗണ്ട് ഞാൻ കഴിക്കുന്ന ഇത്രമാത്രം കാലറീസും കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം വേറൊരാൾക്ക് 2 മീൽ കഴിക്കാൻ സാധിക്കും. അപ്പം വി ആർ ഈറ്റിംഗ് ദ സെയിം. അപ്പം 5 മണിക്ക് കഴിക്കുന്നതും 6 മണിക്ക് കഴിക്കുന്നതും 6 മണി കഴിഞ്ഞ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതൊക്കെ ഇതെല്ലാം എനിക്ക് തോന്നുന്നത് ബാലിശ്യമായ പഴയ കാലത്തുള്ള ചിന്താഗതികളാണ്. അപ്പം യു ഡിസൈഡ് വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ യു. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ തന്നെ ആക്ടിവിറ്റീസും ജോലി തിരക്കും, നമ്മുടെ എവറി പേഴ്സൺ ഈസ് എ ഡിഫറെൻറ്റ് പേഴ്സൺ. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം നമ്മൾ ഈ ഫുഡിൻ്റേക്കും നോക്കാൻ. ചിലർ പറയുന്നത് രാത്രിയിൽ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. ഫ്രൂട്ട്സ് കഴിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്, ഡൈജസ്റ്റ് ആകത്തില്ല. ഇതൊക്കെ തെറ്റാണ്. നമ്മൾ ഫ്രൂട്ട് എപ്പോൾ കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് അറിയാവുന്നത് ഫ്രൂട്ട് അതോട്ട് വരുന്നു. അതിന് എന്ത് ചെയ്യണമെന്ന് നമ്മുടെ ശരീരത്തിന് അറിയാം. അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും, ആൻഡ് ഇറ്റ് വിൽ ഡൂ ദ വർക്ക്. അപ്പോൾ അങ്ങനത്തെ കുറേ തെറ്റിദ്ധാരണകൾ നമ്മൾ മാറ്റേണ്ടതുണ്ട്. എനിക്ക് ലേറ്റ് നൈറ്റ് കഴിച്ച് കിടക്കാൻ ഉള്ള ഓപ്ഷൻ ഇല്ല. ബിക്കോസ് എനിക്ക് രാവിലെ എഴുന്നേക്കണം. അതുകൊണ്ട് ഐ ഹാവ് ഒരു ഏർലി മീൽ. ഞാൻ പിന്നെ കുറച്ച് ആക്റ്റീവാണ്, എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ കിടക്കുന്നത്. ചില ആൾക്കാർക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ കംപ്ലീറ്റ്ലി അവരുടെ മീൽ ടൈമിങ്സ് മാറുകയാണ്. അപ്പം ഈ ടൈം ബേസ്ഡ് മീൽ എന്ന് പറയുന്ന സംഭവത്തിൽ ശരിക്കും പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി ഒരു എവിഡൻസും ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളെ ആൾക്കാർ സോഷ്യൽ മീഡിയ പറഞ്ഞു വരുത്തുന്നതാണ്. ഈ നേരത്തെ ഭക്ഷണം കഴിച്ച് നിർത്തണമെന്ന് പറയുന്നൊരു ഒരു ലോജിക്ക് അവർ പറയുന്നത് ഉറങ്ങുമ്പോൾ ദഹിക്കില്ല എന്നുള്ളതായിരിക്കും. അത് ശരിയാണോ? നമ്മൾ ഉറങ്ങിയാലും ഉറങ്ങിയില്ലേലും ദഹനം നടക്കും. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം ഞാനൊരു ഗ്രിൽ ചിക്കനും ഒരു സാലഡും 8 മണിക്ക് കഴിച്ചാലും, ആ സെയിം ഗ്രിൽ ചിക്കൻ സാലഡ് ഞാൻ അതിരാവിലെ 1 മണിക്ക് കഴിച്ചാലും അത് ബോഡി ദഹിക്കും. അത് ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. അതവിടെ സെറ്റാണ്. നമ്മൾ എപ്പോൾ കഴിക്കുന്നെന്നുള്ളതൊന്നുമില്ല. ഡൈജഷൻ വിൽ ഹാപ്പൻ, ബിക്കോസ് ഡൈജഷൻ ഇല്ലാതെ നമ്മളില്ല. ഫിസിയോളജിയാണത്. അല്ലാതെ അതൊരു അബ്നോർമലായിട്ട് നമ്മൾ കണക്കാക്കാൻ പാടില്ല. അപ്പം ടൈമിംഗ് ഓഫ് മീല് ഞാൻ പറഞ്ഞ പോലെ ചില വ്യക്തികളിൽ ഇറ്റ് മേ ബി യൂസ്ഫുൾ, ബിക്കോസ് ടൈംഡ് മീൽസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ് ഉള്ളവർക്ക് അവർക്ക് പ്രോപ്പർ ടൈംഡ് മീൽസ് ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ആ മരുന്നെടുത്ത് ഷുഗർ ലെവൽസും ആ ഇൻസുലിൻ സ്പൈക്സൊക്കെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ടൈംഡ് മീൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഫുൾ. പക്ഷെ ഒരു ജനറൽ ഒരാൾക്ക് നമ്മൾ ഈ ടൈമിംഗ് ഒക്കെ പറയുന്നത് ശരിക്കും തെറ്റാണ്. അതൊരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. താങ്കളൊരു കരൾ രോഗ വിദഗ്ധനാണല്ലോ. കരൾ എന്ന് പറയുന്നത് മറ്റേതൊരു അവയവത്തെ പോലെയും മനുഷ്യന് ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള സംഗതിയാണ്. മനുഷ്യനെക്കുറിച്ച് തിരിച്ചറിയുന്നതൊക്കെ ഒരു കാലഘട്ടങ്ങളിലൂടെ നടന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഗാലൻ്റെ കാലത്ത് വിചാരിച്ചിരുന്നത് കരളാണ് ബ്ലഡ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നും മനുഷ്യശരീരത്തിന് മറ്റു ഭാഗങ്ങളിലേക്ക് അവിടെ നിന്നാണ് പോകുന്നതെന്നാണ്. പിന്നീട് ഡാവിഞ്ചിയൊക്കെയാണ് തിരുത്തുന്നു. പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ അതിൽ വന്നു. നമ്മളിപ്പം ഏറ്റവും പുതിയ ടെക്നോളജീസിലൊക്കെ എത്തി. കേരളത്തിൽ മലയാളികൾക്കിടയിൽ പോലും പണ്ട് മഹോദരം, കമാല, അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞപ്പിത്തം, ഇതൊക്കെ പണ്ട് മുതലേ ഉണ്ടായി വന്ന അസുഖങ്ങളാണ്. പക്ഷെ എന്നിട്ടും ഇപ്പോഴും മലയാളികൾക്കിടയിൽ ഈ കരൾ എന്ന് പറയുന്ന അവയവത്തെക്കുറിച്ച് കാര്യമായിട്ട് ധാരണ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ബേസിക് ബാലപാഠമായിരിക്കാം, പക്ഷേ കരൾ എന്താണ് ചെയ്യുന്നതെന്നും എന്തുകൊണ്ട് കരളിനെ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊന്ന് സ്ട്രെസ് ചെയ്ത് പറയാമോ? കരൾ എന്ന് പറയുന്നത് ഏറ്റവും സൈലൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവയവമാണ്. അപ്പോൾ എല്ലാവരുടെ വിചാരം ഏറ്റവും റൊമാൻറ്റിസൈസ് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ പാട്ടുകളിലൊക്കെ ഹൃദയത്തെ പറ്റി പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ മലയാളം പാട്ടുകളൊക്കെ നോക്കി കരളിനെയാണ് കൂടുതലും റൊമാൻറ്റിസൈസ് ചെയ്യുന്നത്. അപ്പോൾ പാട്ടുകൾ കരളിൻ്റെ എന്നൊക്കെ പറഞ്ഞ പാട്ടുകളില്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഴയ കാലത്തും ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് അവയവമാണെന്ന് അന്നത്തെ ആൾക്കാർ ധരിച്ചിരുന്നതും ലിവറാണ്. ഇപ്പോൾ ഈ മമ്മിഫിക്കേഷനും പ്രിസർവേഷനൊക്കെ ഈജിപ്ഷ്യൻസ് ചെയ്തുകൊണ്ടിരുന്നത് അവർ ലിവറിന് സ്പെസിഫിക് ആയിട്ട് പ്രിസർവേഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ആഫ്റ്റർ ലൈഫിൽ ബ്രെയിൻ പ്രിസർവ് ചെയ്യത്തില്ലായിരുന്നു ഈജിപ്ഷ്യൻ ആൾക്കാർ, പക്ഷേ ലിവർ പ്രിസർവ് ചെയ്യും. അത് ഇംസെറ്റ് എന്ന് പറഞ്ഞൊരു ഗോഡ്
അതിനെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ പറയുന്നത് ആഫ്റ്റർ ലൈഫിൽ ബ്രെയിനൊന്നും പോകത്തില്ല, പക്ഷേ കരൾ എന്തായാലും പോകണം എന്നുള്ളതാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആയിരുന്നു കരളിന് ആ സമയത്ത്. ഇപ്പോൾ ഈ കരൾ ബ്ലഡ് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞു, അത് ആക്ച്വലി കറക്റ്റാണ്. ഇൻഫൻസിൽ ഡ്യൂറിങ് ദ ഫസ്റ്റ് 1 year ഓഫ് ലൈഫിൽ ശരിക്കും നമ്മുടെ ശരീരത്തിനകത്തിരിക്കുന്ന ഇൻ യൂട്രോ പ്രസവ സമയത്ത് അല്ല ലേബറിൻ്റെ ഈ പ്രഗ്നൻറ്റ് വിമൻ്റെ സമയത്ത് ഫീറ്റസ് അകത്തിരിക്കുമ്പം ബ്ലഡ് ഉണ്ടാക്കുന്നത് ലിവറാണ്. ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കാണ് അത് ബോൺ മാരോ മജ്ജ ഏറ്റെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതൊക്കെ കറക്റ്റായിരുന്നു അവരുടെ ഒരു ധാരണകളെ. പക്ഷേ ഇപ്പം നമ്മൾ നോക്കിയാൽ പല കാര്യങ്ങളും നമുക്ക് ഓവർ സിംപ്ലിഫൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാട്ടിലെ. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിമ്പിൾ ഇപ്പം ഈ ദഹനം എന്ന് പറഞ്ഞില്ലേ, ദഹനം എന്ന് പറയുന്നത് ഭയങ്കര ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ്. സ്റ്റാർട്ടിങ് ഫ്രം ദ മൗത്ത് അപ് ടിൽ ദ എയ്നസ് ഒരു വലിയൊരു കോംപ്ലക്സ് ഫിസിയോളജിക്കൽ പ്രോസസ്സാണത്. തൗസൻഡ്സ് ഓഫ് റിയാക്ഷൻസും സിഗ്നലിംഗ് ഒക്കെ നടക്കുന്ന ഒരു സാധനം. പക്ഷേ നമ്മളത് ദഹനം ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് അതിനെ അങ്ങ് വെറുതെ ബാലിഷ്യമായിട്ട് പറയുകയാണ്. ആൾക്കാരും പറയില്ല എൻ്റെ ദഹനം ശരിയാകുന്നില്ല എന്ന്. അതുപോലെ തന്നെയാണ് ഈ കരളിൻ്റെ കാര്യം. കരൾ വർക്ക് ചെയ്യുന്നത് ആൾക്കാർ വിചാരം ജസ്റ്റ് ടോക്സിൻസ് മാത്രം പുറത്താക്കാൻ വേണ്ടിയാണ്. പക്ഷെ അങ്ങനെയല്ല, അതിന് 500ഓളം 500+, 500-നേക്കാളും കൂടുതൽ ജോലിയുള്ള ഒരു അവയവമാണ്. ഇപ്പോൾ ഹാർട്ടിൻ്റെ ഒക്കെ ജോലി നോക്കുവാണെങ്കിൽ അതൊരു ചേംബർ, കുറേ അറകളുണ്ട്. അതിനകത്തൊരു ബ്ലഡ് ഒരു സൈഡിൽ നിന്ന് വരുന്നു, ബ്ലഡ് മറ്റേ സൈഡിൽ നിന്ന് പമ്പ് ചെയ്ത് പുറത്തോട്ട് വിടുക. അതാണ് ഹാർട്ടിൻ്റെ മെയിൻ ഇത്. ബ്രെയിനും കുറച്ച് കോംപ്ലക്സ് ഇതുണ്ട്, കോഗ്നിഷൻ, തോട്ട്, അങ്ങനെയൊക്കെ. പക്ഷേ അതിനകത്തൊക്കെയുള്ള സെൽസുകളൊക്കെ 3-4 ടൈപ്പേ ഉള്ളൂ ബ്രെയിൻ സെൽസ്. ഹാർട്ടിലും ആകെപ്പാടെ 2-3 ടൈപ്സ് സെൽസേ ഉള്ളൂ. പക്ഷേ ലിവറിനകത്ത് ഓൾമോസ്റ്റ് 6 to 8 ടൈപ്സ് ഓഫ് സെൽസ് വരെയുണ്ട്. പല തരത്തിലുള്ള കോശങ്ങൾ വരെയുണ്ട് ലിവറിനകത്ത്. ഏറ്റവും ഡിഫറൻ്റ് ആയിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് ലിവർ. അത് ചെയ്യുന്നത് ഇമ്മ്യൂണിറ്റി, ഈ പറഞ്ഞ പോലെ ഡീറ്റോക്സിഫിക്കേഷൻ, അതുകൂടാതെ പ്രോട്ടീൻ പ്രൊഡക്ഷൻ, ഫാറ്റ് മെറ്റബോളിസം, ഷുഗർ, ഇൻസുലിൻ മാനേജ്മെൻറ്റ് എന്ന് തുടങ്ങി ഒരു 100,000 കണക്കിന് ജോലി ചെയ്യുന്നൊരു അവയവമാണ്. ആൻഡ് ഇറ്റ് ഡസ് ഇറ്റ് വിത്തൗട്ട് എനി കംപ്ലൈൻറ്റ്. അപ്പോൾ അത് ഭയങ്കര റെസീലിയൻ്റ് ഓർഗനാണ്. അതായത് ഇപ്പം നമ്മൾ പറയുന്നു ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി ആൾക്കാർ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. കുറച്ച് ഗുളികൾ കഴിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കഷായമാരി കുടിക്കുന്നു. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ലിവറിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ലിവർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡീറ്റോക്സിഫിക്കേഷൻ ഓർഗൻ മാത്രമല്ല, നമ്മുടെ ഹോൾ ബോഡീനെ പിടിച്ചു നിർത്തുന്ന ബാലൻസ് ചെയ്യുന്നൊരു ഓർഗനാണ്. അപ്പോൾ ഒരു ഹെപ്പറ്റോളജിസ്റ്റ് എന്ന നിലയിൽ ഇതാണ് ഈ ഹെപ്പറ്റോളജിയുടെ ഒരു ബ്യൂട്ടിയും. നമ്മൾ ഇപ്പം ഒരു കാർഡിയോളജിസ്റ്റ് എന്ന് പറയുമ്പം അവർക്ക് ഒരു സെറ്റ് ഓഫ് ഡിസീസസിനെ ഡീൽ ചെയ്യുക, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, അതിനെ ഫോക്കസ് ചെയ്താൽ മതി. ഹെപ്പറ്റോളജി എന്ന് പറയുമ്പോൾ ഞാൻ ലിവറിനെ മാത്രം ഡീൽ ചെയ്തുകൊണ്ട് കാര്യമില്ല. ബിക്കോസ് ലിവർ ഫെയിലർ പേഷ്യൻസിൽ എല്ലാ അതർ ഓർഗൻ സിസ്റ്റംസും ഫെയിൽ ആവും. അതിനകത്തൊരു എൻസോഫലോപ്പതി എന്നൊരു സംഭവമുണ്ട്, ബ്രെയിൻ ഫെയിലർ, ഹെപ്പറ്റോറിയനൽ സിൻഡ്രോം, കിഡ്നി ഫെയിലർ, ഹെപ്പറ്റോ പൾമറി സിൻഡ്രോം, ലങ് ഫെയിലർ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷൻ. അതുപോലെ തന്നെ ഈച്ച് ആൻഡ് എവരി ഓർഗൻ അഫക്റ്റഡ് ആണ്. അപ്പം ഒരു ഹെപ്പറ്റോളജി എന്ന് പറയുന്നത് എൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ ജനറൽ മെഡിസിൻ എന്ന് പറയില്ലേ, ജനറൽ മെഡിസിൻ്റെ ഏറ്റവും എക്സ്ട്രീം ഫോമാണ്. എല്ലാ അവയവത്തെപ്പറ്റിയും നമുക്ക് നല്ല ധാരണയും വേണം, എസ്പെഷ്യലി ലിവറിനെ പറ്റിയും. അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നവരാണ് ഹെപ്പറ്റോളജിസ്റ്റ്. അപ്പം ഹെപ്പറ്റോളജിയിലുള്ള ഈ മെയിൻ നമ്മുടെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് ലിവർ ഡിസീസ് മാത്രമല്ല, ഈ ലിവർ ഡിസീസിൻ്റെ ഭാഗമായിട്ട് ബാക്കി അവയവങ്ങളിൽ വരുന്ന ഇഷ്യൂസ് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒരു ഓർഗനാണ് ലിവർ. അപ്പോൾ ആൾക്കാർ വെറുതെ ലിവറും ഡ്രിങ്ക്സുമായിട്ട് മാത്രം സിംപ്ലിഫൈ ചെയ്ത് പോകുന്നൊരു കാലഘട്ടമാണിത്. നമ്മളെപ്പോഴും ബോധഡാണ്. കരൾ നമ്മുടെ ജീവിതശൈലിയിലെ ഭക്ഷണശീലങ്ങൾ കൊണ്ടും അതുപോലെ മദ്യപാനോടൊക്കെയുള്ള ശീലങ്ങൾ കൊണ്ടും നമുക്ക് എപ്പോഴും ഒരു സംശയമുണ്ടോ, എൻ്റെ കരൾ എങ്ങാനും അടിച്ചു പോയിട്ടുണ്ടോ എന്നുള്ളൊരു ഭീതി എല്ലാ മലയാളികൾക്കും ഒരു പരിധിവരെ ഒരു പ്രായം കഴിഞ്ഞാൽ ഉണ്ടാവാറുണ്ട്. അവരെപ്പോഴും അതിനെ നോക്കുന്നത് ബാഹ്യ ലക്ഷണങ്ങളാകും, ഒന്നുകിൽ തൊലിപ്പുറമേ ഉണ്ടാകുന്ന മാറ്റങ്ങളോ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുണ്ടാകുന്ന മാറ്റങ്ങളോ ഒക്കെ ആയിരിക്കാം. പിന്നീട് അവർ ചെയ്യാൻ വെച്ചാൽ നമ്മൾ റൂട്ടീനായിട്ട് ചെക്ക് ചെയ്യുന്നു, നേരത്തെ അറിഞ്ഞാൽ ഗുണമുണ്ടെന്നുള്ള മട്ടിൽ. അപ്പം കുറച്ച് ലിവർ ഫംഗ്ഷൻ. അപ്പോൾ എന്തൊക്കെയാണ് ഈ പുറത്ത് നമ്മൾ കാണുന്ന ലക്ഷണങ്ങൾ, എന്തൊക്കെ ടെസ്റ്റുകളായിരിക്കാം പ്രിയംറ്റീവായിട്ട് ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇത് വളരെ സത്യസന്ധതയോടെ പറയുവാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലും അല്ലാതെ നമ്മൾ ഈ പേപ്പറിലും ഈ മാധ്യമത്തിലൂടെ വായിക്കുന്ന ഈ സിംറ്റംസ് ഓഫ് ലിവർ ഡിസീസ് ഉണ്ടല്ലോ, അതൊക്കെ തെറ്റാ. എന്നുവെച്ചാൽ അതെല്ലാം വേഗാണ്. ഇപ്പോൾ പറഞ്ഞു ഡാർക്കനിങ് ഓഫ് സ്കിൻ, തൊലിപ്പുറത്ത് കറുപ്പ് നിറം വരുന്നു, അത് ലിവറിൻ്റെതല്ലാതെ വേറെ ഒരു 100 കണക്കിന് അസുഖങ്ങളിലും കാണുന്നതാണ്. ഇപ്പം വണ്ണമുള്ള ഡയബറ്റീസ് കൺട്രോൾ അല്ലാത്ത പേഷ്യൻസിൽ കഴുത്തിൻ്റെ പുറമേ നമ്മുടെ ടെമ്പിൾ സൈഡ്, ഫോർഹെഡ്, അവിടെയൊക്കെ കറുപ്പ് നിറം വരും. അക്കാന്തോസിസ് നിഗ്രിക്കൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. അതിൻ്റെ അർത്ഥം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെന്നുള്ളതാണ്, ഈ ഒബീസിറ്റി, ഡയബറ്റീസ് ഒക്കെ ഉള്ള കാരണം. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ലിവർ പെർഫെക്റ്റ്ലി ഫൈൻ ആയിരിക്കാം. പിന്നെ രണ്ടാമത് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്, അതായത് ഈ പറയുന്ന പോലെ ദഹനക്കുറവ്, വല്ലായ്മ, വയറിൽ വല്ലായ്മ, ബ്ലോട്ടിങ്, ബുദ്ധിമുട്ടുകൾ, വിശപ്പില്ലായ്മ, ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ സ്പെസിഫിക്കലി ലിവറിൻ്റെ അസുഖത്തിൻ്റെ സിംറ്റംസേ അല്ല. ഇത്
ചെറുതായിട്ട് ഒരു മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ, അതായത് ഇപ്പം എന്തെങ്കിലും നമുക്കൊരു സ്ട്രെസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം ശരിയായില്ലെങ്കിൽ ഒക്കെ ഇതുപോലെ ഗട്ട് ഇഷ്യൂസ് വരാം, ഈ സിംറ്റംസ് വരാം. ലിവറിൻ്റെ പ്രശ്നമാണെന്ന് നിർബന്ധമില്ല. ഇപ്പം ലിവറിൻ്റെതായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് പ്രോബ്ലംസ് ശരിക്കും ഉണ്ട്, ഒരു സൈൻസ് ആൻഡ് സിംറ്റംസ്. സിംറ്റം എന്ന് പറയുന്നത് പേഷ്യൻ്റ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്, സൈൻ എന്ന് പറയുന്നത് പേഷ്യൻ്റ് കംപ്ലയിൻറ്റ് ചെയ്യുന്ന സംഭവം ഡോക്ടറിന് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പേഷ്യൻ്റ് പറയുന്നു എനിക്ക് മഞ്ഞപ്പിത്തമുണ്ട്, അപ്പോൾ കണ്ണ് മഞ്ഞളിച്ചിരിക്കുന്നു, അപ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ കണ്ണ് മഞ്ഞളിച്ചിരിക്കുന്നു, അപ്പോൾ അത് സിംറ്റം ആൻഡ് സൈൻ. പക്ഷേ പേഷ്യൻ്റ് പറയുന്നു എൻ്റെ ഡൈജഷൻ ഒട്ടും ശരിയല്ല, പക്ഷേ ഡോക്ടർ അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഡൈജഷൻ ശരിയല്ല എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ അതൊരു സിംറ്റമായി മാറിയേക്കാണ്. അതുപോലെ ഈ ലിവർ ഡിസീസ് പേഷ്യൻസിന് സ്പെസിഫിക് സിംറ്റംസ് വരുന്നത് ചില സ്റ്റേജസ് ഓഫ് സിറോസിസ്, ചില സ്റ്റേജസ് ഓഫ് ലിവർ ഡിസീസിലാണ്. അപ്പോൾ അത് അക്യൂട്ട്ലി വരാം, പെട്ടെന്നുള്ള ലിവർ രോഗങ്ങളുണ്ടാവാം, അല്ലെ പയ്യെ വരുന്ന ലിവർ രോഗങ്ങൾ, സിറോസിസ് ഒക്കെ ആയിക്കഴിഞ്ഞ് വരുന്ന കോംപ്ലിക്കേഷൻസ് വരാം. ഏറ്റവും പെട്ടെന്ന് ലിവറിന് പ്രശ്നം ഉണ്ടായി എന്ന് പറയുന്നതിൻ്റെ ഏക ലക്ഷണം മഞ്ഞപ്പിത്തമാണ്, ജോണ്ടിസ്. അപ്പോൾ ആൾക്കാർ വിചാരം ഈ നമ്മളിപ്പോൾ ലാബുകളിലും ഈ ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമല്ലോ, LFT. അപ്പോൾ അതിനകത്ത് ടോട്ടൽ ബിൽറൂബിൻ ഉണ്ട്, അതിൻ്റെ അടി 2 ഭാഗമുണ്ട്, ഡയറക്റ്റ് ബിൽറൂബിൻ, ഇൻഡയറക്റ്റ് ബിൽറൂബിൻ. അത് ഈ ഡയറക്റ്റ് എന്ന് പറയുന്നതാണ് ലിവറിൽ നിന്നുള്ളത്, ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത് ബ്ലഡിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഈ ടോട്ടൽ ബിൽറൂബിൻ 3 മുകളിൽ പോയാൽ മാത്രമാണ് നമ്മൾ അതിനെ ജോണ്ടിസ് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ ജോണ്ടിസ് അതാണ്. പക്ഷേ നമ്മുടെ റേഞ്ച് 1.2 ആയിരിക്കാം. എന്നിട്ട് അവിടുത്തെ ടെക്നിക്കൽ ആൾ പറയും നിങ്ങളുടെ ബിൽറൂബിൻ 1.4 ആണ്, നിങ്ങൾക്ക് മഞ്ഞപ്പിത്തമാണെന്ന് പറയുന്നത്. അങ്ങനെ പേടിപ്പിച്ച് വിടുന്ന പല പേഷ്യൻസ് നമ്മുടെ അടുത്ത് മഞ്ഞപ്പിത്തമെന്ന് പറഞ്ഞു വരുന്നുണ്ട്. അത് മഞ്ഞപ്പിത്തമല്ല, എബവ് 3 പോകണം, എന്നാലും നമുക്ക് ക്ലിനിക്കലി റെലവൻ്റ് ആയിട്ടുള്ള ജോണ്ടിസ് കാണത്തുള്ളൂ. അപ്പോൾ ജോണ്ടിസ് ആണ് ഒരു പെട്ടെന്ന് ലിവറിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ ജോണ്ടിസ് വരാം. അതല്ലാതെ ഈ ക്രോണിക് ലിവർ ഡിസീസ് സിറോസിസ് പേഷ്യൻസിൽ വേറെ സെറ്റ് ഓഫ് കോംപ്ലിക്കേഷൻസ് വരാം. അപ്പോൾ നേരത്തെ പറഞ്ഞില്ല മഹോദരം, അസൈറ്റിസ് എന്ന് പറയും, അതായത് വയറ്റിൽ നീര് കുത്തിയെടുക്കുക, അതൊക്കെ സിറോസിസിൻ്റെ വളരെ അഡ്വാൻസ് സ്റ്റേജ് വരുന്ന സിംറ്റംസ് ആൻഡ് സൈൻസ് ആണ്. മൂന്നാമത് ബ്ലഡ് വോമിറ്റിംഗ്, രക്തം ഛർദ്ദിക്കുക, കറുത്ത മലം വരിക, അതും സിറോസിസിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ്. അകത്ത് വലിയ രക്തക്കോയിൽ ഉണ്ടായിട്ട് പൊട്ടിയിട്ട് ബ്ലീഡ് ചെയ്യുന്നത്. നാലാമത്തത് ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രെയിൻ ഫെയിലറാണ്, ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി. അതായത് ലിവർ ഫെയിലറിൻ്റെ ഭാഗമായിട്ട് ടോക്സിൻസ് ക്ലിയർ ആവാതെ ബ്രെയിനെ പോയി ബാധിച്ചിട്ട് പേഷ്യൻസിന് ഡിസോറിയൻറ്റേഷനൊക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും റിയലിസ്റ്റിക് ആയിട്ട് ലിവർ ഡിസീസിൻ്റെ സിംറ്റംസ് ആൻഡ് സൈൻസ്. ബാക്കി ഇവർ ഈ സോഷ്യൽ മീഡിയ എടുത്ത് പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, വേഗമായിട്ട് ഇൻഡൈജഷൻ, സ്കിൻ ചേഞ്ചസ്, കാലിൽ നീര്, ഇതൊന്നും സ്പെസിഫിക്കലി ലിവർ റിലേറ്റഡ് അല്ല, അത് വേറെ പലതും ആവാം. മലയാളികളൊക്കെ ഒരു പേടി സ്വപ്നമാണ് ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷൻ. നമ്മളൊരു 30-40% പേർക്കെങ്കിലും അതുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഈ പ്രമേഹവുമായിട്ടും അതുപോലെ സെൻട്രൽ ഒബിസിറ്റിയുമായിട്ടും കുടവയറുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്നും പറയപ്പെടുന്നു. ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഈ പറയുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, അതായത് NAFLD, അതിൻ്റെ പുതിയ പേരാണ് MASLD. ഇപ്പം നമ്മൾ പേഷ്യൻസിനെ സ്റ്റിഗ്മറ്റൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പം അതിൽ ഈ ഫാറ്റി എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്യാൻ പാടില്ല, ഒരു ബാഡ് ഫീലിംഗ് ആണ്, യു ആർ ഫാറ്റി എന്ന് പറയുന്നത്. അപ്പം NAFLD മാറ്റിയിട്ട് അവർ MASLD ആക്കി, അതായത് മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റിയറ്റോട്ടിക് ലിവർ ഡിസീസ്, MASLD. ബേസിക്കലി അത് ഫാറ്റി ലിവർ ഡിസീസിൻ്റെ ഒരു പുതിയ മോഡീകരിച്ച ഒരു ടേമാണത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റ്, ഫസ്റ്റ് വേർഡാണ് മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ. ആ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ കാരണമാണ് ഈ സ്റ്റിയറ്റോട്ടിക്, അതായത് ഫാറ്റി ലിവർ ഡിസീസ് വന്നത്. അപ്പോൾ അതിൽ നമ്പർ 1 ഡയബറ്റീസ്, നമ്പർ 2 ഒബീസിറ്റി. അതിനകത്ത് ഇപ്പം പല വ്യക്തികളും ഒബീസ് അല്ല ഓവർവെയ്റ്റ് അല്ല, അവർ പൊക്കത്തിനൊത്ത വണ്ണമായിരിക്കാം, പക്ഷെ അവർക്ക് അബ്ഡമിനൽ ഒബീസിറ്റി ഉണ്ട്, അതായത് വയറ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഫാറ്റി ലിവർ വരും. പിന്നെയുള്ളത് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ കുറയുന്നവർ. പിന്നെയുള്ളത് ഹൈപ്പർ ലിപ്പിഡീമിയ, അതായത് നമ്മുടെ കൊളസ്ട്രോള്, ട്രൈഗ്ലിസറൈഡ് ഒക്കെ കൂടിയവർ. പിന്നെ ഹൈ യൂറിക് ആസിഡ്. അതാണ് ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റബോളിക് സിൻഡ്രോം ഉള്ള എല്ലാ വ്യക്തികളിലും ഈ ഫാറ്റി ലിവർ ഡിസീസിൻ്റെ ഒരു റിസ്ക് ഉണ്ട്. പക്ഷേ മെറ്റബോളിക് സിൻഡ്രോം ഉള്ള എല്ലാവരിലും ഫാറ്റി ലിവർ ഉണ്ടാവണമെന്ന് നിർബന്ധവുമില്ല. മെറ്റബോളിക് സിൻഡ്രോം ഇല്ലാതെ തന്നെ ഫാറ്റി ലിവറും വരാം. അപ്പം നമ്മൾ കാണുന്ന പല വ്യക്തികളും, യങ്ങർ പേഷ്യൻസ് വരുന്നത്, അവർ മെലിഞ്ഞിരിക്കുന്നു, അവർക്ക് ഫാമിലി ഹിസ്റ്ററി ഇല്ല, അവർക്ക് മെറ്റബോളിക് ഡിസീസ് ഇല്ല, പക്ഷേ ഫാറ്റി ലിവർ ഉണ്ട്. അപ്പം അതിനകത്ത് ജെനറ്റിക്സും ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സെറ്റ് ഓഫ് ജീൻസ് ഉള്ളവരിൽ ഒരു പ്രായം കഴിഞ്ഞാൽ ലിവറിൽ കൊഴുപ്പടിഞ്ഞ് കൊഴുപ്പ് മൂലം നീർക്കെട്ട് വന്ന് പിന്നീട് അത് സിറോസിസ് ആവും എന്നുള്ളതിൻ്റെ പഠനങ്ങൾ വരെയുണ്ട്. അപ്പോൾ എപ്പോഴും റിസ്ക് ഫാക്ടേഴ്സ് നമ്മുടെ കണ്ണിൽ മുമ്പിൽ വരില്ല, ജെനറ്റിക്സും ഒരു വലിയ റോൾ പ്ലേ ചെയ്യുന്നതാണ് ഈ പറയുന്ന NAFLD MASLDയിൽ. അപ്പോൾ ഇതൊക്കെ നല്ല ലിങ്കേജ് ഉള്ള കണ്ടീഷൻസാണ്. ഇതുപോലെ ഇപ്പോൾ ആശുപത്രി പോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞ് പേടിപ്പിക്കുന്ന 1-2 കാര്യങ്ങൾ, ഇപ്പോൾ സ്റ്റേജ് 1, സ്റ്റേജ് 2 എന്നൊക്കെ പറയുന്നത്, ലെവൽ 1 എന്നൊക്കെ പറയുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഇതാണ് ശരിക്കും ഞാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് പറയേണ്ട കാര്യം. അപ്പം ആശുപത്രി ചെന്നാൽ കുറച്ച് ഭീതി വ്യാപാരം ഇല്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റില്ലല്ലോ.
അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫാറ്റി ലിവർ ഉണ്ടെന്ന് വെച്ചോ. അപ്പം നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരു ഇൻസിഡൻ്റൽ ഫൈൻഡിങ് ആണ്. അല്ലാതെ നമ്മുടെ ശരീരത്തിൽ എനിക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറയാൻ തക്ക ഒന്നും സിംറ്റംസ് സയൻസ് വരില്ല. നമ്മൾ ചെക്ക് ചെയ്യുന്നു, അൾട്രാസൗണ്ടിലാണ് പറയുന്നത് ഫാറ്റി ലിവർ. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പോലും ഫാറ്റി ലിവർ എന്ന് പറയത്തില്ല, അൾട്രാസൗണ്ടിലാണ് ഫാറ്റി ലിവർ. നോർമലി നമ്മുടെ ലിവറിൻ്റെ അകത്ത് ഒരു 5% ഫാറ്റ് ഉണ്ട് ഹോൾ ലിവറിനകത്ത്. അതിൻ്റെ അബവ് പോകുമ്പോഴാണ് നമ്മൾ ഈ അൾട്രാസൗണ്ടിൽ ഫാറ്റായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫാറ്റി ലിവർ കണ്ടുപിടിച്ചു. അപ്പോൾ അതിനകത്ത് വരുന്നത് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3. ഞാൻ ഗ്രേഡാണ് പറയുന്നത്, സ്റ്റേജ് അല്ല. അപ്പോൾ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്ന് പറയുന്നത് ഈ കൊഴുപ്പ് നമ്മുടെ ലിവറിൽ അടിയുന്നതിൻ്റെ പാറ്റേൺസ് ആണ്. ജസ്റ്റ് പാറ്റേൺ. ഗ്രേഡ് 1 ഒരു പാറ്റേൺ, ഗ്രേഡ് 2 ഒരു പാറ്റേൺ, ഗ്രേഡ് 3 ഒരു പാറ്റേൺ. അതായത് ലോക്കൽ പാറ്റേൺ, കുറച്ചുകൂടെ കൂടിയ പാറ്റേൺ, പിന്നെ ഡിഫ്യൂസ് ആയിട്ടുള്ള ഫാറ്റി ലിവർ പാറ്റേൺ. അത് റേഡിയോളജിസ്റ്റിൻ്റെ മാത്രം ഒരു ഡിസ്ക്രിപ്ഷനാണ്. അതും ക്ലിനിക്സായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ എനിക്ക് ഗ്രേഡ് 1ഉം 2ഉം 3ഉം ഒന്നാണ്. അപ്പോൾ ഈ ഫാറ്റി ലിവർ കണ്ടുപിടിക്കുന്ന ഇതുണ്ടല്ലോ, വാട്ട് എവർ ഗ്രേഡ്, ഏത് ഗ്രേഡ് ആയിക്കോട്ടെ, ആ സ്റ്റേജാണ് നമ്മൾ സ്റ്റേജ് ഓഫ് സ്റ്റിയറ്റോസിസ് എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. അതാണ് ഇപ്പോൾ ഞാൻ സ്റ്റേജാണ് പറയുന്നത്, ഗ്രേഡ് അല്ല. ഗ്രേഡ് എന്തും ആയിക്കോട്ടെ, സ്റ്റേജ് 1 സ്റ്റിയറ്റോസിസ്, ഫാറ്റ് ഉണ്ട്. സ്റ്റേജ് 2 എന്ന് പറയുന്നത് സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ്. അതായത് ഫാറ്റ് മൂലം ലിവറിനകത്ത്, കൊഴുപ്പ് മൂലം ലിവറിനകത്ത് നീർക്കെട്ട് വന്നു. ആ നീർക്കെട്ടിൻ്റെ പ്രസൻസിൽ പേഷ്യൻസിൽ വ്രണങ്ങൾ ഡെവലപ്പ് ചെയ്യാം. അതായത് ഈ ഫാറ്റി ലിവറിൻ്റെ ഈ കാരണങ്ങൾ കൺട്രോൾഡ് അല്ലെങ്കിൽ ആ നീർക്കെട്ട് ഇങ്ങനെ നിലനിൽക്കും. അപ്പോൾ ലിവർ ആ നീർക്കെട്ടിൻ്റെ ഡാമേജിനെ നികത്താൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ഇത് ലോങ് ടേമിൽ ഈ നീർക്കെട്ട് മാറിയില്ലെങ്കിൽ അവിടെ ആ ലിവർ കോശങ്ങൾ നഷ്ടപ്പെടും. അപ്പോൾ പുതിയ ലിവർ കോശങ്ങൾ വരുന്നതിന് പകരം അവിടെ വ്രണങ്ങൾ വരും, സ്കാറിങ്. അതിനാണ് നമ്മൾ ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസിൽ ഇൻഫ്ലമേഷനും വരും, ഫൈബ്രോസിസും വരും. അതൊരു ഹീലിംഗ് പ്രോസസ്സാണ്. അതാണ് സ്റ്റേജ് 2. നമ്മൾ സ്റ്റേജ് 1 സ്റ്റേജ് 2 സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് സ്റ്റേജ് 2. ഇനി ഈ സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് ഒരു നല്ല സ്റ്റേജ് അല്ല. അതാണ് പിന്നീട് പ്രോഗ്രസ് ചെയ്ത് സിറോസിസ് ആയി മാറുന്നത്. അപ്പോൾ സിറോസിസ് ആണ് ഇതിൻ്റെ സ്റ്റേജ് 3. അപ്പോൾ ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത് ഫാറ്റി ലിവർ ഉള്ള സ്റ്റേജ് ഉണ്ട്, ഇൻഫ്ലമേഷൻ വിത്ത് സ്കാറിങ്, അതായത് വ്രണങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജ് ഉണ്ട്, സിറോസ് ആവുന്ന സ്റ്റേജ് ഉണ്ട്. ഇനി സിറോസിസ് ആയി കഴിഞ്ഞാൽ സിറോസിസിനകത്ത് 6 സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഇത്രയും കോംപ്ലക്സ് ആണ് കാര്യങ്ങൾ. അപ്പോൾ ജസ്റ്റ് നമ്മൾ സ്റ്റേജ് 1, 2, 3 എന്നൊക്കെ ഗ്രേഡ് ബേസിസ് പറയുന്നത് ഭയങ്കര തെറ്റാണ്. അപ്പോൾ ഡോക്ടേഴ്സ് ഇത്രയും ക്ലിയർ ആയിരിക്കും, ഇത്രയും ക്ലാരിറ്റി വേണം നമ്മുടെ ഒരു ഫാറ്റി ലിവർ ഡിസീസ് പേഷ്യൻസിനെ കാണുമ്പോഴേ. സിറോസിസിനകത്ത് സ്റ്റേജ് 0 മുതൽ സ്റ്റേജ് 6 വരെയുണ്ട്. 0, 1 and 2 എന്ന് പറയുന്നത് സിറോസിസ് ഡെവലപ്പായി അതിൻ്റെ മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ്. നമ്മളത് ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുമ്പം അല്ലെങ്കിൽ CT സ്കാൻ ചെയ്യുമ്പം പല സ്ഥലങ്ങളിൽ രക്തക്കൊലകൾ തടിച്ചിരിക്കുന്നു. അതായത് ലിവർ ചുരുങ്ങിയിട്ട് ലിവറിൻ്റെ പ്രഷർ കൂടി. അതിന് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും മെഡിക്കൽ ടേമിൽ. ലിവർ പ്രഷർ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നതാണ് സ്റ്റേജ് 2. അതിൻ്റെ കോംപ്ലിക്കേഷൻ, അതായത് രക്തഛർദ്ദിച്ചു, അതാണ് സ്റ്റേജ് 3. രക്തഛർദ്ദിച്ചതിൻ്റെ കൂടെയായിട്ട് അതിൻ്റെ അഡീഷണൽ സ്റ്റേജ്, അതായത് അഡീഷണൽ കോംപ്ലിക്കേഷൻ, മഹോദരം, അസൈറ്റിസ്, വയറ്റ് നീര് കെട്ടി, സ്റ്റേജ് 4. ലിവർ ഫെയിലർ വന്നു, അതായത് മഞ്ഞപ്പിത്തം തുടങ്ങി, ബിലിറൂബിൻ 3 മോളിപ്പോയി, സ്റ്റേജ് 5. ലിവർ അല്ലാതെ വേറെ അവയവങ്ങളൊക്കെ ഫെയിൽ ആവാൻ തുടങ്ങി, സ്റ്റേജ് 6. അപ്പം സിറോസിസിൽ എത്തുന്ന സ്റ്റേജ് ഉണ്ട്. സിറോസിസിന് മുമ്പ് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ സ്റ്റേജസ് ഉണ്ട്. ഫൈബ്രോസിസിനകത്തും ഗ്രേഡ്സ് ഉണ്ട്. ഫൈബ്രോസിസ് F0, F1, F2, F3, F4. ആ F4 എന്ന് പറയുന്നതാണ് സിറോസിസ്. പിന്നെ ഈ ഫൈബ്രോസിസിന് മുമ്പ് വെറുതെ ഒരു ഫാറ്റി ലിവർ സ്റ്റേജ് ഉണ്ട്, വിത്തൗട്ട് എനി ഫൈബ്രോസിസ്. അപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അതിനെ വെറുതെ നിങ്ങൾക്ക് സ്റ്റേജ് 1 ഉണ്ട്, നാളെ സ്റ്റേജ് 2 ആയി. അപ്പോൾ വേണ്ടാത്ത കുറേ സ്കാനുകൾ എല്ലാ 6 മാസം ചെയ്യിച്ചിട്ട് കുറേ മരുന്നൊക്കെ കൊടുത്ത് വേണ്ടതുപോലെയുള്ള ജീവിതശൈലി മാറ്റങ്ങളൊന്നും പറയാതെ ബിസിനസ് നടത്തുന്ന ഏറ്റവും ബെസ്റ്റ് കാറ്റഗറിയാണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിന് വളരെ നല്ലതാട്ടോ. നല്ല പേഷ്യൻസ് ആണ്, ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം. പലപ്പോഴും ആളുകൾ ഇങ്ങനെ ഈ ഫാറ്റി ലിവർ വരാനുള്ള കാരണമായിട്ട് പറയുന്നത് ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ മലയാളികൾ സ്പെസിഫിക് ആയിട്ടുള്ള ഭക്ഷണശീലങ്ങളുടെ പുറത്താണ്. അപ്പം വിദേശികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റേക്ക് ഉണ്ടാവും, അതിന് ചുറ്റും ചിലപ്പം പൊട്ടറ്റോ ആയിരിക്കും അല്ലെങ്കിൽ ലീവ്സ് ആയിരിക്കും, നമ്മളത് കഴിക്കുന്നു, അതിൽ ഓയിൽ വളരെ കുറവായിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം സെൻട്രലി ഒരു റൈസ് വെച്ചിട്ട് ഒരുപാട് കറീസും അത് കറികൾ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ എണ്ണ വറുത്തിടുന്നു, അങ്ങനെ മസാലകളുടെ ഒരു സംസ്ഥാന സമ്മേളനമായിരിക്കും കറികൾ. അപ്പോൾ ഈ നമ്മളുടെ ഈ ഡയറ്റിൽ, കേരള ഡയറ്റിൽ എന്തൊക്കെയാണ് കില്ലർ എലിമെൻറ്റ്സ് ആയിട്ട് വരുന്നത്? നമ്മുടെ ഡയറ്റ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ് ഈ പറയുന്ന ലിവർ ഹെൽത്ത് അല്ലെ ജനറൽ മെറ്റബോളിക് ഹെൽത്തിന് വേണ്ടി. നമ്മുടെ കേരളത്തിലെ ഡയറ്റ് യെസ് ഓഫ് കോഴ്സ് കാർബോഹൈഡ്രേറ്റ് റിച്ച് ആണ്, ഭയങ്കര കാർബ് ബേസ്ഡ് ഡയറ്റാണ്. പക്ഷെ നമുക്ക് ഓൾറെഡി ഉണ്ട് നല്ല ഗൈഡ് ലൈൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു ICMR, NIN, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഗൈഡ് ലൈൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മൾ എന്ത് തരത്തിലുള്ള ഡയറ്റാണ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറിനൊക്കെ എടുക്കേണ്ടതെന്നുള്ളത്. പക്ഷേ ഇതാരും ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ കൂടെ രാവിലെ നോക്കുമ്പോഴത്തേക്ക് ഒന്നേ അപ്പം, അല്ലെ ഇഡ്ഡലി, അതിൻ്റെ കൂടെ കുറച്ച് സാമ്പാർ, അല്ലെങ്കിൽ കുറച്ച് പരിപ്പ് കറി, അവിടെ ഒരു
പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരുന്നു, ഒരു ഹെൽത്തി ഫാറ്റ് ഡെഫിഷ്യൻസി വരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാർ കറികൾ കുറച്ചായിരിക്കാം, ഒരു പീസ് മീനോ ഒരു പീസ് ചെറിയ കഷ്ണം ചിക്കനാവാം. ഇനിയിപ്പോൾ അത് കഴിക്കാത്തവർക്ക് പ്രോട്ടീനായിട്ട് പ്ലാന്റ് സോഴ്സസിൽ നിന്ന് എന്തെങ്കിലും പ്രോട്ടീൻ ആവാം, ഇപ്പോൾ ടോഫുവോ പനീറോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ ഡിന്നറിന് പിന്നെ ഇത് തന്നെയാണ്. അപ്പോൾ ബേസിക്കലി ഇവിടെ ഒരു ഭയങ്കര പ്രോട്ടീൻ ഡെഫിഷ്യൻറ്റ് ഡയറ്റാണ് ഓൾറെഡി. പ്ലസ് നമ്മൾ ഈ കാർബിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന പലതരം ഓയിൽസ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഡെയിലി കുക്കിംഗ് ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ്. അപ്പം വെളിച്ചെണ്ണയുടെ കാര്യത്തെപ്പറ്റി പറയുമ്പം ഇവിടെ പല ആൾക്കാരുടെയും മനം നോവും. പക്ഷേ വെളിച്ചെണ്ണ ഒരു ഭയങ്കര ഡേഞ്ചർ ഓയിലാണ് ഫോർ ലിവർ മാത്രമല്ല ഹാർട്ട് ഹെൽത്തിനും. ഇതിൽ പഠനങ്ങൾ വരെയുണ്ട്. ഇപ്പം പല വ്യക്തികളും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയും വെളിച്ചെണ്ണ ഗുണമുള്ളതാണ്, അത് എല്ലാ ദിവസവും 2 ടീസ്പൂൺ എഴുന്നേൽക്കുമ്പോഴേ വെറും വയറ്റി കഴിക്കണം, അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റാന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ അവരുടെ ഓരോ ഡെലൂഷൻസ്, അവർ സ്വപ്നം കണ്ടതായിരിക്കാം അടുത്ത ദിവസം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ പറയുന്നതെല്ലാം ബേസ്ഡ് ഓൺ എവിഡൻസ് ആൻഡ് സ്റ്റഡീസാണ്. സ്റ്റഡീസ് എന്താ പറയുന്നത്? ഹൈലി സാച്ചുറേറ്റഡ് ഫാറ്റ്സ്, അതിനകത്ത് വെളിച്ചെണ്ണ, നെയ്യ്, ബട്ടർ, ഈ 3 സാധനം വരും. ഹൈലി സാച്ചുറേറ്റഡ് ഫാറ്റ്സ്. ഇതിൻ്റെ കൂടെ വേറെ സാധനം ഉള്ളത് പാം ഓയിലാണ്. അത് പിന്നെ പ്രോസസ് ഫുഡിനകത്ത് വരുന്നത്. പക്ഷേ നമ്മുടെ ഡെയിലി കുക്കിങ്ങിൽ വരുന്ന ഈ 3 സാധനമാണ്: നെയ്യ്, ബട്ടർ, വെളിച്ചെണ്ണ. ഇത് യൂസ് ചെയ്യുന്നവരിൽ ഹയർ റിസ്ക്കാണ്. അതായത് ഹാർട്ട് ഡിസീസ്, ഫാറ്റി ലിവർ, അതുപോലെ പല മെറ്റബോളിക് ഡിസീസസും, ഈ പറഞ്ഞ പോലെ ഹൈ കൊളസ്ട്രോൾ, ലിപ്പോപ്രോട്ടീൻ എ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. എല്ലാവരും ഇപ്പം LDLൻ്റെയും ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ പുറകെയാണ് പോകുന്നത്. അതല്ല ശരിക്കും ഇമ്പോർട്ടൻറ്റ്. ഈ ലിപ്പോപ്രോട്ടീൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതാണ് ശരിക്കും മെഷർ ചെയ്യേണ്ടത്. പലരുടെ LDL ഒക്കെ കുറവായിരിക്കാം, ഈ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നില്ല, അത് കുറവായിരിക്കാം. പക്ഷേ ലിപ്പോപ്രോട്ടീൻസ് ഹൈ ആയിരിക്കാം. അത് ഹൈ ആയിട്ടുള്ളവർക്കും ഇതുപോലെ ഹാർട്ട് ഡിസീസും ലിവർ ഡിസീസ് റിസ്ക് ഉണ്ട്. അപ്പം ഇതൊക്കെ ബാഡായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ് ഈ വെളിച്ചെണ്ണ. അപ്പം ഗൈഡ് ലൈൻസ് പറയുന്നത് വെളിച്ചെണ്ണ പോലെയുള്ള ഈ ഓയിൽസിൻ്റെ യൂസ് കുറച്ചിട്ട് നമ്മൾ കൂടുതലും റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ആൾക്കാർ പറയും ഞാൻ ഇമറിന്ന് പൈസ മേടിച്ചെന്ന്, ഈ സൺഫ്ലവർ ഓയിലുകാരുടെ എന്നൊക്കെ സ്ഥിരമുള്ള ഡയലോഗാണ്. പക്ഷേ ഇതാണ് സത്യം. സൺഫ്ലവർ ഓയിൽ, സാഫ്ലവർ ഓയിൽ, മസ്റ്റേർഡ് ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ, പിന്നെ നമ്മുടെ വേറെ പലതരത്തിലുള്ള ഓയിലുണ്ട്, ഒലിവ് ഓയിൽസ്, ഹെംപ് ഓയിൽ, ഇതൊക്കെ സീഡ് ഓയിൽസ് എന്ന് പറയും. അപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്ന സീഡ് ഓയിൽസ് ഭയങ്കര കെമിക്കലി പ്രോസസ്ഡ് ആണ്, അതിനകത്ത് പല പല വിഷാംശങ്ങളുണ്ട്, ഇത് ലിവറിനെയും കിഡ്നീനെയും ഒക്കെ അങ്ങനെ നശിപ്പിക്കുന്നതൊക്കെയാണ്. പക്ഷേ സ്റ്റഡീസ് നോക്കി, ഒരു ബ്യൂട്ടിഫുൾ സ്റ്റഡി ഉണ്ടായിരുന്നു ഒരു 3 years ബാക്ക്. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ നെയ്യ് വെച്ചിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിൽ ഒരു ഗ്രൂപ്പിനെ അവർ സെപ്പറേറ്റ് ചെയ്തിട്ട് ആ നെയ്യ് കഴിക്കുന്ന ഒരു ചെറിയ പോർഷൻ മാറ്റി റേപ്പ് സീഡ് ഓയിൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്. റേപ്പ് സീഡ് ഓയിൽ, ഇത് നമ്മുടെ ഇവിടെ ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കനോള ഓയിൽ എന്നൊക്കെ പറയും. അതിൻ്റെ ഒരു പോർഷനാക്കി. അതാക്കിയതോടെ 6 ആഴ്ചക്കുള്ളിൽ ഈ പറയുന്ന ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിന് ലിവർ ഫങ്ഷൻ ടെസ്റ്റൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് അവരുടെ ലിവർ ഫാറ്റ് കണ്ടൻറ്റ് കുറഞ്ഞ്. പക്ഷേ നെയ്യ് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ ലിവർ ഫാറ്റ് കണ്ടൻറ്റ് കൂടി, അവരുടെ വെയിറ്റ് കൂടി, അവരുടെ മെറ്റബോളിക് ഹെൽത്ത് കുറഞ്ഞു. ഇത് പ്രൂവൺ റാൻഡമൈസ് കൺട്രോൾ ട്രയലാണ്, ഹൈ ക്വാളിറ്റി. അപ്പം നമ്മുടെ ഫുഡിൽ നിന്ന് സാച്ചുറേറ്റഡ് ഫാറ്റ് സോഴ്സസ് കുറയ്ക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഗുണങ്ങളെ ഉണ്ടാകുന്നുള്ളൂ, അല്ലാതെ നമുക്കതിനകത്ത് പ്രോബ്ലംസ് വരുന്നില്ല. അപ്പോൾ വെളിച്ചെണ്ണ പോലെയുള്ള സോഴ്സസ് സാച്ചുറേറ്റഡ് ഫാറ്റ്സ്, ഇപ്പം നമ്മളെല്ലാവരും പാലും കുടിക്കുമല്ലോ, ഈ ഡയറി പ്രോഡക്ട്സിനകത്തും ഉണ്ട് സാച്ചുറേറ്റഡ് ഫാറ്റ്. അപ്പോൾ ഹോൾ മിൽക്കിനകത്തും ഡബിൾ ടോൺ മിൽക്കിനകത്തും സ്കിംഡ് മിൽക്കിനകത്തും ഈ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കുറവാണ്. അപ്പോൾ ഒരു അഡൾട്ട് ശരിക്കും പറഞ്ഞാൽ ഹോൾ മിൽക്ക് ഡെയിലി കഴിക്കാൻ പാടില്ല. അത് നമുക്ക് ഫാറ്റ് കൂട്ടത്തുള്ളൂ, സാച്ചുറേറ്റ് ഫാറ്റ് കൂട്ടത്തുള്ളൂ. പിള്ളേർക്ക് അത് കൊടുക്കാം, ബിക്കോസ് അവരുടെ ബ്രെയിനൊക്കെ വളരുന്നത് സാച്ചുറേറ്റ് ഫാറ്റ്സ് വേണം. പക്ഷേ അഡൾട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് കൂടുതലും ലോവർ ലെവൽസ് ഓഫ് സാച്ചുറേറ്റ് ഫാറ്റ്സ് ആണ്. അപ്പം ഈ വെളിച്ചെണ്ണ മാതിരി തന്നെ മിൽക്ക് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ മിൽക്ക് ബേസ്ഡ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ തൈരാണെങ്കിലും പനീറാണെങ്കിലും മോരാണെങ്കിലും, ഇതൊക്കെ ലോ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള മിൽക്കിൽ നിന്ന് വേണം അതൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ഡയറിയും ഈ ഫെർമെൻറ്റഡ് ഡയറിയൊക്കെ യൂസ് ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റിയാണ് കൂടുതലും തൈരും മോരൊക്കെ. അപ്പോൾ അതിനകത്തുനിന്നും ഇതുപോലെ സാച്ചുറേറ്റ് ഫാറ്റ്സ് കയറുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ മെറ്റബോളിക് ഹെൽത്തും ലിവർ ഫാറ്റൊക്കെ കൂട്ടുന്ന സാധനങ്ങൾ. അപ്പോൾ വെളിച്ചെണ്ണയുടെ അളവ് കുറയ്ക്കുക, അത് ഒക്കേഷണലി ആക്കുക. ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകുന്നു, അല്ലെങ്കിൽ ഒരു പെരുന്നാളിന് പോകുന്നു, ആ പരിപാടിക്കൊക്കെ ഓക്കെ, വല്ലപ്പോഴും ഒരു വെളിച്ചെണ്ണയിൽ എന്തെങ്കിലും ആവാം. അല്ലെ ഫാമിലി ഒരു ദിവസം ഒരു രാത്രിയിൽ തട്ടുകട പോകാൻ തീരുമാനിക്കുന്നു, ചിക്കൻ 65 ദോശയും കഴിക്കാൻ തീരുമാനിക്കുന്നു, ഓക്കെ. പക്ഷേ ഡെയിലി ബേസിസിൽ വെളിച്ചെണ്ണയുള്ള കുക്കിംഗ് കുറയ്ക്കണം. അതിൽ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് വരും. ഇപ്പോൾ ഈ എയർ ഫ്രയറിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ശീലം ഇപ്പോൾ ഉണ്ടല്ലോ, അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്. ബെനിഫിറ്റ് ഉണ്ട്, പക്ഷേ എയർ ഫ്രയറിൻ്റെ ആവശ്യം
മാൻഡേറ്ററി അല്ല. എയർ ഫ്രയർ ഇല്ലാതെ നമുക്ക് ഹെൽത്തി ആയിട്ട് മീൽസ് ഉണ്ടാക്കാമല്ലോ. പക്ഷേ എയർ ഫ്രയർ എന്ന് പറയുന്ന ഒരു സംഭവം ആൾക്കാർ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നു ഒരു ബിസിനസ് പെർസ്പെക്റ്റീവ്, പ്രൊമോഷണൽ പെർസ്പെക്റ്റീവ് ഉണ്ട്. പക്ഷേ എയർ ഫ്രയർ അല്ലാതെയും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലുള്ള ലോക്കലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ഹെൽത്തി മീൽസ് ഉണ്ടാക്കാം. അതിന് വേറെ ഒരാളുടെ ഒരു 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 ആം, എന്താ പറയുക, ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒന്നും എക്സ്ട്രാ ഹെൽപ്പ് വേണ്ടി വരുന്നില്ല. നമ്മളിപ്പം ഡയറി പ്രൊഡക്ഷൻ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പം ഈ പ്രോബയോട്ടിക് എന്നൊക്കെ പറയുന്ന സംഗതി, അതും ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഈ ഡയറി പ്രൊഡക്റ്റുകളിലും. അതെ അതെ, ഈ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. രഹസ്യം എന്താണ്? ലോകത്തെ ഏറ്റവും വലിയ തട്ടിപ്പാണ് പ്രോബയോട്ടിക് ഇൻഡസ്ട്രി. പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ്സ്, പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഗുഡ് ബാക്ടീരിയ, ഗുഡ് ലിവിങ് ബാക്ടീരിയ. അതിനകത്ത് ബാക്ടീരിയയാണ് കൂടുതൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ പറഞ്ഞാൽ നമ്മുടെ മൈക്രോബയോം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, നമുക്കൊരു ജനോമും ഉണ്ട്, ഒരു മൈക്രോബയോം ഉണ്ട്. ജനോം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറ്റിക് മേക്കപ്പ്. മൈക്രോബയോം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അണുക്കളുടെയും ഒരു ശേഖരം. അത് എല്ലായിടത്തും ഉണ്ട് മൈക്രോബയോം. നമുക്ക് ഹെൽത്തി മൈക്രോബയോം വേണം. ഇപ്പോൾ സ്കിൻ മൈക്രോബയോം ഉണ്ട്, ഓറൽ മൈക്രോബയോം ഉണ്ട്, നമ്മുടെ ചെറുകുടലിൽ വൻകുടലിൽ മൈക്രോബയോം ഉണ്ട്, ചെവിക്കകത്തൊരു മൈക്രോബയോം ഉണ്ട്, കണ്ണീരിലൊരു മൈക്രോബയോം ഉണ്ട്. ഇതെല്ലാം ഡിഫറൻ്റ് ആണ്. അപ്പം ഹെൽത്തി മൈക്രോബയോം നമ്മുടെ നോർമൽ ഫിസിയോളജിക്കൽ ഫങ്ഷനിങ്, നമ്മുടെ നോർമലായിട്ടുള്ള ഡൈജസ്റ്റീവ് പ്രോസസ്സ്, ഇമ്മ്യൂൺ ഫങ്ഷൻസ്, ഇൻഫ്ലമേറ്ററി, ഇപ്പം എന്തെങ്കിലും അസുഖങ്ങൾ, ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോഴത്തേക്ക് അതിനെതിരെയുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി മൈക്രോബയോം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിനകത്ത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ബാക്ടീരിയയാണ്. ബിക്കോസ് ബാക്ടീരിയയാണ് ഏറ്റവും കൂടുതൽ നമ്മളിലുള്ളത്. പക്ഷേ മറ്റുള്ളവർ വേണ്ടെന്നല്ല. അപ്പോൾ അതിനകത്ത് ബാക്ടീരിയ മാത്രമല്ല, വൈറസ്, പിന്നെ ബാക്ടീരിയോ ഫേജ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ വൈറസിനെ, ബാക്ടീരിയ തിന്നുന്ന വലിയ വൈറസുകളാണത്, ബാക്ടീരിയോ ഫാജ്. പിന്നെ ആർക്കൈ എന്നൊക്കെ പറഞ്ഞ പഴയ കാലത്തുള്ള ടൈപ്പ് ഓഫ് മൈക്രോബയോംസ് ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പ്രോബയോട്ടിക് എന്ന് പറയുന്ന സംഭവം ഇപ്പം ഇത് പ്രൊമോട്ട് ചെയ്യുന്ന പല പല കാര്യങ്ങളിലാണ്. ഇപ്പം ഫോർ ബെറ്റർ ഡൈജഷൻ പ്രോബയോട്ടിക് വരുന്നുണ്ട്. എന്തിന്? നമ്മളെ ഉറക്കാൻ വേണ്ടിയുള്ള പ്രോബയോട്ടിക് ഇപ്പോൾ ഉണ്ട്. അതായത് ചില ബാക്ടീരിയ നമ്മൾ കഴിച്ചാൽ നമുക്ക് ഉറക്കം കൂടുതൽ കിട്ടുമെന്ന് പറയുന്ന സെറ്റപ്പൊക്കെ ഉണ്ട്. ഇപ്പം ഭയങ്കരമായി മാർക്കറ്റ് ചെയ്യുന്ന വേറെ പ്രോബയോട്ടിക്സ് ഉണ്ട്. അതായത് ഇൻഫെർട്ടിലിറ്റി, പ്രസവിക്കാൻ സാധിക്കുന്നില്ല, പിള്ളേരുണ്ടാക്കാൻ സാധിക്കുന്നില്ല, അങ്ങനെയുള്ള ആൾക്കാരിലും പ്രോബയോട്ടിക്സ് കൊടുക്കുന്ന മഹാന്മാരുണ്ട്. അപ്പോൾ പ്രോബയോട്ടിക്സിൻ്റെ യൂസ് ഭയങ്കര വൈഡാണ്. പക്ഷേ അതിൻ്റെ എവിഡൻസ്, ആ ക്ലെയിമിനുള്ള എവിഡൻസ് വളരെ വീക്കാണ്. ഇപ്പോൾ പ്രോബയോട്ടിക്സ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പ്രോബയോട്ടിക്സിലെ ടെസ്റ്റിങ്, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡീസ് നോക്കിയാൽ രണ്ടേ കാര്യങ്ങളേ ഉള്ളൂ പ്രോബയോട്ടിക്സിൻ്റെ യൂസ്. ഒന്ന്, പിള്ളേരിൽ ആൻറ്റിബയോട്ടിക് അസോസിയേറ്റഡ് ഡയറിയ. അതായത് പിള്ളേരിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഒരു ഇൻഫെക്ഷന് കൊടുക്കുമ്പം ചിലവരിൽ വയറ്റിളക്കം വരാം ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രസൻസിൽ. അതിൻ്റെ സിവിയറിറ്റി, അതിൻ്റെ ഫ്രീക്വൻസി, അതിൻ്റെ റിസ്ക് കുറയ്ക്കാൻ പ്രോബയോട്ടിക്സ് കൊടുക്കാൻ പറയുന്നുണ്ട്. ഇത് ഓൾറെഡി പ്രൂവൺ ആണ് ട്രയൽസിൽ. രണ്ടാമത്തത്, ഭയങ്കര ചെറിയ പിള്ളേരിൽ, അതായത് ഈ പ്രീടേം ഇൻഫൻസ് ഒക്കെ ഉണ്ടല്ലോ, അവരിൽ നെക്രോട്ടൈസിങ് എൻട്രോകൊളൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു സിവിയർ ഡിസീസ് ഉണ്ട്. ഈ ചെറുകുടലിലെ വൻകുടലിലെ ഒരു അൾസറേറ്റീവ് ഡിസീസാണ്. അത് ഭയങ്കര ഡെത്ത് റേറ്റ് ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി പ്രോബയോട്ടിക് തെറപ്പി യൂസ്ഫുള്ളാണ്. ഇതാണ് റെക്കമെൻഡേഷൻസിലുള്ളത്. ബാക്കി നമ്മൾ കാണുന്ന എല്ലാ പ്രോബയോട്ടിക് ആപ്ലിക്കേഷനും ആൾക്കാർ തോന്നിയ പോലെ ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രോബയോട്ടിക്, ഇപ്പം ഓട്ടിസം ഭയങ്കര തട്ടിപ്പാണ്. ഈ വെൽനസ് ആൾക്കാർ പിള്ളേരുടെ മലമെടുത്ത്, ഈ ഓട്ടിസ്റ്റിക് പിള്ളേരുടെ മലമെടുത്തിട്ട് വലിയ ശരീരത്തിലുള്ള ഗുഡ് ബാക്ടീരിയ, ബാഡ് ബാക്ടീരിയനെ കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് കുറേ പ്രോബയോട്ടിക്സ് എഴുതി കൊടുത്ത് ഓട്ടിസം ശരിയാക്കാമെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള തട്ടിപ്പ് വരെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം പ്രോബയോട്ടിക്സിൻ്റെ ആപ്ലിക്കേഷൻ ശരിക്കും പറഞ്ഞാൽ മെഡിസിനിലല്ല, പ്രോബയോട്ടിക്സ് ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ടാണ് പുറത്തിറക്കുന്നത്. അപ്പോൾ ഫുഡ് സപ്ലിമെൻ്റ് ആകുമ്പോൾ അതിനകത്ത് ശരിയായ ടെസ്റ്റിങ്ങോ സേഫ്റ്റി ഒന്നും വേണ്ട, നമുക്ക് മാർക്കറ്റ് ചെയ്യാം തോന്നിയ പോലെ. ഒരു വേഗ് ടേം യൂസ് ചെയ്യുക, ഇംപ്രൂവ്സ് ഇമ്മ്യൂണിറ്റി, റെഡ്യൂസസ് സിംറ്റംസ് ഓഫ് ഓട്ടിസം. അല്ലാതെ ഓട്ടിസം ശരിയാക്കുമെന്ന് പറയുന്നില്ല, റെഡ്യൂസസ് സിംറ്റംസ് ഓഫ് ഓട്ടിസം ഒക്കെ മാർക്കറ്റ് ചെയ്യാം, അത് ഗവൺമെൻറ് അലൗ ചെയ്യും. അപ്പം അങ്ങനെ കുറേ തട്ടിപ്പ്. അപ്പോൾ പ്രോബയോട്ടിക്സ് കഴിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, പ്രോബയോട്ടിക് തെറപ്പി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റെക്കമെൻഡേഷൻസ് കയ്യിലെണ്ണാവുന്നതേ ഉള്ളൂ, ബാക്കി എല്ലാം ഫ്രോഡ് പരിപാടികളാണ്. ഇറ്റ്സ് ജസ്റ്റ് ഫ്രോഡ് വെൽനസ് മാർക്കറ്റിംഗ്, പ്രൊമോട്ടഡ് അല്ല. അത് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഒരു അഡീഷണൽ പോയിന്റ്, നമ്മൾ കുറച്ച് പബ്ലിക് ഹെൽത്ത് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അതായത് പബ്ലിക്കിന് വേണ്ടിയും പേഷ്യൻസിന് വേണ്ടിയും നമ്മുടെ ഭാഗത്തുനിന്ന് പബ്ലിക് ഫണ്ടഡ് ആയിട്ടുള്ള കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം പ്രോട്ടീൻ പ്രോജക്റ്റ്, അങ്ങനത്തെ കുറേ വർക്ക്, ജനറിക് മെഡിസിൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഞങ്ങളുടെ മൂന്നാമത്തെ വർക്ക് പ്രോബയോട്ടിക്സിലാണ്. അപ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു പൈലറ്റ് ട്രയൽ നമ്മൾ ചെയ്തിരുന്നു. കുറേ പ്രോബയോട്ടിക്സ് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, ഞങ്ങൾ മേടിച്ചിട്ട് ഈ പ്രോബയോട്ടിക്സിനകത്ത് ഈ പറയുന്ന ബാക്ടീരിയ ഒക്കെ ഉണ്ടോ ഇല്ലയോ, ഇതൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ ചത്തോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഞങ്ങളൊരു ടെസ്റ്റ് നടത്തി. അതിനകത്ത് ഞങ്ങൾ കണ്ടുപിടിച്ചത് ഓൾമോസ്റ്റ് 90% വിൽക്കുന്ന പ്രോബയോട്ടിക്സിനകത്ത് ഇവർ ഈ പറയുന്ന ബാക്ടീരിയൽ സ്ട്രെയിൻ ഒന്നും ഇല്ല. ലൈവ് കൾച്ചർ, ലൈവ് ബാക്ടീരിയ എന്ന് പറയുന്നതിനകത്ത് അങ്ങനെ ഒരു ബാക്ടീരിയ ജീവിച്ചിരിപ്പേ ഇല്ല. എക്സിപ്പിയൻസും അഡിറ്റീവ്സും മാത്രമേ ഉള്ളൂ.
അപ്പോൾ നമ്മൾ ഈ കിട്ടുന്ന പ്രോബയോട്ടിക്സ്, നിങ്ങൾ ഈ മേടിച്ച് കഴിക്കുന്ന പ്രോബയോട്ടിക്സിനകത്തൊക്കെ ഈ പറയുന്ന ബാക്ടീരിയ ഒന്നും ചിലപ്പം കാണത്തുമില്ല, ഉണ്ടാവില്ല, ഫുള്ളി അൺറെഗുലേറ്റഡ്. സാധാരണഗതിക്ക് ഒരു ഡോക്ടർ എന്ന ഒരു ഒരു പ്രൊഫഷനിൽ രണ്ട് തരത്തിലാണ് മാനിഫെസ്റ്റ് ചെയ്യാറുള്ളത്. ഒന്നെന്ന് വെച്ചാൽ അവർ ക്ലിനീഷ്യൻസ് ആയിരിക്കാം, ഒന്നുകിൽ ഡെയിലി ക്ലിനിക്കിൽ പോകുന്നു, അല്ലെങ്കിൽ സർജൻ വാട്ട് എവർ ഇറ്റ് ഈസ്, അപ്പം പ്രാക്ടീസിലേക്ക് പോകുന്ന ഒരു സൈഡിൽ. മറ്റൊരു സൈഡിൽ അവർ ചിലപ്പം റിസർച്ചേഴ്സ് ആയിരിക്കാം, ഫുൾ ടൈം റിസർച്ചേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഇവർ രണ്ടും കൂടെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷേ ഡോക്ടർ കേസിൽ പറയുമ്പോൾ അത് വേറൊരു ലെയർ ഓഫ് അവതാർ കൂടി ഉണ്ട് അതിനകത്ത്. ഡോക്ടർ ഒരു വൈകുന്നേരം ആയി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ട് ഒരു ഈ പറഞ്ഞ പോലെ എവിഡൻസ് ബേസ്ഡ് അല്ലാത്ത മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനെതിരെ അവരെ കോൾ ഔട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്ന, ഒരു റിഡിക്യൂൾ ചെയ്യുന്ന, ഒരു മെഡിക്കൽ വിജിലാൻറ്റി എന്നൊക്കെ പറയാവുന്ന ഒരു റോളിൽ, ഒരു സേവിയർ റോളിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ഡ്രൈവ്? അതിൻ്റെ ഡ്രൈവ് എന്ന് പറയുന്നത് ഡോക്ടറിൻ്റെ മീനിങ് തന്നെയാണ്. ഡോക്ടറിൻ്റെ മീനിങ്, ആ വാക്കിൻ്റെ മീനിങ് ഇസ് ടീച്ചർ. ഇപ്പം ഈ പറഞ്ഞ മാതിരി നമുക്ക് 3 റോൾസ് ആവാമല്ലോ. ഒന്ന്, ഇരുന്ന് കാണുക പേഷ്യൻസിനെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ 100 പേഷ്യൻസിനെ ഇരുന്ന് കാണുക, വീട്ടിൽ പോവുക, വേണ്ട പോലെ പൈസ ഉണ്ടാക്കുക, രാവിലെ ഇരുന്ന് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുക, പിന്നെയും പൈസ ഉണ്ടാക്കുക. ഇങ്ങനെ ഒരു ലൈഫ്. ഇങ്ങനെയായിരുന്നു ഡോക്ടേഴ്സിൻ്റെ ലൈഫ് വെരി ലോങ് ബാക്ക്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് അക്കാഡമിക് ഡോക്ടേഴ്സ് വരുന്നുണ്ട്. അതായത് ക്ലിനിക്സ് മാത്രമല്ല, റിസർച്ചും ചെയ്യുന്നുണ്ട്. ക്ലിനീഷ്യൻ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്, ഞാനൊക്കെ ക്ലിനീഷ്യൻ സയൻറ്റിസ്റ്റ് ഗ്രൂപ്പിൽ പെടുന്ന. അപ്പോൾ നമ്മൾ രോഗികളെ കാണുന്ന മാത്രമല്ല, രോഗികളുടെ പൊക്കത്ത് നമ്മൾ എത്തിക്കലായിട്ടുള്ള പഠനങ്ങളും നടത്തി, പുതിയ പഠനങ്ങളും നടത്തി, കുറേ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും അങ്ങനെ ചെയ്ത് നമ്മൾ ഈ പ്രാക്ടീസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു ടോട്ടൽ ക്ലിനീഷ്യൻ റിസർച്ചർ മോഡാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നമ്മുടെ കോൺഫറൻസിൽ പോകുന്നു, നമ്മുടെ പഠനങ്ങളും നമ്മുടെ കണ്ടുപിടുത്തങ്ങളും അവിടെ പറയുന്നു, അവരായിട്ട് ഡോക്ടേഴ്സായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഇത് പക്ഷേ അവിടെ തീരുവാണ്. അതായത് ആ റൂമിൽ ആ ഡിസ്കഷൻ ചെയ്തു, പുതിയ പഠനങ്ങൾ ഇതാണ് പബ്ലിഷ് ചെയ്തു, കുറേ റിസർച്ചേഴ്സ് നമുക്ക് കൈയടി തന്നു, അതൊരു നല്ല ജേർണലിൽ വന്നു, അത് ദെൻ ലോങ് ഫോർഗോട്ടൻ, അടുത്ത സ്റ്റഡി വരുന്നു, അങ്ങനെ പോകുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഡൗൺ സ്ട്രീം ഇഫക്റ്റ് എന്താണ്? ഇപ്പം ഞാനിത് ഏറ്റെടുക്കാനുള്ള മെയിൻ ഒരു കാരണം, ഞാനിപ്പം ഡൽഹിയിലാണ് എൻ്റെ ഹെപ്പറ്റോളജി പ്രാക്ടീസ് ട്രെയിനിങ് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത് ആൽക്കഹോൾ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വലിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആൽക്കഹോൾ യൂസ് ഡിസോർഡർ, ആൽക്കഹോൾ ലിവർ ഡിസീസ് പറ്റി കൂടുതൽ പഠിക്കുക, എസ്പെഷ്യലി പറയുന്ന മൈക്രോബയോം റിസർച്ച്. നമുക്കാണ് ഏറ്റവും കൂടുതൽ മൈക്രോബയോം റിസർച്ച് പബ്ലിക്കേഷൻസ് ഈ ഫീൽഡിൽ ഇന്ത്യയിൽ നിന്ന്. ആക്ച്വലി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ, ഇൻക്ലൂഡിങ് സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ്. അപ്പോൾ അത് ഇവിടെ കേരളത്തിൽ വന്നിട്ട് പ്രൊമോട്ട് ചെയ്യുക, പെർഫോം ചെയ്യുക, അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക, അങ്ങനെ റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു മൈൻഡ്. അങ്ങനെ വന്നിരുന്ന് ഞാൻ പേഷ്യൻസിനെ കാണാൻ തുടങ്ങി. കുറേ കഴിയുമ്പോഴത്തേക്ക് കുറേ ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിൽ, നല്ല മഞ്ഞപ്പിത്തമുള്ള പേഷ്യൻസിലൊക്കെ നമുക്ക് കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ആൽക്കഹോൾ അല്ല, വൈറസ് അല്ല, ഈ പറയുന്ന ചില മോഡേൺ മെഡിസിൻസ് കഴിച്ചാലും ലിവർ ടോക്സിറ്റി വരും. അങ്ങനത്തെ മോഡേൺ മെഡിസിൻസ് ഒന്നും ഇവർ കഴിച്ചിട്ടില്ല. ഭയങ്കര മിസ്റ്റീരിയസ് ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ്. കുറേ ഡിഗ് ചെയ്ത് നോക്കിയപ്പം നമ്മൾ പിന്നെ ഒരു CIA മോഡിൽ കയറും. ഡോക്ടേഴ്സ് എപ്പോഴും അങ്ങനെയാണ്. ഡോക്ടറിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു ക്രൈം ത്രില്ലർ മാതിരിയുള്ളൊരു ലൈഫാണ് ശരിക്കും ഡെയിലി. അപ്പം അങ്ങനെ കുത്തി നോക്കിയപ്പം ആണ് ഈ ഇതര വൈദ്യങ്ങൾ, അതായത് ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് പലതും ഈ പേഷ്യൻസ് കഴിക്കുന്നുണ്ട്. ഹോമിയോപ്പതി മുതൽ ആയുർവേദം, സിദ്ധ, യുനാനി എല്ലാം ഉണ്ട്. അങ്ങനെ കുറേ, അതുമാത്രമല്ല ഡയറ്ററി സപ്ലിമെൻറ്റ്സ്, ഹെർബൽ സപ്ലിമെൻറ്റ്സ് അങ്ങനെ എടുക്കുന്ന ആൾക്കാർ. അവരിലൊക്കെയാണ് നമ്മൾ ഈ മഞ്ഞപ്പിത്തം ഡയഗ്നോസ് ചെയ്യും. മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ രോഗലക്ഷണമാണ്, രോഗം അതല്ല. രോഗത്തിൻ്റെ കാരണം ഈ ഹെർബൽ ലിവർ ഇഞ്ചുറിയാണ്, ഈ ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറിയാണ്. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിനെ നമ്മൾ കാണുകയുണ്ടായി. അപ്പം ഈ പേഷ്യൻസിനെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇവരെ ട്രീറ്റ് ചെയ്യാൻ. ബിക്കോസ് ഇവർ കഴിക്കുന്ന 1-2 പ്രോഡക്ട്സ് അല്ല, മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ പ്രോഡക്ട്സിനൊക്കെ എതിരെ കൊടുക്കാനുള്ള മരുന്നും നമ്മുടെ കയ്യിലില്ല, ആൻറ്റിഡോട്ട്സ് ഒന്നും ഇല്ല. ഭയങ്കര കോംപ്ലക്സ് ലിവർ ഇഞ്ചുറിയാണ്. അപ്പം അങ്ങനത്തെ പേഷ്യൻസ് ഒന്നെങ്കിൽ അവർ റിക്കവർ ചെയ്യും, അല്ലേ അവർ മരണപ്പെടും, അല്ലേ അവർ ട്രാൻസ്പ്ലാന്റിന് പോകും. ഈ റിക്കവറി എന്ന് പറയുന്നത് ഭയങ്കര റെയർ ഇവൻ്റാണ്. അപ്പോൾ ഐദർ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ ഡെത്താണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ പേഷ്യൻസിനെ നമ്മൾ കൂടുതൽ കാണുകയുണ്ടായി. അപ്പോൾ ഇതിനെപ്പറ്റി ഞങ്ങൾ പഠനം ചെയ്തു. ഫസ്റ്റ് പബ്ലിക്കേഷൻ ആയുർവേദ മരുന്നുകൾ മൂലം കരൾ രോഗം ഉണ്ടാകുന്നുള്ളതിൻ്റെ പഠനം എൻ്റെയാണ്. ഫസ്റ്റ് 2017 ഇന്ത്യൻ ജേർണൽ ഓഫ് ഗ്യാസ്ട്രോളജി പബ്ലിഷ് ചെയ്തു. അത് അമേരിക്കയിൽ പോയി ഞാൻ പ്രസൻറ്റ് ചെയ്തു. എനിക്കൊരു അവാർഡ് കിട്ടി. എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് IMA അതിൻ്റെ ഒരു അവാർഡ് തന്നു. കുറേ അവാർഡുകൾ മേടിച്ചു കൂട്ടി. പക്ഷേ ഡെയിലി ഞാൻ പേഷ്യൻസിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ ഈ OPDയുടെ 4 ചുറ്റിലും ഇരുന്ന് പേഷ്യൻസിനെ ചികിത്സിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് വി ഹാവ് ടു ബ്രേക്ക് ദ വാൾസ്. ഈ മതിലുകളൊക്കെ പൊളിച്ചിട്ട് നമ്മൾ പബ്ലിക്കിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി പറയണം. ബിക്കോസ് അൾട്ടിമേറ്റ്ലി നമുക്ക് എന്താ വേണ്ടത്? എനിക്ക് ഈ പേഷ്യൻസിനെ കാണേണ്ട ഒരാവശ്യമില്ല, ഈ പേഷ്യൻസ് വരേണ്ട ഒരാവശ്യമില്ല. ബിക്കോസ് ഇതൊരു അവോയ്ഡബിൾ ഡിസീസാണ്, അവോയ്ഡബിൾ ഇഞ്ചുറിയാണ് ഇത്. അതായത് ഇങ്ങനത്തെ അൺനെസസറി എവിഡൻസ് ഇല്ലാതെ പല ക്ലെയിംസ് വെച്ചിട്ട് ചുമ്മാ വിൽക്കുന്ന ഇങ്ങനത്തെ ഈ സപ്ലിമെൻറ്റ്സും ഹെർബൽസും കഴിച്ച് ലിവർ ഇഞ്ചുറി ഉണ്ടാക്കേണ്ട ഒരാവശ്യവും നമുക്കാർക്കും ഇല്ല.
അപ്പോൾ അതിനെപ്പറ്റി ടീച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെയാണ് ആ പബ്ലിക് പേഴ്സണ ആദ്യം ഉണ്ടായത്. ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് പ്രാക്ടീസേഴ്സ് ആർ ഹാംഫുൾ. ഇത് നമുക്ക് പ്രശ്നം തരും, ഇതിൽ സൈഡ് എഫക്ട്സ് പലതും ഉണ്ട്, നമ്മൾ വിചാരിച്ച പോലെ അത്ര സേഫ് നാച്ചുറൽ അങ്ങനെ അല്ല എന്നുള്ളതിൻ്റെ കാര്യങ്ങളെപ്പറ്റി പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ OPD സയൻറ്റിസ്റ്റ് റിസർച്ച് എന്നുള്ള ആ ഒരു റോള് മാറി ഒരു പബ്ലിക് ഹെൽത്ത് ആക്ടിവിസ്റ്റും കൂടെ ആയത്. അപ്പം ഇത് ബേസിക്കലി ഒരു ഡോക്ടറുടെ കടമയാണ്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡു നോ ഹാം ആണ്, സെക്കൻഡ് ഇസ് ടു ടീച്ച്, എഡ്യൂക്കേറ്റ് ദ പബ്ലിക്. വില്യം ഓസ്ലർ പറഞ്ഞ എന്താണ്, ദ ഫസ്റ്റ് തിങ് ദാറ്റ് എ ഡോക്ടർ മസ്റ്റ് ഡു ഇസ് ടു മേക്ക് ഷുവർ ഓർ എഡ്യൂക്കേറ്റ് ദ പബ്ലിക് ദാറ്റ് ദേ ഡോണ്ട് നീഡ് മെഡിസിൻ. മെഡിസിൻ്റെ ആവശ്യമില്ല എന്നാണ് ആദ്യമേ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ആ പ്രശ്നം അവിടെ വന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ പ്രധാനമായിട്ട് വരുന്ന ചില തരത്തിലുള്ള ലേഹ്യങ്ങൾ, കഷായങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ പറഞ്ഞ ലിവർ ഡാമേജ് ആയിരിക്കും ഫസ്റ്റ് ഡിറ്റക്റ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ശരിയല്ലാതെ ഉപയോഗിക്കുന്നത്. പക്ഷേ ആയുർവേദം എത്രയോ കാലമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നു. ആയുഷ് പോലുള്ള മിനിസ്ട്രികൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു, കരിക്കുലത്തിൽ പഠിപ്പിക്കുന്നു, MD വരെ പഠിക്കാൻ പറ്റും. അപ്പം അതിൽ നല്ല അംശങ്ങളും ഉണ്ടാകില്ലേ? അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള. അപ്പം ഈ ആയുർവേദം എന്ന് പറയുമ്പോൾ ഭയങ്കര സെൻറ്റിമെൻ്റൽ വാല്യൂ ഉണ്ടല്ലോ, ഇമോഷണലാണ് ആൾക്കാർ. മനുഷ്യരെല്ലാവരും ഭയങ്കര ഇമോഷണൽ ക്രീച്ചേഴ്സാണ്. അപ്പം ആയുർവേദത്തെ പറ്റി പറയുമ്പം ഇപ്പം ഞാൻ പറയുന്നു ഈ ഒരു പർട്ടിക്കുലർ ആയുർവേദ മരുന്ന് കഴിച്ചിട്ട് കരൾ ഡാമേജ് വന്നു. ആദ്യത്തെ അവരുടെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എന്തും അമിതമായി കഴിച്ചാൽ പ്രശ്നമാണെന്നാണ്. അത് തെറ്റാണ്. അതായത് ഇവിടെയാണ് അതിൻ്റെ ഒരു ഡീപ്പർ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഇപ്പം ലിവർ ഡാമേജ് എടുത്തോ, ഇപ്പം മരുന്ന് മൂലമുള്ള കരൾ രോഗങ്ങൾ, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ലിവർ ഇഞ്ചുറി, അത് മോഡേൺ മെഡിസിൻസിലുണ്ട്, ഓൾട്ടർനേറ്റീവ് മെഡിസിൻസിലുണ്ട്. അത് രണ്ട് തരത്തിലാണ്. ഒന്ന് ഡോസ് ഡിപ്പെൻഡൻറ്റ്, ഒന്ന് ഡോസ് ഇൻഡിപെൻഡൻറ്റ്. ഡോസ് ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ, ഡോസ് ഡിപ്പെൻഡൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മോഡേൺ മെഡിസിന് മാത്രമേ ഉള്ളൂ. ബിക്കോസ് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളുടെ എല്ലാത്തിൻ്റെയും ഒരു സേഫ് റേഞ്ച്, ഇഫക്റ്റീവായിട്ടുള്ള റേഞ്ച് നമുക്കറിയാം. ആ റേഞ്ചിന് മുകളിൽ പോയാലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നറിയാം. ഏറ്റവും കോമൺ എക്സാമ്പിൾ ഞാൻ എടുക്കാം, പാരസെറ്റമോൾ. പാരസെറ്റമോളിനെ പേടിയുള്ള ഇത്രയും കൂടുതൽ ജനത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, കേരളത്തിലല്ലാതെ. ഏറ്റവും സേഫസ്റ്റ് മരുന്നാണ് കേട്ടോ, പനിക്കും വേദനയ്ക്കൊക്കെ യൂസ് ചെയ്യാം, വളരെ സേഫാണ്, ഒരു റേഞ്ച് ഉണ്ട്. സാധാരണ രീതിയിൽ ഹെൽത്തി ആൾക്കാരിലൊക്കെ പാരസെറ്റമോൾ അപ് ടു 4 grams per day ഫോർ 3 days ഓക്കെയാണ്. 4 grams പറഞ്ഞാൽ 500 mg എത്ര ഗുളിയാണ്? 4 ഗുളിയാണ് പെർ ഡേ. 8 ഗുളിക ആണ് പെർ ഡേ. അത്രയൊന്നും കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല, എന്നാലും ഇറ്റ് ഈസ് സേഫ്. പിന്നെ ലിവർ രോഗമുള്ളവരിൽ അത് അപ് ടു 2 grams വരെ ആക്കും. അത് അത്രേ ഉള്ള ഡിഫറൻസ് അങ്ങനെ. അപ്പോൾ പാരസെറ്റമോൾ നമ്മൾ ഒരു ലെവലിൽ കൂടുതൽ കഴിച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 8 gram 10 gram ഒറ്റയടിക്കാൻ കഴിച്ചാൽ അത് ലിവറിനെ ഡാമേജ് ചെയ്യും. ഈ പറയുന്ന പാരസെറ്റമോൾ മൂലമുള്ള കരൾ രോഗങ്ങളും കളർ ഡാമേജും ലിവർ ഫെയിലർ, ലിവർ ട്രാൻസ്പ്ലാന്റ് എല്ലാം നടക്കുന്നത് സൂയിസൈഡ് ഇൻറ്റൻ്റ് ആണ്. ആൾക്കാർ അറിഞ്ഞുകൊണ്ട് ഇത്രയും കഴിച്ച് മരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, അല്ലാതെ പാരസെറ്റമോൾ ഉണ്ടാക്കുന്ന നല്ലത്. രണ്ടാമത് ആക്സിഡൻ്റൽ പോയ്സണിങ്. ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഭയങ്കര പനി വരുമ്പോഴേ മാതാപിതാക്കൾ പേടിക്കും. അപ്പോൾ അവർ 2-3 ഡ്രോപ്പ് പാരസെറ്റമോൾ കൊടുക്കും. അവരൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യും, പനി കുറയുന്നില്ല, പിന്നെയും കൊടുക്കും. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നിട്ട് അങ്ങനെ ആക്സിഡൻ്റൽ ഓവർഡോസ് വന്നിട്ട് പോയ്സണിങ് ആയിട്ട് ലിവർ ഡാമേജ് വരും. അല്ലാതെ പാരസെറ്റമോൾ നോർമലി കഴിച്ചാൽ ലിവർ ഡാമേജ് വരത്തുമില്ല, സിറോസിസും വരത്തില്ല. അത് ഡോസ് ഡിപ്പെൻഡൻ്റ് ആണ്. പിന്നെ ഒരു ഡോസ് ഇൻഡിപെൻഡൻറ്റ്, അതായത് ഏത് ഡോസിലും എത്ര ദിവസം കഴിച്ചാലും, ഒരു ദിവസം കഴിച്ചാലും 1 വർഷം കഴിച്ചാലും വരുന്ന സൈഡ് എഫക്റ്റ്. ഇതാണ് ഏറ്റവും ഡേഞ്ചറസ്. അതായത് ഞാനിപ്പം ഒരു വേദന സമാരി, ഒരു പഴയ കാലത്തെ വേദന സമാരി എടുത്തു, നിമിസുലൈഡ്. അത് ശരിക്കും നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവാൻ പാടില്ല, ഇപ്പോഴും ഉണ്ട്, പല സ്ഥലത്തും വിൽക്കുന്നുണ്ട്. നിമിസുലൈഡ് എന്ന് പറയുന്നത് നിമിസുലൈഡ് കഴിച്ച് ചത്ത മൃഗങ്ങളുടെ കാർക്കസ്, ഈ ഡെഡ് ബോഡി കഴിച്ച കഴുകന്മാർ ചത്തുപോയിട്ടുണ്ട്. അത്രയ്ക്ക് ഡേഞ്ചർ സാധനമാണ് ഈ നിമിസുലൈഡ്. അപ്പോൾ അത് പല യൂറോപ്യൻ കൺട്രീസിലും ബാൻഡാണ്. നമ്മുടെ ഇവിടെ ഇപ്പം നിങ്ങൾ 1 mg ഒക്കെ പോയാൽ ഫ്രീ നേരെ അങ്ങ് മേടിക്കാം വിതൗട്ട് പ്രിസ്ക്രിപ്ഷൻ. അപ്പോൾ നിമിസുലൈഡ് എന്ന് പറയുന്ന ഒരു മരുന്ന് ലിവർ ഡാമേജ് ഉണ്ടാക്കും. പക്ഷേ അതിന് ഡോസ് ഇൻഡിപെൻഡൻ്റാണ്. ഒരു മരുന്ന് കഴിച്ചാലും ലിവർ ഡാമേജ് വരാം, 3 ദിവസം കഴിച്ചാലും വരാം, ഒരാഴ്ച കഴിച്ചാലും വരാം, 2 ഗുളിക കഴിച്ചാലും വരാം, 1 ഗുളിക കഴിച്ചാലും വരാം, 4 ഗുളിക കഴിച്ചാലും വരാം. അത് ആർക്കും വരാം. ആർക്ക് വരണമെന്നൊന്നും എക്സാക്റ്റ് നമുക്ക് അറിവില്ല. അതാണ് ഡോസ് ഇൻഡിപെൻഡൻറ്റ്. ഈ പറയുന്ന ഇതര വൈദ്യങ്ങൾ മുഴുവൻ ഡോസ് ഇൻഡിപെൻഡൻ്റ് ആണ്. എന്ത് ഡേഞ്ചറസ് എന്ന് ആലോചിച്ച് നോക്കിയേ. ബിക്കോസ് അതിൽ പഠനങ്ങളൊന്നുമില്ല, സേഫ്റ്റി ഡോസ് എന്താണ്, ഡ്യൂറേഷൻ എന്താണ്, ഒന്നുമില്ല. 2000 വർഷം പഴക്കമുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ എടുത്ത് പിന്നെ വിളമ്പുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ പറയുന്ന കഷായങ്ങളും ലേഹ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അമിതമായി കഴിച്ചുകൊണ്ടല്ല. ഒരു ദിവസം കഴിച്ചിട്ടും ഒരാഴ്ച കഴിച്ചിട്ടും 2-3 മാസം കഴിച്ചിട്ടും ലിവർ ഡിസീസായിട്ട്, ലിവർ ഫെയിലറായിട്ട് വരുന്ന രോഗികൾ നമ്മുടെ അടുത്തുണ്ട്. ഏതെങ്കിലും പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഉണ്ടോ, ഒരെണ്ണം സൈറ്റ് ചെയ്യാൻ?
ഇഷ്ടംപോലെ പബ്ലിക്കേഷൻസും ഉണ്ട്, ലാർജ് നമ്പേഴ്സ്. ഇപ്പം ഏറ്റവും ഒരു കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ചിറ്റാമൃത് എന്ന് പറയും. ചിറ്റാമൃത്, ഗിലോയ്, ടീനോസ്പോറ കോർഡിഫോളിയ എന്ന് പറയും. ഇതിനെതിരെ ഇമാർക്ക് ആർഗ്യുമെൻ്റ് ഉണ്ട്, അതും കൂടെ ഞാൻ കവർ ചെയ്യാം. ടീനോസ്പോറ കോർഡിഫോളിയ എന്ന് പറയുന്ന ഒരു മരുന്ന്, ഈ ബൊട്ടാനിക്കൽ ആയുർവേദത്തിൽ ഭയങ്കര കോമൺ ആണ്. അവരുടെ അമൃതാണത്. എല്ലാ സാധനത്തിനകത്ത് മിക്കപ്പോഴും ഈ സാധനം കാണും. അപ്പോൾ ഇത് ഡേഞ്ചറാണെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്, പല സാധനങ്ങളും വിൽക്കാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ ഈ കോവിഡ് സമയത്ത് ആയുഷ് മന്ത്രാലയം എന്തോ വെളിവേട് കാരണം കുറേ ഗൈഡ് ലൈൻസ് ഇറക്കി. ഈ ആയുർവേദത്തിൽ ഒന്നാമത് ജേം തിയറി ഇല്ല. അത് നിങ്ങൾക്ക് ബാക്ടീരിയ വൈറസൊക്കെ ഇല്ലാത്ത സമയത്തായി ബുക്കൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ജേം തിയറി ഇല്ല. ഈ അണുക്കളാണ് നമുക്ക് അസുഖങ്ങൾ, ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നുള്ള ഐഡിയ പോലും ഇല്ല, അത് പഠിക്കുന്നില്ല അവർ. പക്ഷേ കോവിഡിന് ഗൈഡ് ലൈൻസ് വന്ന് വൈറസിനെതിരെ ആയുഷ് മന്ത്രാലയം. അപ്പോൾ അതിനകത്തൊരു ഗൈഡ് ലൈനായിരുന്നു ഗിലോയ് കഥ. ഈ ഗിലോയ്, അതായത് ഈ ടീനോസ്പോറ എന്ന് പറഞ്ഞ ഈ ചിറ്റാമൃതിൻ്റെ ടാബ്ലറ്റ്സും അതിൻ്റേതായിട്ടുള്ള കഷായങ്ങളും കുടിച്ചാൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആവും എന്ന് പറഞ്ഞ് ഈ ആയുഷ് മന്ത്രാലയം ഇറക്കി. ഇന്ത്യ മുഴുവൻ ആൾക്കാർ എടുത്തിട്ട് കുടിക്കാൻ തുടങ്ങി. പതാഞ്ജലിയാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചത് അന്ന്, ബാബ രാംദേവ്. അങ്ങനെ ചെയ്ത കുറേ വ്യക്തികളിൽ ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ലിവർ ഇഞ്ചുറി ഇത് കണ്ടുപിടിച്ചത് ജസ്ലോഗ് ഹോസ്പിറ്റലിലെ, ബോംബെയിലുള്ള ജസ്ലോഗ് ഹോസ്പിറ്റലിലെ ഒരു ഗ്രൂപ്പ് ഓഫ് ക്ലിനീഷ്യൻസാണ് ആദ്യം. ഭയങ്കര കണ്ടുപിടുത്തമായിരുന്നു ഇത്. ഞങ്ങളും കണ്ടിരുന്നു, പക്ഷെ ഞങ്ങൾ പബ്ലിഷ് ചെയ്തില്ല. ഞങ്ങൾ കൂടുതൽ എവിഡൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഇവരത് പബ്ലിഷ് ചെയ്യുന്നത്. ഒരു 6 കേസ് അവർ പബ്ലിഷ് ചെയ്തു. ഈ ഗിലോയ് കഴിച്ചിട്ട് ഭയങ്കര സിവിയർ മഞ്ഞപ്പിത്തവും ലിവർ ഡാമേജുമായിട്ട് കുറേ പേഷ്യൻസ് അവരുടെ അടുത്ത് വന്നു. അവർ ലിവറിൻ്റെ ബയോപ്സി ചെയ്തു. ബയോപ്സിക്കകത്ത് ഇമ്മ്യൂൺ സെൽസ് വന്നിട്ട് ലിവറിനെ ഡാമേജ് ചെയ്യുന്നതായിട്ട് അവർ കണ്ടത്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ലൈക്ക് ഡിസീസ് എന്ന് പറയും. ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ വേറൊരു അസുഖമുണ്ട്. ഇത് ട്രിഗേർഡാണ്. ഈ പച്ചമരുന്ന് കഴിച്ചിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം കംപ്ലീറ്റ്ലി താറുമാറായിട്ട് ആ ഇമ്മ്യൂൺ സിസ്റ്റം പോയി നമ്മുടെ ലിവറിനെ അറ്റാക്ക് ചെയ്യുന്നൊരു പരിപാടി. അപ്പോൾ ഹെർബ് ഇൻഡ്യൂസ്ഡ് ഓട്ടോ ഇമ്മ്യൂൺ ലിവർ ഇഞ്ചുറി ഇതിനെപ്പറ്റി അവർ പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഞങ്ങളും നോക്കിയപ്പോഴത്തേക്ക് പല ഹോസ്പിറ്റൽസിൽ നിന്ന് എനിക്ക് കോൾ വരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനൊരു പേഷ്യൻ്റ് കിട്ടി, ഞങ്ങൾക്ക് ഇങ്ങനെ പേഷ്യൻ്റ്. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ, നമുക്ക് കാര്യം ചെയ്യാം, മൾട്ടി സെൻറ്റർ സ്റ്റഡി. ഗിലോയ്, അതായത് ടീനോസ്പോറ കോർഡിഫോളിയ കഴിച്ചിട്ട് ലിവർ ഇഞ്ചുറി വന്നതിൻ്റെ ഏറ്റവും വലിയ മൾട്ടി സെൻറ്റർ സീരീസ് ഞങ്ങളാണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഹെപ്പറ്റോളജി കമ്മ്യൂണിക്കേഷൻസ് പറഞ്ഞ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് സ്റ്റഡി ഓഫ് ലിവർ ഡിസീസസിൻ്റെ ഔദ്യോഗിക ജേണലിലാണ് ഇത് വന്നേക്കുന്നത്. വലിയ സ്റ്റഡിയായിരുന്നു. ഇത് വന്നപ്പം ആയുഷ് മിനിസ്റ്റർ എന്ത് ചെയ്തു? ഇതൊരു പിയർ റിവ്യൂഡ് സ്റ്റഡിയാണ്, മാസങ്ങളെടുത്ത് പിയർ റിവ്യൂ ചെയ്ത് പബ്ലിഷ് ചെയ്താൽ. ആയുഷ് മിനിസ്റ്റർ പറഞ്ഞു, PIB ഉണ്ടല്ലോ, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, അതുവഴി ആയുഷ് മന്ത്രാലയം പറഞ്ഞു ഫേക്ക് ന്യൂസ്, ഇതൊരു ഫേക്ക് ന്യൂസാണ്. ഞങ്ങൾ പറഞ്ഞു ഇതൊരു പിയർ റിവ്യൂഡ് സ്റ്റഡിയാണ്. പറഞ്ഞു ഫേക്ക് ന്യൂസ്, നിങ്ങൾക്ക് ഗിലോയ് കഴിക്കാം, ഒരു കുഴപ്പമില്ല എന്നാണ് അന്ന് അവർ പറഞ്ഞത്. അത്രമാത്രം ബോധമുണ്ടോ അവർക്ക്? അപ്പോൾ ടീനോസ്പോറ കോർഡിഫോളിയയിൽ പ്രശ്നമുണ്ടെന്നുള്ളതിൻ്റെ പല പഠനങ്ങളും ചാറവാറ അതിൻ്റെ പുറകെ വന്നു തുടങ്ങി. അപ്പോൾ അമ്മരെന്ത് പറഞ്ഞ്, ഇത് ആക്ച്വലി മോഡേൺ മെഡിസിൻകാർക്ക് ആയുർവേദം അറിയത്തില്ല, ഇത് ടീനോസ്പോറ കോർഡിഫോളിയ അല്ല, ആ ഇലയൊന്നും കണ്ട ഇമാർക്ക് അറിയത്തില്ല, അത് ടീനോസ്പോറ ക്രിസ്പ എന്ന് പറഞ്ഞ സാധനമാണ്. അതായത് ടീനോസ്പോറ സ്പീഷീസിനകത്ത് പല ടൈപ്പ് ഓഫ് ബൊട്ടാനിക്കൽസ് ഉണ്ടല്ലോ. ടീനോസ്പോറ കോർഡിഫോളിയ ഒരെണ്ണമുണ്ട്, ടീനോസ്പോറ ക്രിസ്പ ഒരെണ്ണമുണ്ട്, നമ്മൾ ഈ മുള്ളാത്ത എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ ടീനോസ്പോറ ക്രിസ്പയാണ് ശരിക്കും പ്രശ്നക്കാരൻ. അത് പ്രശ്നം ഉണ്ടാക്കും ഞങ്ങൾക്കും അറിയാം, അതുകൊണ്ട് ഞങ്ങൾ അത് കൊടുക്കാറില്ല. കോർഡിഫോളിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അമ്മമാരെ ഡയലോഗ് ഇറക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഓൾറെഡി ഈ ടീനോസ്പോറ കോർഡിഫോളിയ ആണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് കണ്ടുപിടിച്ച ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരൊരു വൻ സംഭവം ചെയ്തത്, അവരുടെ ഈ പേഷ്യൻസിൽ നിന്ന് റിട്രീവ് ചെയ്ത ചെടികളില്ലേ, അവരതിന് DNA ബാർകോഡിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ചെയ്തു. DNA ബാർകോഡിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിൻ്റെ DNA നോക്കി ഈ പ്ലാന്റാന്ന് പറയുന്ന സാധനമാണ്. നോക്കിയപ്പോൾ അതെല്ലാം ടീനോസ്പോറ കോർഡിഫോളിയാണ്, അതിനകത്ത് ക്രിസ്പ ഇല്ല. പക്ഷേ ഇപ്പോഴും അവർ പറഞ്ഞു നടക്കുന്നത് ക്രിസ്പയാണ് പ്രശ്നം. പക്ഷേ ഇവിടെ കോർഡിഫോളിയോ ക്രിസ്പ അല്ല പ്രശ്നം. ഇവിടെ പ്രശ്നം ഈ സ്പീഷീസാണ്, ടീനോസ്പോറ സ്പീഷീസ്. അപ്പം ടീനോസ്പോറ വന്ന് സിവിയർ ഓട്ടോഇമ്യൂൺ ഹെപ്പറ്റൈറ്റിസ് മാതിരി ലിവർ ഇഞ്ചുറി വന്ന പേഷ്യൻസ് ഇപ്പോഴും എൻ്റെ അടുത്ത് വന്ന് ലൈഫ് ലോങ് ഇമ്മ്യൂണോ സപ്രഷൻ തെറപ്പി ചെയ്യുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവർക്ക് അത്രയും പൈസയുടെ അത്രയും അസുഖത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ചിലവ് വയ്ക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ആ ആയുഷ് മന്ത്രാലയത്തിൻ്റെ ഒറ്റ വാക്കിൽ പോയിട്ട് ഇമ്മ്യൂൺ ബൂസ്റ്റ് അടിച്ച് ഇപ്പം ഇമ്മ്യൂണോ സപ്രഷൻ ലൈഫ് ലോങ് കഴിക്കേണ്ട ഗതികേടാണ് പേഷ്യൻസ്. ഇതാണ് ഒരു എക്സാമ്പിൾ. ഡോക്ടറെ പുസ്തകത്തിലേക്ക് ഒന്നുകൂടെ മടങ്ങി വരികയാണെങ്കിൽ, പലപ്പോഴും ഡോക്ടേഴ്സ് എഴുതുന്ന മെഡിക്കൽ ബുക്സൊക്കെ ചിലപ്പം വായിച്ചു കഴിഞ്ഞാൽ ഹൈലി എന്താ പറയുക, ജാർഗൺ ലാഡൻ ആയിരിക്കും, അല്ലെങ്കിൽ വായിക്കുമ്പോൾ അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് ആയിക്കൊള്ളുന്നില്ല. പക്ഷേ എനിക്ക് ഡോക്ടർ പുസ്തകം കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ഡോക്ടർ ഹൗസ് MD സീരീസാണ്. പക്ഷേ അതിൻ്റെ ഓരോ എപ്പിസോഡിലും നമ്മളതിലേക്ക് എൻ്റർ ചെയ്യുമ്പം ഒരു ക്ലിനിക്കലായിരിക്കും നോർമലി ഒരു പേഷ്യൻറ്റ് വരുന്നു, അയാളെ കാണുന്നു, അപ്പോൾ അയാൾക്ക് വളരെ അക്യൂട്ടായിട്ടുള്ള കണ്ടീഷൻ ഡിറ്റക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നോർമലി തുടക്കത്തിൽ നോർമലായിട്ട് തുടങ്ങുന്നു, പെട്ടെന്നൊരു ചേഞ്ച് വരുന്നു. ഇങ്ങനത്തെ അതേ ഫോർമാറ്റിലാണ് ഒരു സൈഡിൽ കൂടെ ആ പുസ്തകം പോകുന്നത്. എന്നാൽ അതേ സമയത്ത് പഴയ മിത്തുകളും പഴയ കഥകളും ഒക്കെ ഡോക്ടർ അതിനകത്ത് മനോഹരമായിട്ട് അതിൽ ഇൻ്റർലേസ് ചെയ്തിട്ടുമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു
പുസ്തകം എഴുതണം എന്നുള്ളൊരു ആഗ്രഹം എങ്ങനെയാണ് മനസ്സിൽ വരുന്നത് ആദ്യമായിട്ട്? അത് പബ്ലിഷ് ചെയ്യണം. അപ്പോൾ ഇതൊരു രസകരമായൊരു കഥയാണ്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇനീഷ്യലി ആദ്യമേ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കയറി ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിനെ പറ്റിയാണ് കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ജനറൽ ലിവർ ഹെൽത്ത്, സ്പെസിഫിക് ലിവർ ഡിസീസ് അങ്ങനെ പറയാൻ തുടങ്ങി. പക്ഷേ നമ്മൾ ഈ ഫാക്റ്റ് മാത്രമായിട്ട് ഇടുകയും നമ്മുടെ ഓരോ പഠനങ്ങൾ ജസ്റ്റ് ഇടുകയും ചെയ്യുന്നതുകൊണ്ട് വലിയ ഗുണങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതായത് നമുക്ക് പബ്ലിക്കിനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലാതെ വേറെ ഡോക്ടർമാരല്ല. അപ്പോൾ പബ്ലിക്കിനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഏറ്റവും നല്ലത് സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് വരുന്ന പല പേഷ്യൻസിൻ്റെ ഡയഗ്നോസിസ്, അതായത് കോംപ്ലക്സ് ഡയഗ്നോസിസ്, ഇപ്പോൾ പല പേഷ്യൻസും എൻ്റെ അടുത്ത് റെഫർ ചെയ്യുന്നത് ഡയഗ്നോസിസ് കിട്ടാതെ വരുന്ന പേഷ്യൻസാണ്. എനിക്കൊരു റെഫറൽ യൂണിറ്റാണ്. ഞാൻ സ്റ്റാൻഡേർഡ് നോക്കിയാൽ ഞാൻ ഫാറ്റ് ലിവർ ഒന്നും ട്രീറ്റ് ചെയ്യാറില്ല. നമുക്കൊരു പ്രൈമറി കെയർ ടീമുണ്ട്, അവരാണ് നോക്കുന്നത്. ഞാൻ കൂടുതൽ റെഫേർഡ് ആൻഡ് ഡിഫിക്കൽട്ട് കേസസും ഭയങ്കര കോംപ്ലക്സ് ലിവർ ഡിസീസ് കേസും നോക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കുറച്ച് പേഷ്യൻസിൻ്റെ അവരെങ്ങനെ വന്നു, അവരെ നമ്മൾ എന്ത് ഡയഗ്നോസ് ചെയ്തു, എന്തൊക്കെയായിരുന്നു അവരുടെ പ്രോബ്ലംസ് എന്നൊക്കെയുള്ളത് കഥ രൂപത്തിൽ ഞാൻ ലോങ് ഫോമായിട്ട് ട്വിറ്ററിൽ, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ട്വിറ്ററിൽ ഞാൻ എഴുതാൻ തുടങ്ങി. അതിന് ഭയങ്കര റീച്ചായിരുന്നു. റീച്ച് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഈസിയായിട്ട് മനസ്സിലാകാനും സാധിക്കുന്നു ലിവർ ഹെൽത്ത്, ലിവർ ഡിസീസ് ഡയഗ്നോസിനെ പറ്റി. അത് ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യാനും അതിലൂടെ പല കാര്യങ്ങൾക്ക് അവരുടെ ഫാമിലി നടക്കുന്ന ലിവർ ഡിസീസിനെ പറ്റി മനസ്സിലാക്കാനും സാധിക്കുന്നു. അപ്പം ഇങ്ങനൊരു ലോങ് ഫോം സിമ്പിളായിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങിൽ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ മൂന്നാലല്ല ഒരു 10-12 ലോങ് ഫോം സീരീസ് ഓവർ ദ മെനി ഇയേഴ്സ് ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പം ഹാർപ്പർ കോളിൻസ് പബ്ലിഷേഴ്സ് ഒരു ദിവസം എന്നെ മെസ്സേജ് ചെയ്തു, ഡോക്ടർ ഇങ്ങനെ ലോങ് ഫോം നന്നായിട്ട് എഴുതുന്നുണ്ടല്ലോ, ഇതൊരു ബുക്കാക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ പഴയ ആയുധം അങ്ങോട്ട് കിക്കൺ ചെയ്ത്, എന്ന് വെച്ചാൽ എനിക്ക് സ്റ്റോറി ടെല്ലിങ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മെഡിസിനിൽ പെട്ടുപോയി. അപ്പോൾ മെഡിസിനിൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, വേറെ ഒരു ലെവൽ ഓഫ് ആർട്ട് വർക്കാണ്. അപ്പോൾ എനിക്കത് രണ്ടും കൂടെ ക്ലബ് ചെയ്യാൻ ഭയങ്കര താല്പര്യം. അപ്പോൾ ഞാൻ പറഞ്ഞ ഹാർപ്പറിനോട് ഞാൻ എഴുതാൻ റെഡിയാണ്. അങ്ങനെ ബുക്ക് കോൺട്രാക്റ്റ് വന്നു. അല്ലാതെ ഞാൻ ആദ്യമേ ബുക്ക് എഴുതി സബ്മിറ്റ് ചെയ്തതല്ല. ആദ്യം അവരെനിക്കൊരു ഡീല് തന്ന് ആ കോൺട്രാക്റ്റ് തന്നിട്ടാണ് ഞാൻ ബുക്ക് എഴുതി തുടങ്ങുന്നത്. 558 ദിവസം എടുത്തു ഈ ബുക്ക് എഴുതി തീർക്കാൻ. അപ്പോൾ ഈ ബുക്കിനകത്ത് മുഴുവനും നമ്മൾ കണ്ട ഇത് നോൺ ഫിക്ഷൻ നറേറ്റീവാണ്, എല്ലാം റിയൽ സ്റ്റോറീസാണ്. പേരുകളും സ്ഥലങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ മാറ്റിയതേ ഉള്ളൂ ആൾക്കാർ അറിയാതിരിക്കാൻ വേണ്ടി. പക്ഷേ നമ്മൾ കണ്ട പേഷ്യൻസും നമ്മൾ ചികിത്സിച്ച പേഷ്യൻസിൻ്റെയും ജേണി, അതായത് ഡോക്ടറിനൊരു ജേണി ഉണ്ട്, പേഷ്യൻസിനൊരു ജേണി ഉണ്ട്, അവരുടെ ഫാമിലിക്ക് വേറൊരു ജേണി ഉണ്ട്. ഈ 3 ജേണീസ്, ഈ 3 യാത്രകൾ ഒരുമിക്കുന്ന ഓരോ ചാപ്റ്ററിലും നമുക്ക് ഫീൽ ചെയ്യാതെ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് ഈ ഹൗസ് എം ഡി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ കണ്ട് ഓരോ കാര്യങ്ങൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് അറേഞ്ച് ചെയ്ത് പസിൽ സോൾവിങ് മാതിരിയാണ്. ഇതങ്ങനെയല്ല. ഞാൻ ഈ പറയുന്ന അസുഖങ്ങളുടെയൊക്കെ മിത്തോളജി, ഹിസ്റ്ററി ഓഫ് മെഡിസിൻ പെർസ്പെക്റ്റീവും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ ഭയങ്കര സിനിമാറ്റിക്കാണ്. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു സാധനം 100 വർഷം മുമ്പ് ഒരാൾ ആദ്യമേ കണ്ടിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് അത് കണ്ടത്, അദ്ദേഹം എങ്ങനെയാണ് ഇതാണെന്നത് മനസ്സിലാക്കിയത്, ആ 100 വർഷം മുമ്പുള്ള കാര്യമാണ് നമ്മളിപ്പോഴും കാണുന്നുള്ള. അങ്ങനെ ഒരു ലിങ്കേജ് ഒക്കെ വെച്ചിട്ട് ഒരു മിത്തോളജി, ഹിസ്റ്ററി ഓഫ് മെഡിസിൻ എല്ലാം കൂടെ കണക്കാക്കിയാണ് ഞാനിങ്ങനെ ഒരു ബുക്ക് എഴുതിയത്. അപ്പോൾ അതിനകത്ത് കൂടുതലും പേഷ്യൻ്റ് സ്റ്റോറീസും എൻ്റെ ഇതായിട്ടുള്ള ഫീലിംഗ് അബൌട്ട് ട്രീറ്റിംഗ് ഇങ്ങനത്തെ പേഷ്യൻസ്. എന്ന് വെച്ചാൽ എല്ലാ പേഷ്യൻസും സർവൈവ് ചെയ്യുന്നില്ലല്ലോ, പലരും മരണപ്പെട്ടു പോകും. അപ്പോൾ അതിനകത്ത് കുറേ ഗ്രീഫ് ആൻഡ് ഡെത്തിനെ പറ്റിയുണ്ട്, അതിനോട് ചുറ്റിപ്പറ്റിയ ഫിലോസഫി ഉണ്ട്. ഈ മരിച്ചു പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ടെന്ന് ചോദിക്കുകയാണ്. ഞാൻ പുസ്തകം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചൊരു കേസ്, ഒരു സ്ത്രീയുടെ ഒരു കേസ് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്. അതായത് എന്തോ ഒരു പ്രോട്ടീൻ പൗഡർ എന്തോ കലക്കി കുടിച്ചിട്ട് മരിച്ച്. നമ്മുടെ നാട്ടിൽ ഇത്രയധികം ഈ പറഞ്ഞ ഹെർബൽ വെൽനസ് സെൻറ്റേഴ്സൊക്കെ കൂണുപോലെ എല്ലാ ടൗണിലും 4-5 വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു പോയി കുടിക്കുന്നുണ്ട്. ഡോക്ടർക്ക് ഈ പ്രോട്ടീൻ ഷേക്കിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പോൾ നമ്മൾ ഈ പ്രോട്ടീൻ ഷേക്ക് എന്ന് പറയുമ്പം അതിനകത്ത് നല്ലതുമുണ്ട് ചീത്തയുണ്ട്. അത് നമ്മൾ ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ സാധാരണ പറയുന്ന സ്റ്റാൻഡേർഡ് വേ മാത്രമുള്ളത്. വേ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വിചാരം ഏതോ ഭ്രാന്തൻ സയൻറ്റിസ്റ്റ് ഏതോ ഫാക്ടറി പോയിട്ടിരുന്ന് കുത്തിക്കൂട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് വേ, എന്തോ കെമിക്കലാന്നൊക്കെ. അങ്ങനെയല്ല. വേ എന്ന് പറഞ്ഞാൽ മിൽക്ക് പ്രോട്ടീനാണ്. അപ്പോൾ പ്യുവർ മിൽക്ക് പ്രോട്ടീനുള്ള അഡിറ്റീവ്സ് ഇല്ലാത്ത, ഈ ഹെർബൽ കമ്പോണൻസ് ഇല്ലാത്ത വേ പ്രോട്ടീനൊക്കെ സേഫാണ് ഫോർ യൂസ്. നമ്മളുടെ ഈ ഒരു സ്റ്റോറി ഭയങ്കര എന്നെ വല്ലാതെ വിഷമിപ്പിച്ചൊരു കഥയായിരുന്നു. അപ്പം ഇത് ഞാൻ ഡൽഹിയിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞ് വന്നിട്ട് PVSൽ ഫാദറിൻ്റെ കൂടെ ജോയിൻ ചെയ്ത സമയമാണ് 2016-2017. ആ സമയത്ത് ഞാൻ എൻ്റെ OP കഴിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സമയം, ഏകദേശം ഒരു 3:34 ഒക്കെ ആയപ്പം പെട്ടെന്ന് എനിക്കൊരു എമർജൻസിയിൽ നിന്ന് കോൾ കിട്ടി. ഒരു പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ സെൽഫായിട്ട് ഷിഫ്റ്റ് ചെയ്ത്, സാധാരണ എനിക്കൊരു റെഫറൽ വരും, ഞങ്ങൾ ചെയ്തോട്ടെ എന്ന് ചോദിച്ച് അങ്ങനെ സമ്മറിയൊക്കെ തരും. അതൊന്നും ഇല്ലാതെ നേരെ ഒരു പേഷ്യൻ്റ് നമ്മുടെ എമർജൻസിയിൽ നമ്മുടെ ഇടയിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞ് വന്ന് കിടക്കുകയാണ്. അത് തന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന, ബിക്കോസ് അതിൻ്റെ അർത്ഥം അവർ അത്രയ്ക്ക് ഡെസ്പറേറ്റ് ആണ്. അതിൻ്റെ അർത്ഥം അവരുടെ അസുഖം അത്ര സിമ്പിളല്ല. അപ്പം തന്നെ ഞാൻ പകുതി വേർത്ത് തുടങ്ങി. ഞാൻ പിന്നെ അവരെ താഴെ പോയി കാണാൻ പോയി. എമർജൻസിയിൽ ഞാൻ നോക്കുമ്പം ട്രോളിയിലൊരു
ഒരു ലേഡി, അവർക്ക് 32 വയസ്സേ ഉള്ളൂ. അവർ കിടക്കുന്നു, അവർക്ക് ബോധമില്ല. അവർ എന്തൊക്കെ പിച്ചും പേയും പറയുന്നു, കണ്ണൊക്കെ നല്ല മഞ്ഞളിപ്പ്, ഡീപ്പ് ജോണ്ടിസ് ആണ്. അവരുടെ കൂടെ അവരുടെ ഹസ്ബൻഡുണ്ട്, ഒരു യങ് മാൻ. ആൾ ഒരു സ്ഥലത്ത് ഒരു ക്ലിനിക്കിലൊരു ഹെൽപ്പായിട്ട് വർക്ക് ചെയ്യാണ്. അവിടെ 2 പിള്ളേരുണ്ട്, ഇവരുടെ ഗ്രാൻഡ് മദറുണ്ട്, ഹസ്ബൻഡിൻ്റെ മദർ, ചെറിയ 2 പിള്ളേർ. അതുകൊണ്ട് ഈ വൈഫവിടെ കിടക്കും. അപ്പം 1.5 മാസമായിട്ട് ഇവർ 3 ഹോസ്പിറ്റലായിട്ട് കറങ്ങുക. ഓരോ സ്ഥലത്ത് അഡ്മിറ്റായിട്ട് ഇവർക്ക് മഞ്ഞപ്പിത്തം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ഏറ്റവും അവസാനം ഇവിടെ വന്നു. എങ്ങനെയോ നമ്മളിങ്ങനെ ഒരു പുതിയ ഹെപ്പറ്റോളജിസ്റ്റ് വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി നേരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ്, റെഫറലൊന്നും ഇല്ലാതെ. അപ്പം ഞാൻ നോക്കിയപ്പം പേഷ്യൻ്റ് ലിവർ ഫെയിലറിലാണ്, ലിവർ കോമയിലോട്ട് പോവുകയാണ്. അപ്പം ലിവറിൽ ഫെയിലിയർ വരുമ്പോൾ ബ്രെയിനെ ബാധിക്കും. അത് പല പല സ്റ്റേജസിൽ പോയിട്ട് പിന്നെ കോമയിലോട്ട് പോകും പേഷ്യൻസ്. കോമയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ്. ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെ ഇവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്നുള്ളത്, ആദ്യത്തെ എനിക്ക് ചെയ്യേണ്ടത് ഈ പേഷ്യൻറ്റിനെ ഒന്ന് സ്റ്റേബിൾ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ലിവർ ഫെയിലറിലാണ്, ലിവർ കോമയിലോട്ട് പോവുകയാണ്, നമുക്ക് ഐസിയിലോട്ട് മാറ്റണം. ഐസിയിലോട്ട് മാറ്റിയിട്ട് ചിലപ്പോൾ വെന്റിലേറ്റർ ഇടേണ്ടി വരും. ബിക്കോസ് കോമയിൽ പോയി കഴിഞ്ഞാൽ ബ്രീതിങ്ങിനൊക്കെ പ്രോബ്ലം വരും, ആസ്പിറേഷൻ വരും, ഇൻഫെക്ഷൻ വരും, പേഷ്യൻസ് മരിക്കും. നമുക്ക് സപ്പോർട്ടീവ് കെയറിന് ആദ്യം അതൊക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ ഇവരായിട്ടിരുന്ന് സംസാരിച്ചു. അപ്പം ബാക്കിയുള്ള ഹോസ്പിറ്റൽസ് എല്ലാ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഐ മീൻ വേണ്ടതും വേണ്ടാത്തതെല്ലാം. വൈറസസ്, മദ്യപാനം, ഇപ്പോൾ പേഷ്യൻ്റ് മദ്യപിക്കാത്തൊരു ലേഡിയാണ്. അതുകൂടാതെ പുതിയ മോഡേൺ മെഡിസിൻസ്, ആയുർവേദം, ഹോമിയോപ്പതി, ഇതര ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാനും പെട്ട്. ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ലിവറിനോട് തന്നെ ചോദിച്ചാലേ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടത്തുള്ളൂ. ബിക്കോസ് ബ്ലഡ് ടെസ്റ്റിലോ റിപ്പോർട്ട്സിലോ ഒന്നും ഹിസ്റ്ററിയിലൊന്നും ക്ലൂ ഇല്ല. അപ്പോൾ നമ്മൾ ബയോപ്സി ചെയ്തു. ബയോപ്സിയും അത്ര എളുപ്പമല്ല. ഇതിപ്പോൾ ലിവർ ഫെയിലർ പേഷ്യൻറ്റിനാണ് ബയോപ്സി ചെയ്യേണ്ടത്. സാധാരണ ബയോപ്സി എന്ന് പറഞ്ഞാൽ മരവിപ്പിച്ചിട്ട് ചെറിയൊരു നീഡിൽ വെയിറ്റ് ലിവർ ടിഷ്യൂ ഒരു ചെറിയ പീസ് പുറത്തോട്ട് എടുക്കുകയാണ്, സിമ്പിൾ. എന്നിട്ട് പേഷ്യൻ്റ് വീട്ടിൽ പോകും 2 മണിക്കൂർ കഴിഞ്ഞ്. ഇതങ്ങനെയല്ല. ഇതിപ്പോൾ ലിവർ ഫെയിലിയർ ആയത് കാരണം നമ്മൾ എവിടെ കുത്തിയാൽ അവിടെ ഒക്കെ ബ്ലീഡ് ചെയ്ത് പേഷ്യൻസ് ഭയങ്കര സിക്കായി കുളമാവും. അപ്പോൾ ട്രാൻസ്ജുഗുലർ ബയോപ്സി, നമ്മൾ ഒരു ഞരമ്പിക്കൂടെ പോയി, നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുമല്ലോ, അതുപോലെ ഞരമ്പിക്കൂടെ പോയി ലിവറിൻ്റെ, അതായത് ഭയങ്കര സംഭവമാണ്. എൻ്റെ ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ചെയ്യുന്നതാണിത്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ രാജേഷ്. എൻ്റെ ഒരു നട്ടലാണ് ഇൻ്റർവെൻഷൻ റേഡിയോളജി, ഹെപ്പറ്റോളജിയുടെ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നെക്കിലുള്ള നമ്മുടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന മാതിരി ഒരു ഞരമ്പിക്കൂടെ പോയി ആ വയറ് ഹാർട്ടിക്കൂടെ കയറി ഹാർട്ടിക്കൂടെ ഇറങ്ങിയാണ് നമ്മൾ ലിവറിലെത്തുന്നത്. എന്നിട്ട് ലിവറിലെത്തിക്കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ കൂടെ നമ്മളൊരു ഷീത്ത് ഇട്ടിട്ട് ലിവറിലൊരു ചെറിയ ടിഷ്യൂ എടുത്ത് നേരെ ഈ സെയിം വഴി തിരിച്ചു വരികയാണ്. അപ്പോൾ ബ്ലീഡിങ് ഇല്ല, എന്നിട്ട് നമ്മുടെ രക്തക്കൊയിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ട്രാൻസ്ജുഗുലർ ലിവർ ബയോപ്സി നമ്മൾ ചെയ്തു ഈ പേഷ്യൻറ്റിൻ്റെ ആ സമയത്ത്. അതുകൊണ്ട് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ പത്തോളജിസ്റ്റിനെ നോക്കി. പത്തോളജിസ്റ്റ് പറഞ്ഞ് ഇത് നല്ല ഹെർബൽ ലിവർ ഇഞ്ചറിയാണ്. ഞാൻ പറയും ഇമ്പോസിബിൾ. എന്നുവെച്ചാൽ ഇതിനകത്ത് പല പല പ്രശ്നങ്ങളാണ് ബയോപ്സി കണ്ടത്, പല തരത്തിലുള്ള ഡാമേജ്. അപ്പോൾ പത്തോളജിസ്റ്റ് പറഞ്ഞു ഇത് എന്തോ മരുന്ന് കഴിച്ചു, അല്ലെ കുറേ മരുന്നുകൾ കഴിച്ചിട്ടുണ്ട്, അല്ലെ എന്തോ ഹെർബൽ സാധനം എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു ഇവരെല്ലാം ഡിനേ ചെയ്യാണ്, ആയുർവേദം കഴിച്ചിട്ടില്ല, ഹോമിയോപതി ഒന്നും കഴിച്ചിട്ടില്ല. ഏറ്റവും അവസാനം ചോദിച്ചു വന്നപ്പം ഈ ലേഡിക്ക് ഒരു 32 വയസ്സുണ്ട്, പക്ഷെ അവർക്ക് നല്ല വണ്ണമുണ്ട്, തൈറോയിഡിൻ്റെ അസുഖമുണ്ട്. ഇവരേതോ ഒരു പെരുന്നാളിന് പോയപ്പം അവിടെ കുറേ സാധനങ്ങൾ വിൽക്കുന്ന ഓരോ സ്ഥലങ്ങളുണ്ടല്ലോ പെരുന്നാളിന്, ഒരു ചെറിയ സ്റ്റാൻഡിൽ നിങ്ങൾക്ക് എക്സസൈസ് ഇല്ലാതെ വണ്ണം കുറയ്ക്കാം എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡിൽ പോയിട്ട് ഹെർബ ലൈഫ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു വെയ്റ്റ് ലോസ് ഷേക്കും ഒരു പ്രോട്ടീൻ ഷേക്കും എഫ്രഷ് എന്ന് പറഞ്ഞ അവരുടെ ഒരു ഡ്രിങ്കും ഇവർ മേടിച്ചു. ഏകദേശം 10,000 രൂപയായി ഈ 3 സാധനം. ഒരു മാസം എന്തോ മേടിച്ച്. ഒരു മണി ചെയിൻ മാതിരിയാണ്. ഇത് മേടിച്ചിട്ട് ഇവരെ കൊണ്ടത് വിറ്റ് വേറെ ആൾക്കാരെ ഇതിനകത്ത് യോജിപ്പിച്ച് ഇവർ പിന്നെ അതിൻ്റെ ഫ്രാഞ്ചൈസ് എടുത്ത് അങ്ങനെ പോകുന്നൊരു പരിപാടിയാണ്. ഒരു പിരമിഡ് സ്കീമാണ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. അത് ശരിക്കും പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് മണി ചെയിൻ പരിപാടി. അപ്പോൾ ഈ ഹെർബ ലൈഫ് എന്ന് പറയുന്ന ഈ കമ്പനി പ്രോഡക്റ്റ് ഇവർ കഴിച്ചിരുന്നു. ഏകദേശം 1.5 മാസത്തോളം കഴിച്ചു. അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പയ്യെ ഇവരുടെ വിശപ്പില്ലായ്മ കുറഞ്ഞു, പതുക്കെ ഇവർക്ക് തളർച്ച വന്നു, പിന്നീട് മഞ്ഞപ്പിത്തമായി മാറി, പിന്നെ ഈ ഗതിയായി എൻ്റെ ഐസിയുവിൽ വെന്റിലേറ്റർ വന്നത്. അപ്പം ഹെർബ ലൈഫ് ഇൻഡ്യൂസ്ഡ് ലിവർ ഫെയിലിയർ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പം ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് വായിച്ചപ്പം ഇത് ആദ്യത്തെയോ 2ാമത്തെയോ 3ാമത്തെയോ 4ാമത്തെയോ കേസല്ല, 52ാമത്തെ കേസാണ് വേൾഡിലെ. ഇന്ത്യയിലെ ആദ്യത്തെയാണ്. ഇന്ത്യയിൽ വേറെ പല കേസുകൾ ഇങ്ങനെ നടക്കുന്നതാണ്, പക്ഷേ ഡോക്ടർമാരത് ശരിക്കും കണ്ടുപിടിക്കുന്നില്ലായിരിക്കാം. അപ്പം ഞാനത് പബ്ലിഷ് ചെയ്തു, ഹെർബ ലൈഫ് ഇൻഡ്യൂസ് ലിവർ ഫെയിലിയർ. അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു. പേഷ്യൻ്റ് വളരെ സിക്കായി. ഞങ്ങൾ ലിവർ ഡയാലിസിസ് എന്ന സംഭവം ചെയ്യും, ഈ കിഡ്നി ഡയാലിസിസ് മാതിരിയെ. അപ്പോൾ ലിവർ ഡയാലിസിസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് പ്ലാസ്മ എക്സ്ചേഞ്ച്. അതായത് ചീത്ത പ്ലാസ്മ പുറത്തെടുത്ത് നല്ല പ്ലാസ്മ പുറത്തുനിന്ന് കൊടുക്കുന്ന ഒരു പരിപാടി. അപ്പോൾ അതിനകത്ത് ഈ കുറേ ടോക്സിൻസ് ഒക്കെ കുറഞ്ഞ് ലിവറിന് റീജനറേറ്റീവ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയുള്ളൊരു പരിപാടി. അതൊക്കെ ചെയ്തു പേഷ്യൻറ്റിൽ. എന്നിട്ടും
ഇവർ എഴുന്നേൽക്കുന്നില്ല, ഇവർ കോമയിലോട്ട് അങ്ങ് പോയി വെന്റിലേറ്റർ കയറിയിരിക്കുകയാണ്. ഏറ്റവും ദിവസം ഞാൻ പറഞ്ഞു നമുക്ക് വേറെ ഒരു മാർഗ്ഗമില്ല, ഈ ലിവർ ഫെയിലർ വന്നു കഴിഞ്ഞാൽ വലിയൊരു പ്രോബ്ലം, അതായത് നല്ല ലിവർ പെട്ടെന്ന് ഫെയിലായ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൽ നീർക്കെട്ട് വരും, സെറിബ്രൽ എഡീമ. അപ്പം ആ നീർക്കെട്ട് കൂടിയാൽ മസ്തിഷ്കം താഴോട്ട് വീഴും. നമുക്കിവിടെ എല്ലായിടത്തും തുളകളുണ്ടല്ലോ സ്കള്ളിനകത്തെ, ഹെർണിയേഷൻ എന്ന് പറയും, ബ്രെയിൻ ഹെർണിയേഷൻ. അത് വന്ന പേഷ്യൻറ്റ് ഡെഡാണ്. അത് വരുന്നതിന് മുമ്പേ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അന്ന് അവിടെ ട്രാൻസ്പ്ലാന്റ് ടീം ഇല്ല, അപ്പോൾ ഞാൻ അവരെ ആസ്റ്ററിലോട്ട് റെഫർ ചെയ്തു. അന്ന് അവിടെ ട്രാൻസ്പ്ലാന്റ് ടീം ഉണ്ടായിരുന്നു. അവർ ആസ്റ്ററിലെത്തി, അവർ വർക്കപ്പ് ചെയ്തു. ഡോണറിനെ വേണം, സെയിം ബ്ലഡ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ വേണം. അവർക്ക് ആരും ഇല്ല, ഹസ്ബൻഡ് വേറെ ഇതാണ്, ഗ്രാൻഡ് മദർ 2 ഓൾഡാണ്, പിള്ളേർ 2 യങ് ആണ്. അപ്പോൾ ഡോണറെ തപ്പത്തപ്പോൾ ഏറ്റവും അവസരം ഒരു നെവ്യൂനെ കിട്ടി, അവരുടെ സിസ്റ്ററിൻ്റെ ആരുടെ മോനെ. ആളെ വർക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവരുടെ ബ്രെയിൻ ഹെർണിയേറ്റ് ചെയ്തു, എൻ്റെ പേഷ്യൻ്റ് മരിച്ചു. ആ ഒരു ഫ്യൂ വീക്സ് ഉണ്ടല്ലോ, അപ്പം അദ്ദേഹം ഇടയ്ക്ക് എന്നെ മെസ്സേജ് ചെയ്യുന്നു, ഞാൻ മെസ്സേജ് ചെയ്യുന്നു, ആൾ പറയുന്നു വർക്കപ്പ് നടക്കുന്നുണ്ട് സാറേ, റെഡി ആവുന്നു. അപ്പോൾ ഞാൻ പേഷ്യൻ്റ് എങ്ങനെയും രക്ഷപ്പെടുമല്ലോ. പിന്നെ ഒരു ദിവസം മെസ്സേജ് ഒന്നുമില്ല. എന്നിട്ട് ഒരു 2 days കഴിയുമ്പോഴത്തേക്ക്, ഞാൻ ബുക്കിൽ അതിനെപ്പറ്റി എഴുതുന്നുണ്ട്, 2 days കഴിയുമ്പോഴത്തേക്ക് ഷീസ് ഗോൺ മാത്രം മെസ്സേജ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അദ്ദേഹമായിട്ട് അധികം മിണ്ടിയിട്ടില്ല. പക്ഷേ എന്ത് പറയാനാ, എല്ലാം കുറേ കഷ്ടപ്പെട്ടതാണ്, ഞാനും എല്ലാവരും കുറേ കഷ്ടപ്പെട്ടതാണ് കണ്ടുപിടിച്ചെന്ന് സെറ്റിലാക്കി. പക്ഷേ ആൾ മരിച്ചുപോയി. ഇനി ഇതിൻ്റെ രസം അതല്ല, ഞാൻ പബ്ലിഷ് ചെയ്തു, ഹെർബലൈഫ് ഇൻഡ്യൂസ് ലിവർ ഫെയിലിയർ, ഫസ്റ്റ് കേസ് ഫ്രം ഇന്ത്യ. ഹെർബലൈഫ് എൻ്റെ പൊക്കത്ത് $1 million കേസിട്ട് ഈ പേപ്പർ പബ്ലിഷ് ചെയ്തതന്നെ. ഇത് ആദ്യത്തെ കേസ് പോലും അല്ല. അപ്പോൾ ഇവരെന്ത്, അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, നിങ്ങൾ കേസ് കളിച്ചോ. പേഷ്യൻ്റ് ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ വരാം കോടതിയിൽ സംസാരിക്കാൻ, ഡോക്ടറിൻ്റെ, എൻ്റെ വൈഫ് മരിച്ചത് ഇത് കാരണമാണ്, ഞാൻ സംസാരിക്കാം. ഞാൻ അപരാധം, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, കേസിട്ടു, ഞാൻ റെഡിയാണ് ഏത് കോടതിയിലും വരാൻ. അവന്മാരെന്ത് ചെയ്തു, നമ്മുടെ എവിഡൻസ് ഉണ്ട്, ബയോപ്സി ലെവൽ എവിഡൻസ് വരെ ഉണ്ട്. അവന്മാരെന്ത് ചെയ്തു, അവന്മാർ സൈഡിൽ കൂടെ പോയിട്ട് ആ പ്രസിദ്ധീകരിച്ച ജേർണലില്ലേ, ആ ജേർണലിൻ്റെ എഡിറ്ററിനെതിരെയും ജേർണലിൻ്റെ പബ്ലിഷിനെതിരെയൊക്കെ വലിയ വലിയ ലീഗൽ നോട്ടീസസ് അയച്ചുകൊണ്ടിരുന്നു. അവന്മാർ പേടിച്ചുപോയി. എന്നിട്ട് എൻ്റെ ഒരു പെർമിഷൻ ഇല്ലാതെ അവരെൻ്റെ പേപ്പർ ആ ജേർണലിൽ നിന്ന് പിൻവലിച്ചു. ഇപ്പം ഹെർബലൈഫ് ഇൻഡ്യൂസ്ഡ് ലിവർ ഫെയിലിയർ എൻ്റെ പേരടിച്ചാൽ, പബ്മെഡിൽ അടിച്ചാൽ റിമൂവ്ഡ് എന്ന് പറഞ്ഞ ഒരു സാധനം നിങ്ങൾക്ക് കാണത്തുള്ളൂ. അതവർ പേടിച്ചിട്ട് എടുത്ത് കളഞ്ഞു. അവരറിഞ്ഞ് നിങ്ങൾ ഈ ഇത് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളെ ഞങ്ങൾ ബ്ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അതായത് ഫൈനാൻഷ്യൽ ബ്ലീഡിങ്, ഇതാണ് നമ്മുടെ പരിപാടി. ഇവന്മാർ കൊണ്ട് ഇങ്ങനെ ഭയങ്കര ഹെവി ആയിട്ട് കേസ് കൊടുത്ത്, നമ്മളിപ്പോൾ അത്രയും നല്ല വക്കീലന്മാരെ വെക്കണ്ടേ. വലിയൊരു ആക്ടർ, ഏത് ആക്ടറെന്ന് ഞാൻ പറയുന്നില്ല, വലിയൊരു ആക്ടറിൻ്റെ വക്കീലാണ് ഡൽഹിയിൽ നിന്ന് എനിക്ക് നോട്ടീസ് അയച്ചത്. അവൻ്റെയൊക്കെ ഫീസ് തന്നെ ഒരു 15-20 ലക്ഷം ആയിരിക്കും. അപ്പോൾ ആ ലെവലുള്ള വക്കീലെ നമ്മളിവിടെ വെക്കണം, നമുക്ക് അത്രയും ഫീസ് പോകത്തില്ലേ. അതൊന്നും ചെയ്യാൻ ജേർണൽ റെഡി അല്ലായിരുന്നു. അപ്പോൾ അവരതൊക്കെ പിൻവലിച്ച്. അപ്പോൾ ഹെർബലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വേൾഡിൽ നോക്കി, അപ്പോൾ ഇതിപ്പോൾ 2016 നടന്നതാണ്, ഇപ്പോൾ 2026 10 കൊല്ലമായി. ജസ്റ്റ് ഹെർബലൈഫ് ലിവർ ടോക്സ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ലിവറിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്ന എല്ലാ മരുന്നുകളുടെയും ലിസ്റ്റ് അതിനകത്തുണ്ട്. ജസ്റ്റ് ഹെർബലൈഫ് ലിവർ ടോക്സ്, LIVER, കാണുന്നവർക്കൊക്കെ ഒന്ന് പോയി നോക്കാം. ഒന്ന് അടിച്ചു നോക്കി, ഒരു പേജ് വരും. അതിൻ്റെ ലാസ്റ്റത്തത് ഒരു ചെറിയ കൺക്ലൂഷനുണ്ട്. എ വെരി വെൽ നോൺ കോസ് ഓഫ് ലിവർ ഫെയിലിയർ അക്രോസ് ദ വേൾഡ് എന്നാണ് എഴുതിയേക്കുന്നത്, ഹെർബലൈഫ് പ്രോഡക്ട്സ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ എൻ്റെ ബുക്കിൽ എഴുതുന്നത്. അപ്പോൾ നമ്മുടെ ബുക്ക് ഇങ്ങനത്തെ കുറേ കേസുകളുടെ ഒരു മിശ്രീകരണമാണ്. ഞാൻ അത് വേറെ സ്ട്രെസ് ചെയ്ത് ചോദിക്കണം. അതായത് നമ്മുടെ നാട്ടിൽ പലർക്കും ഈ തടി എന്ന് പറയുന്നൊരു ഇമോഷണൽ വിഷയമാണ്. ആക്ച്വലി തടി കൂടിയാൽ ഭംഗി കൂടി കുറഞ്ഞു, സൗന്ദര്യത്തെ അത് ബാധിച്ചു. അപ്പോൾ അതുകൊണ്ട്, എന്നാൽ അവരുടെ ശരീരത്തിൻ്റെ പ്രകൃതി കാരണം കൊണ്ടും അല്ലെങ്കിൽ പ്രകൃതം കാരണം കൊണ്ടും അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ള റീസൺസ് കൊണ്ടും അത് കുറയുമില്ല അത്ര പെട്ടെന്ന്. അപ്പം പിന്നെ ഈ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, ഡയറ്റ് കൺട്രോൾ ചെയ്യുക, ഇതൊന്നും ചിലപ്പോൾ പലർക്കും പോസിബിളും അല്ല. അപ്പോൾ അവരെ മുന്നിൽ വന്ന് ല്യൂർ ചെയ്യുന്ന ഒരു തരത്തിലുള്ള തട്ടിപ്പുകാരാണല്ലോ പലപ്പോഴും. ഈ നിങ്ങൾക്ക് ചുളിവിൽ തടി കുറച്ച് തരാം, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, വളരെ കുറഞ്ഞ പണിയെടുത്താൽ വളരെ പെട്ടെന്ന് തടി കുറയും. അങ്ങനെ അതൊരു ലോജിക്കൽ റീസണിങ് വെച്ച് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ടതല്ലേ. അതിന് സ്കൂൾ എഡ്യൂക്കേഷൻ മതി, കോമൺ സെൻസ് സ്കൂൾ എഡ്യൂക്കേഷൻ മതി. അതായത് ഇപ്പം നമ്മളുടെ നാട്ടിലൊക്കെ ഈ ഒപ്റ്റിക്സ് ഭയങ്കര വലിയ സംഭവമാണല്ലോ. ഈ സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞാൽ പിന്നെയാണ്. കുറച്ച് വണ്ണം ഉണ്ടെന്ന് വെച്ച് ആർക്കും അത്ര ഭയത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഓവർ വെയ്റ്റ് അല്ലെ ഒബീസിറ്റി ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡിസീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒബീസിറ്റിനെയും ഓവർ വെയ്റ്റിനെയും നമ്മൾ ഹാൻഡിൽ ചെയ്യണം, അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. സോ ദാറ്റ് ആ ഡിസീസിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് ഫ്യൂച്ചറിലോട്ട് നമുക്ക് വേറെ ഡിസീസ് കോംപ്ലിക്കേഷൻസ് വരുന്നില്ല എന്നുള്ളത്. അല്ലാതെ കുറച്ച് തടിയുള്ളതും കുറച്ച് വണ്ണമുള്ളവരൊക്കെ ജനറ്റിക്കലി അല്ല പരമ്പരാഗതമായിട്ട് അവരുടെ ഫാമിലിയിൽ ആ ജീൻസ് ഉള്ള കാരണം വണ്ണമുള്ള ആൾക്കാരുണ്ട്. ഞാനൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാര്യം പറയട്ടെ. എൻ്റെ അടുത്ത് ഒരു 2023 കോവിഡ് കഴിഞ്ഞിട്ട് ഒരു പേഷ്യൻ്റ് വന്നു, നല്ല സൈസുള്ളൊരു വ്യക്തി.
അപ്പം എല്ലാവരും ആളെടുത്ത് പറഞ്ഞ് എടാ നീ മരിച്ചു പോവും, അവൾക്ക് 42 വയസ്സേ ഉള്ളൂ, എടാ നീ മരിച്ചു പോവും, നിനക്ക് ഭയങ്കര പൊണ്ണത്തടിയാണ്, നീ എത്രയും പെട്ടെന്ന് ആരെങ്കിലും കണ്ട് നിൽക്കുക ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞ് വിട്ടു. അപ്പം എൻ്റെ അടുത്താണ് വന്നത് ഇവാലുവേഷനായിട്ട്, കോഴിക്കോട് നിന്ന് വന്ന. ഞാൻ ആളെ നോക്കി, ആൾക്ക് ഏകദേശം 103 കിലോ ഉണ്ട്. ആളുടെ ബ്രദർ ഇതുപോലെ തന്നെ 100 കിലോ. ഫുൾ ഫാമിലി ഓൾമോസ്റ്റ് എല്ലാവരും 100 കിലോ കൂടുതലാണ്. അച്ഛൻ, അമ്മ, അപ്പനും അമ്മയ്ക്കൊക്കെ ഏകദേശം 68-72 വയസ്സൊക്കെ ആയി. അവർക്ക് നല്ല സൈസ് ഉണ്ട്. ഇവരുടെ എല്ലാവരുടെയും ലിവർ ചെക്കപ്പ് ചെയ്ത്, എല്ലാവരും അൾട്രാസൗണ്ട്, ഫൈബ്രോ സ്കാന് ഒക്കെ ചെയ്ത്, ഫൈബ്രോ സ്കാൻ ഒരു തട്ടിപ്പോട്ടാണ്, അതിനെപ്പറ്റി നമുക്ക് എപ്പോഴും സംസാരിക്കണം. അതൊക്കെ ചെയ്ത്, അതെല്ലാം ചെയ്തിട്ട് നോക്കുമ്പം എല്ലാവരും ലിവർ ഹെൽത്ത് പെർഫെക്റ്റ്. ഇവർക്ക് ലിവറിൽ സ്കാറിങ്ങും ഇല്ല, ഫാറ്റ് ലിവർ പോലും ഇല്ല, പക്ഷെ നല്ല സൈസ് ഉണ്ട്. അപ്പം എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണമെന്നില്ല വണ്ണം കൂടിയാലേ. അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഒരു ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യം, ഈ ജനറ്റിക്കലി ഡ്രിവൺ ആയിട്ട് വരുന്ന ഒബീസിറ്റി അല്ലാതെ നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് ബന്ധപ്പെട്ട ഒബീസിറ്റി ഉണ്ടല്ലോ, അത് മോഡിഫയബിളാണ്. ഇപ്പം അതിനെ മോഡിഫൈ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുള്ളൂ. ബിക്കോസ് ഒബീസിറ്റി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസസ് ഫോർ ക്യാൻസേഴ്സ് ഇൻ ദ വേൾഡ് ആണ്. അപ്പോൾ ഒബീസ് ആയിട്ടുള്ളൊരു വ്യക്തി വണ്ണം കുറയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷേ വണ്ണം കുറയ്ക്കേണ്ടത് നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റിനാണ്. അല്ലാതെ നമ്മൾ ഷാറുഖ് ഖാനെ പോലെ ഇരിക്കാനും ഈ പറയുന്ന പോലെ നടികളെ പോലെ ഇരിക്കാൻ വേണ്ടി ഒന്നും നമ്മൾ വണ്ണം കുറയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. വി ഫിസിക്കലി ആക്റ്റീവ്. ആ ഫിസിക്കൽ ആക്റ്റീവ്നെസ് തന്നെ ഒരു വണ്ണമുള്ള ആളിൽ ഹെൽത്ത് തനിയെ ഉണ്ടാക്കും. അല്ലാതെ ഭയങ്കരമായിട്ട് മെലിഞ്ഞ് തൊലിഞ്ഞിരിക്കണം എന്നൊന്നും നിർബന്ധമില്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാരണം, ഞങ്ങൾ ഈയിടെ ഒരു പഠനം പ്രസിദ്ധീകരിച്ചു. PLOS ONE എന്ന് പറയുന്നൊരു വലിയ ജേണലാണ്. പഠനം ഇതാണ്, ഡെങ്കിപ്പനി. കുറേ പേർക്ക് ഡെങ്കിപ്പനി വന്നു, അഡ്മിറ്റായി ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ. ഒരു 3 വർഷത്തെ ഡേറ്റയാണത്. മോർ ദാൻ 1400 പേഷ്യൻസാണ്. ഏറ്റവും ലാർജസ്റ്റ് ഡെങ്കു ഡേറ്റ നമ്മുടെ ഇന്ത്യ എന്നുള്ളതാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത്. പക്ഷേ അതിനകത്ത് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കി. കുറേ പേർക്ക് ഡെങ്കിപ്പനി വന്നു, അതിനകത്ത് കുറേ പേർക്ക് ICU വേണ്ടി വന്നു, കുറേ പേര് റൂമിൽ തന്നെ അവർ സെറ്റിലായി, കുറേ പേര് വെന്റിലേറ്റർ കയറി, കുറേ പേര് വെന്റിലേറ്റർ കയറി റിക്കവർ ആവാതെ മരിച്ചുപോയി. അപ്പോൾ ഇതിനകത്ത് ലിവർ ഡിസീസ് ഉള്ളവർ, ലിവർ ഡിസീസ് ഇല്ലാത്തവർ, ഫാറ്റി ലിവർ ഉള്ളവർ, ഫാറ്റി ലിവർ ഇല്ലാത്തവരൊക്കെ നമ്മൾ നോക്കി. ഒരു ബ്യൂട്ടിഫുൾ ഔട്ട്കം ആ സ്റ്റഡിയിൽ ഞങ്ങൾ കണ്ടെന്താ അറിയോ? നല്ല വണ്ണമുള്ള ഫാറ്റി ലിവറുള്ള, സിറോസിസ് ഇല്ല, പക്ഷേ നല്ല വണ്ണമുണ്ട്, ലിവറിൽ ഫാറ്റുണ്ട്, പക്ഷേ കൊഴുപ്പ് പോലെ ലിവറിൽ ഡാമേജ് ഒന്നുമില്ല. അങ്ങനെയുള്ള പേഷ്യൻസ് സർവൈവ് ചെയ്തു മോർ. മെലിഞ്ഞിരിക്കുന്നവർ കൂടുതൽ മരിച്ചുപോയി. ഭയങ്കര രസമാണ്. ഇതാണ് ഒബീസിറ്റി പാരഡോക്സ് എന്ന് പറയും. അപ്പം ഞാൻ പറയുന്നത് എല്ലാവരും വണ്ണം വെച്ചിരിക്കണം എന്നല്ല, പക്ഷേ വണ്ണമുള്ളവരിൽ ചില ഗുണങ്ങളുണ്ട്. അതായത് ഇവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബ്ലണ്ടിങ് ആണ്. അതായത് വണ്ണമുള്ളവരിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റി കുറച്ച് കുറവാണ്. അപ്പോൾ ഈ ഡെങ്കിപ്പനിയും ഈ കോവിഡൊക്കെ വന്നപ്പോഴേക്കും നമ്മൾ ഈ സൈറ്റോകൈൻ സ്റ്റോം എന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഭയങ്കരമായിട്ട് ഇൻഫ്ലമേഷൻ കൂടിയിട്ട് ചെറുപ്പക്കാരൊക്കെ മരിച്ചുപോയി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നില്ല ഒബീസിറ്റി കാരണം. അതാണ് ഒബീസിറ്റി പാരഡോക്സ്. ഇമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് ഓവർ ഡ്രൈവിൽ പോകാത്ത കാരണം ഇവർക്ക് ഓർഗൻ ഇഞ്ചറി വരുന്നില്ല, അവർ നേരത്തെ റിക്കവർ ആയി പോകും. അപ്പോൾ ഒബീസിറ്റി എന്ന് പറയുന്നതിനകത്ത് കുറച്ച് പ്രൊട്ടക്റ്റീവ് ഇഫക്ട്സും ഉണ്ട്. ഇത് ജനറ്റിക്കലി എവല്യൂഷണറി ബയോളജി വൈസ് മനുഷ്യരിൽ ഉണ്ടായേക്കുന്നതാണ്. അതുകൊണ്ട് വണ്ണം ഉണ്ടെന്ന് വെച്ച് ആൾക്കാർ പേടിക്കണ്ട. പക്ഷേ വണ്ണമുള്ള ആൾക്കാരിൽ ഇതുപോലെ റിസ്ക് ആയിട്ടുള്ള ഡിസീസസ് ഉണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കുന്നത് പല കാര്യങ്ങളിലും നമുക്ക് ബെനിഫിറ്റാണ്. ഇപ്പോൾ നമ്മുടെ സിനിമകളും പരസ്യങ്ങളും ഒക്കെ കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഐഡിയൽ ഷേപ്പ് ഓഫ് എ മാൻ, ഐഡിയൽ ഷേപ്പ് ഓഫ് വുമൺ എന്നൊക്കെ പറയുന്ന ഈ 36-24-36 അല്ലെങ്കിൽ ഒരു 6 പാക്ക് ഫിഗർ എന്നൊക്കെ പറയുന്ന ഒരു ക്രേസാണ് ആളുകൾക്ക്. അതൊന്നും ഇല്ലെങ്കിൽ പോലും മെലിഞ്ഞിരിക്കാൻ ആൾക്കാർക്ക് താല്പര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, അല്ലെങ്കിൽ ഓട്ടോഫേജി, അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ വരുന്നത്. ഈ 3 സാധനം ഒന്ന് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാമോ? ഈ ഓട്ടോഫേജി, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആൻഡ് കീറ്റോ ഡയറ്റ്. ഇത് കൂടുതലും ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലോ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ചിലർ പവർ ലിഫ്റ്റേഴ്സാണ്, ബോഡി ബിൽഡേഴ്സാണ്. അതിൻ്റെ കൂടെ അവർക്ക് ഇതുപോലെയുള്ള കുറച്ച് സ്പെഷ്യൽ ഡയറ്റൊക്കെ കാണും. പഠനങ്ങൾ നമ്മളൊന്നുകൂടെ നോക്കണം. പഠനങ്ങൾ നോക്കുമ്പോൾ എന്താ പറയുന്നത് അറിയാം? ഈ ലാർജ് ബോഡി ബിൽഡേഴ്സൊക്കെ ഇല്ലേ, വലിയ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സൊക്കെ, അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി, ആയുർദൈർഘ്യം ജനറൽ പോപ്പുലേഷനേക്കാളും കുറവാണ്. അവർ നേരത്തെ മരിക്കുന്ന ആൾക്കാരാണ്. 40-50 വയസ്സിൽ അവർ മരിക്കും. എന്ന് വെച്ചാൽ ഒരു നാനോ കാറിൻ്റെ എൻജിൻ എടുത്ത് റേഞ്ച് റോവർ ഇടുന്നവരെയാണ്. വണ്ടി കുറച്ച് ഇരയ്ക്കും, പിന്നെ വണ്ടി അങ്ങ് നിന്നു പോകും. ഈ ഭയങ്കരമായിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്ന ആൾക്കാരിൽ ഭയങ്കര ഹാർട്ട് സ്ട്രെയിൻ വന്ന്, അതാണ് ഈ ജിം ഗോവേഴ്സിൽ നമ്മൾ ഇടയ്ക്ക് പെട്ടെന്ന് കാർഡിയക് അറസ്റ്റും സഡൻ ഡെത്തും പറയുന്നത്. അത് അവരുടെ ഹാർട്ട് സ്ട്രെയിൻ ആയിട്ടാണ്. അപ്പോൾ ഈ ഭയങ്കര ബോഡി ബിൽഡിങ്ങും പവർ ലിഫ്റ്റിങ്ങും ഒക്കെ പ്രൊഫഷണലി ചെയ്യുവാണെങ്കിൽ ചെയ്യാം, പക്ഷേ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് അത് നിർത്തണം. അതുപോലെ ചെയ്യാൻ ആരും ശ്രമിക്കുകയും വേണ്ട, ബിക്കോസ് അത് എക്സ്ട്രീമാണ്. ഇനിയിപ്പോൾ ഇവർ ഫോളോ ചെയ്യുന്ന പല പല ഡയറ്റ്സ്, അതായത് ഇപ്പോൾ ഈ പറഞ്ഞു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒരു ഭയങ്കര ക്രേസ് ആയിരുന്നു. പിന്നെ കീറ്റോ ഉണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഈ ഫാസ്റ്റ് പലതരത്തിലുള്ള ഫാസ്റ്റിംഗ് ഡയറ്റ്സ് ഉണ്ട്. വാട്ടർ ഫാസ്റ്റിംഗ് ഉണ്ട്, 3 ഡേ ഫാസ്റ്റിംഗ് ഉണ്ട്, 1 ഡേ ഫാസ്റ്റ്. അതാണ് ഈ ഓട്ടോഫാജി അതിൻ്റെ പുറകെ പറയുന്നത്. അതല്ലാതെ വേറെ പലതരത്തിലുള്ള ഈ കാർണിവോർ ഡയറ്റ് എന്നൊരു സാധനമൊക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം പോപ്പ് ഡയറ്റ്സ് എന്ന് പറയും, പോപ്പുലർ ഡയറ്റ്. ഇത്
നമുക്കിപ്പം ഡയറ്റീഷ്യൻസിൻ്റെ സൊസൈറ്റീസ് ഉണ്ട്. ഇപ്പം ഹെപ്പറ്റോളജി, ഇപ്പം ഞാനിപ്പോൾ ഒരു പേഷ്യൻ്റ് ഒരു മരുന്ന് എഴുതുന്നത് ചില എവിഡൻസിൻ്റെ ബേസിസിൽ ഗൈഡ് ലൈൻസ് ഉണ്ടാക്കി റെക്കമെൻഡേഷൻസ് സൊസൈറ്റീസ് തരുന്നതാണ് നമ്മൾ ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ് നമ്മൾ എഴുതുന്നത്, അല്ലാതെ വെറുതെ എഴുതുന്നതല്ല. അതുപോലെ ഡയറ്റീഷ്യൻസും ന്യൂട്രീഷ്യൻസിനും ഒക്കെ ഇതുപോലെ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഈ പറയുന്ന ഒരു ഡയറ്റും ഒരു ഗൈഡ് ലൈനിലും ഇല്ല. ഇത് സോഷ്യൽ മീഡിയയിൽ മാത്രം ഇറങ്ങുന്ന ഗൈഡ് ലൈൻസ് ആണ്. അപ്പോൾ അതിനകത്ത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് കൂടുതലും ആൾക്കാർ പ്രൊമോട്ട് ചെയ്യാറുള്ളത്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പറഞ്ഞാൽ പല ടൈപ്സ് ഉണ്ട്. ഒരു 8 hours ഫാസ്റ്റിംഗ്, 8 hours ഫീഡിങ്, പിന്നെ ഫുൾ ഫാസ്റ്റിംഗ്, അല്ലെ 16 hours ഫീഡിങ്, അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഫാസ്റ്റിംഗ്. ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇറ്റ്. ഈ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നതും കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നതും കാർണിവോർ ഡയറ്റ് എന്ന് പറയുന്ന എല്ലാത്തിൻ്റെയും ബേസിക്സ് എന്താണെന്ന് അറിഞ്ഞാൽ ഇതൊക്കെ വെറുതെ ആണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. എൻ്റെയൊക്കെ ബേസിക്സ് എന്താണ്, ഇതുകൊണ്ട് വെയിറ്റ് ലോസ് വരുന്നുണ്ട്. കാരണം എന്താ, ഇതെല്ലാം കാലറി ഡെഫിസിറ്റ് ഡയറ്റ്സ് ആണ്. അതായത് നമ്മൾ കാലറീസ്, നമ്മൾ അകത്തോട്ട് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാലറീസും നമ്മളത് കത്തിച്ച് കളയുന്നതിൻ്റെ കാലറീസും തമ്മിലൊരു നെഗറ്റീവ് ബാലൻസ് വരുമ്പം തനിയെ വെയിറ്റ് ലോസ് വരും. അതിന് നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമോ, ഈ കഷ്ടപ്പെട്ട് ഈ കീറ്റോ എന്ന് പറയുന്നത് കാപ്പിക്കകത്ത് ബട്ടറൊക്കെ അടിക്കുന്നവരുണ്ട്, ബുള്ളറ്റ് കോഫി എന്ന് പറയുന്നത്, കാപ്പിയെ നശിപ്പിച്ച് അതിൻ്റെ കൂടെ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ്സും. അപ്പം ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതിനകത്ത് വലിയ കുഴപ്പങ്ങളില്ല. ഷോർട്ട് ടേം വെയിറ്റ് ലോസ് വരൂ എന്നുള്ളതിൻ്റെ പഠനങ്ങളുണ്ട്. പക്ഷേ ബിയോണ്ട് ദാറ്റ് അത് വലിയൊരു എന്താ പറയുന്നത്, വലിയൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ടൊന്നും ആരും കണക്കാക്കരുത്. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്തിട്ട് ഡയബറ്റീസ് ക്യൂർ ആവുന്നു, ക്യാൻസർ വരുന്നില്ല, ബ്ലഡ് പ്രഷർ മാറുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ ബാലിഷമാണ്. അങ്ങനെയൊന്നുമില്ല. വെയിറ്റ് ലോസ് ഷോർട്ട് ടേമിൽ വരുന്നുണ്ട്, അത് കാലറി ഡെഫിസിറ്റ് കാരണം, അല്ലാതെ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് അല്ല. ഇപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ പറയാനുള്ളത് കീറ്റോ. ഇപ്പോൾ കീറ്റോ എന്ന് പറയുന്നതും ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഭയങ്കര ഹൈ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ് കൂടുതൽ കഴിക്കുന്നത്. പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പലതും നിർത്തി കുറേ പ്ലാന്റ് ബേസ്ഡ് ഉണ്ട്, പക്ഷേ കൂടുതലും സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കീറ്റോ ഡേഞ്ചറസ് ആണ്. എന്നാന്ന് വെച്ചാൽ ലോങ് ടേം സ്റ്റഡീസ് പറഞ്ഞേക്കുന്നത് ഹാർട്ട് ഹെൽത്തും കൊളസ്ട്രോൾ ഇൻക്രീസും, LDL-ഉം അപ്പോൾ ലിപ്പോപ്രോട്ടീൻ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനമൊക്കെ ഭയങ്കരമായിട്ട് കൂടി കാർഡിയാക് റിസ്ക് കൂട്ടുന്ന ഒരു സാധനമാണ് കീറ്റോ. അപ്പോൾ കീറ്റോ ഡയറ്റ് നല്ലതാണെന്ന് പറയുന്ന പഠനങ്ങൾ പലതും ഇപ്പോൾ പിൻവലിക്കുന്നുണ്ട്. അതിനകത്ത് പല ഫ്ലോസും ഉണ്ടായിരുന്നു. പക്ഷേ കീറ്റോ ഡയറ്റ് കാരണം പല പ്രശ്നങ്ങളും വരുന്നുള്ള പഠനങ്ങൾ ഇപ്പം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫാറ്റ് ഡയറ്റ്സ് ആണ്. ഓരോരുത്തർ പറഞ്ഞു വരുത്തുന്ന, ഇപ്പോൾ നല്ലൊരു സിനിമ ഇറങ്ങി, എല്ലാവരും സിനിമയെ പറ്റി സംസാരിക്കുന്നു കുറച്ച് നാൾ, പിന്നെ അങ്ങ് മറന്നു പോകുന്നില്ലേ. അതുപോലെ ഒരു ഫാഡാണ്, ഒരു ട്രെൻഡാണ്. അല്ലാതെ ഇതൊന്നും സയൻറ്റിഫിക്കലി പ്രൂവൺ ആരും പറയാറില്ല. കീറ്റോ ഡയറ്റിന് പക്ഷേ കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്. എവിടെയാണെന്നറിയോ, ചില തരത്തിലുള്ള അസുഖം, അപസ്മാരം. അപ്പോൾ ഒരു കീറ്റോജനിക് ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അപസ്മാരത്തിൻ്റെ സീഷേഴ്സിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ചില പിള്ളേരിൽ ചില എപ്പിലെപ്സി, അപസ്മാര അസുഖങ്ങളിൽ കീറ്റോ ഡയറ്റ് നമ്മൾ പറയുന്നുണ്ട്. വളരെ റെയർ ആയിട്ടുള്ള ഡിസീസാണ്. അതിനകത്ത് കീറ്റോ ഡയറ്റിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. അതല്ലാതെ ഈ വെയിറ്റ് ലോസ്, ഹെൽത്ത് കെയർ എന്നൊക്കെ പറഞ്ഞ് ചെന്നാൽ ശരിയാകത്തില്ല. മൂന്നാമത് ഓട്ടോഫാജി. ഓട്ടോഫാജി എന്ന് പറയുന്നത് ഒരു ലെജിറ്റ് സയൻറ്റിഫിക് ടേമാണ്. ഓട്ടോഫാജി സെൽ ഈറ്റിംഗ്. ബേസിക്കലി നമ്മുടെ ശരീരത്തിൽ കുറേ സെൽസ് ഡിസ്ട്രോ ആയിട്ട് അതിനെയൊക്കെ സെൽ ഈറ്റിംഗ് ചെയ്യുന്നത്. അപ്പം ആൾക്കാരുടെ ഒരു പൊതുധാരണ എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോഴാണ് ഈ സാധനം ഭയങ്കര അടിച്ചു കയറുന്നതാണ്. തെറ്റാ. നമ്മൾ ഇപ്പോൾ ഓട്ടോഫാജി നമ്മളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു നോർമൽ ഫിസിയോളജിക്കൽ ക്ലീനിങ് പ്രോസസ്സാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ പല സെൽസും ടേൺ ഓവർ ഉണ്ട്. ഇപ്പം നമ്മുടെ ചെറുകുടലിലാണെങ്കിലും ലിവറിലാണെങ്കിലും പല നമ്മുടെ വൻകുടലിലും ആമാശയത്തിലൊക്കെ ഉണ്ടാകുന്ന മെറ്റബോളിക് പ്രോഡക്ട്സും അതിൻ്റേതായിട്ടുള്ള ഓൾഡ് സെൽസ് റിപ്പയർ റിന്യൂവലൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ഇതുങ്ങളെയൊക്കെ ക്ലീൻ ചെയ്ത് വിടും. എന്നുവെച്ചാൽ അതുങ്ങൾ അവിടെ കിടക്കുന്നത് നല്ലതല്ല. ഇതൊരു നോർമൽ പ്രോസസ്സാണ്. അപ്പം ഒരു ഫാസ്റ്റിംഗ് ഡയറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇത് നടക്കുമെന്ന് പറയുന്നത് തെറ്റാണ്. ഓട്ടോഫാജി ഒരാൾ കണ്ടുപിടിച്ച ആൾക്ക് നോബൽ പ്രൈസും കിട്ടി. പക്ഷേ ഓട്ടോഫാജി കാരണം ക്യാൻസർ വരത്തില്ല, ഓട്ടോഫാജി ഉള്ള കാരണമാണ് ക്യാൻസർ സെൽസൊക്കെ ഈറ്റിംഗ് ആണെന്നൊക്കെ പറയുന്നതൊക്കെ മണ്ടത്തരമാണ്. അപ്പോൾ അത് ബേസിക്കലി ഞാൻ പറഞ്ഞില്ല, ഈ വെൽനെസ് ഇൻഡസ്ട്രി അല്ല ഇതുപോലത്തെ ഈ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ ഓരോ പ്രോട്ടോക്കോൾ വിൽക്കാൻ വേണ്ടി അപ്പോൾ അവർ പറയും ഓട്ടോഫേജി ഇത് ചെയ്യുന്നു. അത് എങ്ങനെ ചെയ്യുന്നു, നിങ്ങളിൽ അത് എങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാം എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിയിലൊരു ഫോൺ നമ്പറും കാണും, അതിലൊരു സബ്സ്ക്രിപ്ഷൻ കോഡ് കാണും. അതിലടിക്കുമ്പം ഒരു 10,000 രൂപ കൊടുക്കണം അവന്. എന്നിട്ട് അവനുള്ള പൊട്ടത്തരത്തിലുള്ള ഒരു ഡയറ്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും. എന്നിട്ട് നമ്മളതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ പൈസയും പോയി, നമുക്ക് ഓൾറെഡി നടക്കുന്ന ഓട്ടോഫേജി അവിടെ നടക്കുന്നുണ്ട് താനും. അപ്പോൾ ഇങ്ങനത്തെ സ്കാമുകളിലൊന്നും ആൾക്കാർ പോയി പെടലെന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോട്ടീൻ സംഗതി ഒന്നുകൂടെ ഒന്ന് സ്ട്രെസ് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതായത് പ്രോട്ടീൻ ഷേക്സ് എന്നല്ല, നമ്മൾ ഇതിന് പുറമെ ഇപ്പോൾ പ്രോട്ടീൻ പൗഡറുകളുടെ ഇപ്പം ജിമ്മ് എല്ലായിടത്തുള്ള കാലമാണ്. അപ്പം ജിമ്മുകളിൽ പ്രോട്ടീൻ പൗഡേഴ്സ് അഡ്വൈസ് ചെയ്യുന്നു. അതുപോലെ ജെറിയാട്രിക് ആയിട്ടുള്ള ആളുകൾക്ക്, പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരുന്ന ആളുകൾക്ക് ഡോക്ടർമാരൊക്കെ ഫാർമസ്യൂട്ടിക്കൽ സപ്ലിമെൻറ്റ്സ്. ഇപ്പം ഈ ഒരു സ്പെക്ട്രത്തെ എങ്ങനെയാണ് ഡോക്ടർ കാണുന്നത്? ഇപ്പം നമ്മളുടെ നാട്ടുനടപ്പ്, അതായത് നാട്ടിലൊരു ധാരണ എന്ന് പറയുന്നത് പ്രോട്ടീൻ പൗഡർ എന്ന് പറയുമ്പോഴേ ജിമ്മാണ് എല്ലാവരും ആദ്യമേ ആലോചിക്കുന്നതേ.
അപ്പം പ്രോട്ടീൻ നമ്മൾ ജനറലി ഒരു പ്രോട്ടീൻ ഡെഫിഷ്യൻറ്റ് കൺട്രിയാണ് ഇന്ത്യ. പ്രോട്ടീൻസ് നമുക്ക് വേണം, ഭയങ്കര ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഇമ്മ്യൂണിറ്റി ഒക്കെ പ്രോട്ടീനാണ്. അപ്പം പ്രോട്ടീൻ സോഴ്സസ് നമുക്ക് ഡയറ്റിൽ നിന്ന് എടുക്കാം, നാച്ചുറലി ഉണ്ടല്ലോ. പയർവർഗ്ഗങ്ങൾ, ഫിഷ്, മീൻ, മുട്ട, പൗൾട്രി, കോഴി, താറാവ്, അങ്ങനെ അല്ലെ റെഡ് മീറ്റ്സ്. അപ്പം ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനിൻ്റെ ഡെയിലി വേണം. അപ്പം മിനിമം പറയുന്നത് 0.8 ഗ്രാം പെർ കിലോഗ്രാം പെർ ഡേ ആണ്. ഇപ്പോൾ ഒരു 60 കിലോ ഉള്ള ഒരാളിൽ ഏകദേശം ഒരു 48 ഗ്രാം പ്രോട്ടീൻ ഡെയിലി കഴിക്കണം ഇൻ സെപ്പറേറ്റ് മീൽസ് ഓവർ ദ ഡേ. അത് നമുക്ക് നോർമലി മീൽസിൽ എടുക്കാൻ പറ്റുവാണെങ്കിൽ ദ ബെസ്റ്റ്. ഇപ്പം ഈ പറയുന്ന ആളുടെ ആക്ടിവിറ്റി കൂടിയെന്ന് വെച്ചോ, ഒരു സ്പോർട്ട് പ്ലെയർ ആണ്, അല്ലെങ്കിൽ ഒരു അത്ലീറ്റ് ആണെങ്കിൽ അതൊരു 1 to 1.2 ഗ്രാം പെർ കിലോഗ്രാം പെർ ഡേ കൂടും. എന്ന് വെച്ചാൽ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് കൂടി, ആക്ടിവിറ്റി കൂടിയതാണ്. ഇനിയിപ്പോൾ ഒരു പറഞ്ഞ പോലെ ജീറിയാട്രിക്, ഒരു എൽഡർലി ഗ്രൂപ്പാണെന്ന് വെച്ചോ, അവർക്ക് ആക്ടിവിറ്റി ഒക്കെ കുറവാണ്. പക്ഷേ 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരുടെയും മസിൽ മാസ്, ഓവറോൾ മസിൽ മാസ് എല്ലാ വർഷവും 1% വെച്ച് കുറയും. അത് നാച്ചുറൽ ഏജിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മൾ ആ മസിൽ മാസ് മെയിൻറ്റെയിൻ ചെയ്താൽ എപ്പോഴും നല്ലതാണ്. എന്ന് വെച്ചാൽ അതൊരു ഡയറക്റ്റ് ഒരു ഹെൽത്ത് പാരാമീറ്ററാണ് മസിൽ മാസ് മെയിൻ്റനൻസ്. അപ്പോൾ ഈ എൽഡർലി ആൾക്കാർക്കൊക്കെ അവരുടെ കഴിപ്പും കുറയുമല്ലോ, പ്രായം ചെല്ലുന്നതോറും നമ്മുടെ വിശപ്പൊക്കെ കുറയും. അപ്പോൾ അവർക്ക് നമ്മൾ ഈ പറയുന്ന ഒരു മീൽസിലൊന്നും ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് സപ്ലിമെൻറ്റ് ചെയ്യാം. ഈ നേരത്തെ പറഞ്ഞ വളരെ ആക്റ്റീവായിട്ട് ആൾക്കാർക്കൊക്കെ എക്സ്ട്രാ പ്രോട്ടീൻ വേണ്ട കാരണം അത് സപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ സപ്ലിമെൻറ്റേഷൻ ഈസ് ഓക്കെ, അത് തെറ്റല്ല. പക്ഷേ സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രൂപ്പ്സിനെ വേണം സപ്ലിമെൻറ്റ് ചെയ്യാൻ. എല്ലാവരും വെറുതെ വീട്ടിൽ ഇരുന്ന് ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ രാവിലെ ബസ് കയറി തിരിച്ച് ബസ് വന്ന് വീട്ടിൽ കുത്തിയിരിക്കുക, അങ്ങനെയുള്ള ആൾക്കൊന്നും നമ്മൾ വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്, ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, പ്രൊവൈഡഡ് ദേ ആർ ഈറ്റിംഗ് പ്രോപ്പർലി. ഇപ്പം എനിക്ക് വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ഉണ്ട്, ഞാൻ എടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു, ഞാൻ 2 നേരം കഴിക്കുന്നുള്ളൂ. ആ 2 മീൽസിൽ എനിക്ക് ഏകദേശം ഒരു 70-72 ഗ്രാംസ് പ്രോട്ടീൻ വേണം. എനിക്കത് കിട്ടില്ല. അപ്പം ഞാൻ ഒരു സ്കൂപ്പ് ഓഫ് വേ ഐസൊലേറ്റ് എടുക്കും. അത് തന്നെ 40 ഗ്രാമാണ്, അറൗണ്ട് 40 ഗ്രാംസ് വരും അത് ആ പ്രോട്ടീൻ. അപ്പോൾ അവിടെ തന്നെ എനിക്ക് 40 കിട്ടിയില്ലേ. പിന്നെ 2 മീൽസിൽ എനിക്ക് ഏകദേശം ഒരു 20 ഒക്കെ ഒപ്പിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് വേണം സപ്ലിമെൻറ്റ്സ് വേണോ വേണ്ടതെന്ന് ആദ്യമേ തീരുമാനിക്കാൻ. അപ്പം ജിമ്മിൽ പോകുന്നവർക്ക് മാത്രമല്ല, ജിമ്മിൽ പോകാത്തവർക്കും പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ബാധകമാണ്. ഇനി എന്ത് സപ്ലിമെൻറ്റ്സ് ഉള്ളതാണ്? അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഡയറി ബേസ്ഡ്, മിൽക്ക് ബേസ്ഡ് സപ്ലിമെൻറ്റ്സ് ആണ്. അതിനകത്ത് ഏറ്റവും കോമൺ വേ ആണ്. വേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാലൊക്കെ നമ്മൾ ഈ ഇതുണ്ടാക്കുമല്ലോ, തൈര് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അടിയിലൊരു കുറച്ച് ക്ലിയർ ലിക്വിഡ് കിടക്കത്തില്ലേ, ആ സാധനമാണ് വേ. അതിൽ നിന്നാണ് ഇവർ ഈ വേ പ്രോട്ടീൻ സ്പ്രേ ഡ്രൈ ഒക്കെ ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഈ പാലിനകത്ത് ഏറ്റവും ഡൈജസ്റ്റബിൾ ഫോമാണ്. അത് ആക്ച്വലി ഒരു സ്റ്റാൻഡേർഡാണ്. ബാക്കിയുള്ള പ്രോട്ടീൻസിനൊക്കെ കമ്പയർ ചെയ്യുന്ന പ്രോട്ടീനാണ് ഈ സാധനം. അത്രയ്ക്ക് ഗുണമുള്ള പ്രോട്ടീനാണ്. ബിക്കോസ് ഇത് പെട്ടെന്ന് അബ്സോർബായിട്ട് പെട്ടെന്ന് മസിലിലേക്ക് കയറുന്ന പ്രോട്ടീനാണ് വേ പ്രോട്ടീൻ. അപ്പോൾ വേ പ്രോട്ടീൻ 3 തരത്തിലുണ്ട്. വേ കോൺസെൻട്രേറ്റ്, അതായത് നേരെ ആ വേ ഭാഗം അവർ പൗഡർ ചെയ്ത് വെക്കുന്നു. 2 വേ ഐസൊലേറ്റ്. അപ്പോൾ വേ ഐസൊലേറ്റിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ്, അതായത് ഈ മിൽക്ക് ഷുഗേഴ്സും മിൽക്ക് ഫാറ്റും കുറവാണ്. അത് കുറേ കൂടെ ഹയർ പ്രോട്ടീൻ കണ്ടൻറ്റാണ്, ഏകദേശം 90% വരും. പിന്നെയുള്ളത് വേ ഹൈഡ്രോലൈസേറ്റ്, അതായത് ഈ വേ പ്രോട്ടീൻ ഐസൊലേറ്റ് കുറച്ച് എൻസൈംസ് ഒക്കെ ഇട്ട് ഡൈജസ്റ്റ് ആയിട്ട് പെപ്റ്റൈഡ്സിൻ്റെ ഫോമാക്കും. പെട്ടെന്ന് അബ്സോർബായി പെട്ടെന്ന് മസിൽ കയറുന്നൊരു ഫോമാണത്. അതൊക്കെ യൂസ് ചെയ്യുന്നത് അത്ലീറ്റ്സും പ്രൊഫഷണൽസും മാത്രമാണ്. ഒരു സാധാരണ രീതിയിൽ സപ്ലിമെൻറ്റേഷന് അധികം വണ്ണമില്ലാത്ത പേഷ്യൻസ്, ഡയബറ്റീസ് ഇല്ലാത്തവർക്കൊക്കെ വേ കോൺസെൻട്രേറ്റ് ഓക്കെയാണ്, അത് ചീപ്പറുമാണ്. പക്ഷേ പ്രോപ്പറായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർ, ജിമ്മിൽ പോകുന്നവർ, റണ്ണേഴ്സ്, കുറച്ച് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ വേ ഐസൊലേറ്റ് ആണ് ബെറ്റർ. ബിക്കോസ് അതിനകത്ത് മിൽക്ക് ഷുഗറും കുറവാണ്, മിൽക്ക് ഫാറ്റും കുറവാണ്, പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതൽ. ഞാനൊക്കെ എടുക്കുന്നത് വേ ഐസൊലേറ്റ് ആണ്. അപ്പോൾ ഇതാണ് വേ പ്രോട്ടീൻ്റെ 3 സ്റ്റൈല്. അപ്പോൾ ആർക്കൊക്കെ വേണമെന്നുള്ളതും ഇതിനകത്തുണ്ട്. ഇത് സിന്തറ്റിക്കോ കെമിക്കലോ ഒന്നും അല്ല, ഇത് മിൽക്കിൽ നിന്നുണ്ടാക്കുന്ന സാധനമാണ്. അതുകൊണ്ട് പശുമ്പാൽ കുടിക്കുന്നവർക്ക് ഇത് കുടിക്കുന്നതിന് കുഴപ്പമില്ല. ചിലവർക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ട്, അതായത് ഈ മിൽക്ക് ഷുഗറിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേ ഐസൊലേറ്റ് എടുക്കാം, അല്ലെങ്കിൽ വേ ഹൈഡ്രോലൈസേറ്റ് എടുക്കാം. അതിനകത്ത് ഈ മിൽക്ക് കണ്ടൻറ്റ്, ഫാറ്റ് കണ്ടൻറ്റ് ഒക്കെ കുറവാണ്. പിന്നെയുള്ളത് പാലിൻ്റെ മറ്റ് ഭാഗത്തുള്ള പ്രോട്ടീനാണ്. അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് കേസീൻ എന്ന് പറയും. അപ്പോൾ വേയും ഉണ്ട്, കേസീനും ഉണ്ട്, 2 മിൽക്ക് പ്രോട്ടീൻസാണ്. കേസീൻ എന്ന് പറയുന്നത് ഒരു സ്ലോലി ഡൈജസ്റ്റിംഗ് പ്രോട്ടീനാണ്. അപ്പോൾ സാധാരണ ഇപ്പം മാരത്തണൊക്കെ ഓടുന്ന ആൾക്കാരില്ലേ, അവർക്കൊക്കെ പതുക്കെ ആ മെയിൻറ്റെയിൻ ചെയ്ത് ഓടണ്ടേ, ആ മസിൽ സ്റ്റാമിന സ്ട്രെങ്ത്തൊക്കെ. അങ്ങനെയുള്ളവർ കഴിക്കുന്നത് കേസീനാണ്. അതായത് നമ്മൾ കേസീൻ കഴിക്കുമ്പം പെട്ടെന്ന് നമ്മുടെ വയറ് ഫുള്ളാവും, എന്നിട്ട് പയ്യെ അത് ഡൈജസ്റ്റായി ഓവർ മെനി അവേഴ്സാണ് ഡൈജസ്റ്റ് ആകുന്നത്. അപ്പം അങ്ങനത്തെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യുന്നവർക്കാണ് കേസീൻ. അപ്പം എല്ലാവർക്കും കേസീൻ വേണ്ട. ക്വിക്കായിട്ട് വർക്കൗട്ട് ചെയ്ത് പെട്ടെന്ന് തീർക്കാവുന്ന, ഇപ്പം റണ്ണിങ് അത്ലീറ്റ്സ്, പെട്ടെന്നുള്ള ലിഫ്റ്റേഴ്സിനൊക്കെ വേ. അപ്പോൾ ഇത് രണ്ടും എടുക്കാം, പക്ഷേ ഇത് എടുക്കുന്നതിനുള്ള
കുറച്ച് റെക്കമെൻഡേഷൻസ് ഉണ്ട്. മൂന്നാമത്തെ സാധനമാണ് ക്രിയാറ്റിൻ. പ്രോട്ടീൻ പൗഡറിൻ്റെ കൂടെ തന്നെ ചില ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് ക്രിയാറ്റിൻ. ക്രിയാറ്റിൻ ശരിക്കും പറഞ്ഞ ഒരു നല്ല സംഭവമാണ് അത്. പക്ഷേ എല്ലാവർക്കും ഉള്ളതല്ല. അത് ബേസിക്കലി പവർ ലിഫ്റ്റേഴ്സിനുള്ളതാണ്. അതായത് മസിൽ ബൾക്കിങ്ങും മസിൽ ഷേപ്പിങ്ങും മസിൽ സ്ട്രെങ്ത് ആൻഡ് റിക്കവറി പെട്ടെന്ന് കൂട്ടാൻ വേണ്ടി എടുക്കുന്ന ഒരു സാധനമാണ് ക്രിയാറ്റിൻ. ബിക്കോസ് ക്രിയാറ്റിനും ഡയറക്റ്റ് എനർജി തരുന്നൊരു സാധനമാണ്, നമ്മുടെ സെൽസിന് എനർജി കൊടുക്കുന്നത്. അപ്പം അങ്ങനെ പ്രൊഫഷണലി ഈ പരിപാടി ചെയ്യുന്നവർ മാത്രം ക്രിയാറ്റിൻ എടുത്താൽ മതി. സാധാരണ ജിമ്മിൽ പോകുന്നവരും ബാഡ്മിൻ്റൺ കളിക്കുന്നവരും ടെന്നീസ് കളിക്കുന്നവരും ഫുട്ബോൾ കളിക്കുന്നവരും ക്രിയാറ്റിൻ എടുക്കേണ്ട ഒരാവശ്യമില്ല. ബിക്കോസ് അത് ബൾക്കിങ്ങിനും ഷേപ്പിങ്ങിനും അഗ്രസീവായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന അത്ലീറ്റ്സിന് മാത്രമുള്ള സാധനമാണ്. സോ നോട്ട് ഫോർ എവരിബഡി. പക്ഷേ ഇപ്പോൾ പുതിയ പഠനങ്ങൾ പറയുന്നത് ക്രിയാറ്റിൻ വേറെ ചില ആൾക്കാരിലും യൂസ്ഫുള്ളാണ്. ഒരു നല്ല പഠനം ഉണ്ടായിരുന്നു. സിവിയർ ഡിപ്രഷൻ ഉള്ള കുറച്ച് സ്ത്രീകളെ അവർക്ക് ഓൾറെഡി മരുന്ന് കൊടുക്കുന്നുണ്ട്, ഈ എസിറ്റിലോപ്രാം എന്നൊക്കെ പറഞ്ഞ് മരുന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിലും ആ ഡിപ്രഷൻ്റെ ലെവൽസ് കൺട്രോൾ ആകുന്നില്ല. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്ത്രീകളിൽ ഇവരെന്ത് ചെയ്തു, ഒരു ഗ്രൂപ്പിൽ എസിറ്റിലോപ്രാം അതായത് ഡിപ്രഷൻ്റെ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്തു, വേറൊരു ഗ്രൂപ്പിൽ ഡിപ്രഷൻ്റെ മെഡിസിൻ്റെ കൂടെ ക്രിയാറ്റിനിൻ 5 ഗ്രാം ഡെയിലി ആഡ് ചെയ്തു. 5 ഗ്രാം ക്രിയാറ്റിൻ ആഡ് ചെയ്ത സ്ത്രീകളിൽ ഡിപ്രഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു, അവർ ഭയങ്കര ആക്റ്റീവ് ആൻഡ് എനർജറ്റിക്കായി. അപ്പോൾ ഇതൊരു തരം ബ്രെയിൻ ഫുഡുമാണ് ഈ ക്രിയാറ്റിൻ. അപ്പം ക്രിയാറ്റിൻ്റെ വേറെ യൂസസും വരുന്നുണ്ട്. ഇപ്പോൾ ഈ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡറിലൊക്കെ ക്രിയാറ്റിൻ്റെ യൂസ് പതുക്കെ വന്നു തുടങ്ങും. അപ്പം ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സും ഇത് പറയുന്നത്. ഇനി ചിലവർക്ക് ഇവർ ഇപ്പോൾ വീഗൻസ് ഒക്കെ ആണെങ്കിലേ അല്ലെ പാല് കഴിക്കാൻ താല്പര്യമില്ലാത്തവരിലൊക്കെ അവർക്ക് പ്ലാന്റ് പ്രോട്ടീൻ വരും. അതായത് പീ പ്രോട്ടീൻ, സോയ പ്രോട്ടീൻ, റൈസ് പ്രോട്ടീൻ, അങ്ങനെ റൈസ് എക്സ്ട്രാക്ട് പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞ് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ഉണ്ട്. അതിനകത്ത് പ്രോട്ടീൻ ക്വാളിറ്റി ആക്ച്വലി പൂറാണ്, ബിക്കോസ് അത് പ്ലാന്റ് ആണ്. അതിനകത്ത് കംപ്ലീറ്റ് അമിനോ ആസിഡ്, ഇപ്പോൾ ഒരു ഗുഡ് ഹോൾസം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ അമിനോ ആസിഡ്സും എസെൻഷ്യൽ അമിനോ ആസിഡ്സും കാണണം. അപ്പം അങ്ങനെ ഫുൾ അമിനോ ആസിഡ് പ്രൊഫൈൽ ഇല്ലാത്തതാണ് കൂടുതലും പ്ലാന്റ് പ്രോട്ടീൻസിൽ. പക്ഷേ പ്ലാന്റ് പ്രോട്ടീൻസ് കഴിച്ചും നമുക്ക് മുന്നോട്ട് പോവാം, അതുകൊണ്ട് അത് പ്രോപ്പർ പെയറിങ് ചെയ്താൽ മതി. അതാണ് നമ്മൾ ഈ ഇപ്പം ചില ആൾക്കാർ ചപ്പാത്തിയുടെ കൂടെ രാജ്മ ബീൻസ് ആഡ് ചെയ്യുന്നത്. ചപ്പാത്തിയിൽ ഇല്ലാത്ത കുറച്ച് അമിനോ ആസിഡ്സ് ബീൻസിൽ നിന്ന് കിട്ടും. അപ്പോൾ വെജിറ്റേറിയൻസിൽ പെയറിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കറക്റ്റ് ആ പ്രോട്ടീൻ സോഴ്സും കറക്റ്റ് അമിനോ ആസിഡ് പ്രൊഫൈൽ കിട്ടാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ് പ്രോട്ടീൻ സോഴ്സസിൽ പ്രശ്നങ്ങളുമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ 2 പഠനങ്ങളുണ്ടായിരുന്നു. സിറ്റിസൺസ് പ്രോട്ടീൻ പ്രോജക്റ്റ്, ഇത് ചെയ്തത് പബ്ലിക് ഫണ്ടഡ് ആണ്. ഒരു കമ്പനിക്കാരും പൈസ തന്നില്ല, ഞങ്ങൾ കുറച്ച് പേര് പൈസ കിട്ടു. പിന്നെ പബ്ലിക്കിനോട് പറഞ്ഞു പ്ലീസ് ഞങ്ങൾക്ക് പൈസ താ, നമുക്ക് നോക്കാം പ്രോട്ടീൻ ക്വാളിറ്റി. ഞങ്ങൾ 2 പഠനം നടത്തി. ആദ്യത്തെ പഠനം സിറ്റിസൺസ് പ്രോട്ടീൻ പ്രോജക്റ്റ് 1, ഞങ്ങൾ കണ്ടുപിടിച്ചത് പല കമ്പനിക്കാരും ഈ ഇറക്കുന്ന പ്രോട്ടീൻസ് ഉണ്ടല്ലോ, അപ്പം പല വലിയ വലിയ കമ്പനീസിൻ്റെ പ്രോട്ടീൻസ് എല്ലാം നമ്മൾ പലതരത്തിലുള്ള ക്വാളിറ്റി അസസ്മെൻറ്റ് നടത്തി. അതിൽ ഏറ്റവും വലിയ ക്വാളിറ്റി അസസ്മെൻറ്റാണ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ. ഇവർ പറയുന്നു ഒരു സ്കൂപ്പിനകത്ത് നിങ്ങൾക്ക് 25 ഗ്രാം പ്യുവർ പ്രോട്ടീൻ കിട്ടും എന്ന് പറയുമ്പോൾ അതിനകത്ത് 25 ഗ്രാം അല്ലെ ±10% കിട്ടണം നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേ. പക്ഷേ 70% ഞങ്ങൾ ചെക്ക് ചെയ്തതിനകത്തും ഇവർ ഈ പറയുന്നതല്ല അതിനകത്തുണ്ടായിരുന്നത്. ചിലവർ 25 ഗ്രാം എന്ന് പറയുന്നതിനകത്ത് 5 ഗ്രാം പോലും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള പ്രോട്ടീൻ പൗഡറുകളും അതിനകത്തുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഈ പറയുന്ന പ്രോട്ടീൻ പൗഡേഴ്സൊക്കെ പറയുന്ന പോലെ അല്ല നിങ്ങൾക്ക് കിട്ടുന്നത്, മിസ് ലേബലിംഗ് ആണ്, നിങ്ങൾ കൊടുത്ത പൈസയ്ക്ക് നിങ്ങൾക്ക് മുതലാകുന്നില്ല. അതായത് ഫസ്റ്റ് പ്രോജക്റ്റ്. സെക്കൻഡ് പ്രോജക്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഇതുപോലെയുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ, അതായത് ഈ ജിം ഗോവേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന പ്രോപ്പർ വെൽനസ് ഇൻഡസ്ട്രി ഉണ്ടാക്കുന്ന ഈ പ്രോട്ടീൻ പൗഡേഴ്സും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി നമ്മുടെ മെഡിക്കൽ കമ്പനിക്കാരുണ്ടാക്കുന്ന പ്രോട്ടീൻ പൗഡേഴ്സും, ഇതിപ്പോൾ എനിക്ക് എടുത്തു പറയാം, ഇത് പബ്ലിക്കിലുള്ളതാണ്. ഇപ്പോൾ എൻഷുവർ, അതുകൂടാതെ പ്രോട്ടീൻ എക്സ്, പിന്നെ ബ്രിട്ടീഷ് ബയോളജിക്കൽസിൻ്റെ കുറേ ഉണ്ടല്ലോ, എൻ്റെയൊക്കെ പേര് പെട്ടെന്ന് ഞാൻ മറന്നുപോയി. നോർമലി ആൾക്കാർ യൂസ് ചെയ്യുന്ന കുറേ പ്രോട്ടീൻ പൗഡേഴ്സ് പ്ലസ് അതും ഈ ഇൻഡസ്ട്രി, അതായത് ഈ വെൽനസ് ഇൻഡസ്ട്രി ഉണ്ടാക്കുന്ന പ്രോപ്പറായിട്ടുള്ള വൺ ന്യൂട്രീഷൻ, ഹോൾ ട്രൂത്ത്, മാക്സിൻ അങ്ങനത്തെ കമ്പനീസ് ഉണ്ടാക്കുന്ന പ്രോട്ടീനും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തു. മെഡിക്കൽ കമ്പനി ഉണ്ടാക്കുന്ന പ്രോട്ടീൻ ക്വാളിറ്റി വളരെ പുവർ. അവർ പറയും അതിനകത്ത് ഹാർഡ്ലി 6 grams 8 grams ഒക്കെയാണ് പ്രോട്ടീൻ ഒരു സ്കൂപ്പിൽ വരുന്നുള്ളൂ. അപ്പം ഓൾമോസ്റ്റ് 25 to 30 grams കിട്ടാൻ നമ്മൾ ഒരു 5, 6 അല്ലെങ്കിൽ 7 സ്കൂപ്പൊക്കെ എടുക്കണം. ഒരു പാക്കറ്റ് അതോടെ തീർന്ന് പുതിയ പാക്കറ്റ് മേടിക്കണം. അപ്പോൾ ഒരു മാസത്തേക്ക് പ്രോട്ടീൻ നമ്മുടെ ഡെയിലി റിക്വയർമെൻറ്റിന് വേണ്ടി ഏകദേശം 15-16 പാക്കറ്റ് മേടിച്ചാലേ നമുക്ക് അത്രയും പ്രോട്ടീൻ കിട്ടത്തുള്ളൂ. അതിന് 10,000 കണക്കിന് രൂപയും. നേരെ തിരിച്ച് ഇപ്പുറത്ത് നോക്കിയേ, വെൽനസ് ഇൻഡസ്ട്രി ഉണ്ടാക്കുന്ന പ്രോപ്പർ, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ എടുക്കുവാണെങ്കിൽ ട്രൂ നേറ്റീവ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, ട്രൂ ബേസിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ 1 കിലോയാണ് വരുന്നത്. അത് പ്യുവർ വേ ആണ്, അതിനകത്ത് വേറെ അഡിറ്റീവ്സ് ഒന്നുമില്ല. അതിനകത്ത് ഒരു സ്കൂപ്പ് അവർ പറയുന്നത് അപ് ടു 30 grams വരെ ഉണ്ട്, ഈ വലിയ ഐസൊലേറ്റ് ഒക്കെ. അത് എക്സാക്ട്ലി 30 grams ആണ്. അപ്പം ഒരു ഡബ്ബ ഒരു മാസം നിൽക്കും.
അതായത് നമ്മളിവിടെ 3000-4000 രൂപ കൊടുത്താൽ, അല്ല 6000 രൂപ കൊടുത്താൽ ഒരു മാസം നിൽക്കും. അവിടെ നമ്മൾ 10,000-20,000 രൂപ കൊടുക്കുന്നത് ഈ സെയിം ഇതിന് വേണ്ടി. അപ്പോൾ പ്രോട്ടീൻ ക്വാളിറ്റി മാത്രമല്ല, നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഈ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ വേ യൂസ് ചെയ്യുന്നതിന്. ഇതിൽ വേറൊരു സംഭവമുണ്ട്. പല മെഡിക്കൽ കമ്പനി പ്രോട്ടീൻസിലും അവർ ഷുഗർ ആഡ് ചെയ്യും ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി. അപ്പം ഈ വേ പ്രോട്ടീൻ പ്രോപ്പറായിട്ട് ഇൻഡസ്ട്രി ഉണ്ടാക്കുന്നതിനകത്തൊന്നും ഷുഗർ ഒരിക്കലും ആഡ് ചെയ്യത്തില്ല. നോൺ ഷുഗർ സ്വീറ്റ്നസ് ആയിരിക്കും, വിച്ച് ഈസ് മച്ച് സേഫർ ഫ്രം മെറ്റബോളിക് ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂ. അതായത് ഇപ്പോൾ നമ്മൾ സൂക്കർലോസ് ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് നെഞ്ചിടിക്കുന്നുണ്ടായിരിക്കും. ആസ്പർട്ടൈം, പിന്നെ നമ്മുടെ മോങ്ക് ഫ്രൂട്ട് ഷുഗർ എന്നൊക്കെ പറഞ്ഞ ലോ കാലറി അല്ല 0 കാലറി സ്വീറ്റ്നേഴ്സ് ഉണ്ട്. ഡയറ്റ് കോക്കിനകത്തൊക്കെയുള്ള സാധനങ്ങളാണ്. അതൊക്കെയാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് കാലറി കണ്ടൻറ്റ് കൂടുന്നില്ല, പക്ഷേ പ്രോട്ടീൻ കണ്ടൻറ്റ് ഹൈ ആണ്. നേരെ തിരിച്ച് ഇതിനകത്ത് പ്രോട്ടീൻ ഇല്ലതാനും കാലറി കൂടുതൽ, വേണ്ടാത്ത സാധനം ഒക്കെ ആഡ് ചെയ്യുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ അത് നമുക്ക് മുതലുവാകുന്നില്ല. ഇതായിരുന്നു സിറ്റിസൻസ് പ്രോട്ടീൻ പ്രോജക്റ്റ് 2. അപ്പം പ്രോട്ടീനെ പറ്റി ഇത്രമാത്രമാണ്. അപ്പം നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി ഗുഡ് കമ്പനി ബ്രാൻഡ് തേർഡ് പാർട്ടി സർട്ടിഫിക്കേഷൻസ് ഉള്ള പ്രോട്ടീൻ കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ എല്ലാവർക്കും പ്രോട്ടീൻ വേണ്ട. ഞാൻ ഈ പറഞ്ഞ പോലെ ആക്ടിവിറ്റി, ഏജ്, അസോസിയേറ്റഡ് ഡിസീസ് വേറെ ഉള്ളവർ, അതൊക്കെ നോക്കിയിട്ട് വേണം പ്രോട്ടീൻ യൂസ് ചെയ്യാൻ. മലയാളികൾ അവരുടെ, ഞാൻ ആൽക്കോളിക്കായിട്ടല്ല പറയുന്നത്, റിക്രിയേഷണൽ ഡ്രിങ്കേഴ്സാണ്. ലൈക്ക് അവർക്ക് ചായ വേണം, കാപ്പി വേണം, അവർ പലതരത്തിലുള്ള പല ദിവസത്തിൽ 5-10 ചായ കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നതും ഉണ്ടാകാം. പക്ഷേ ഡോക്ടർ ഞാൻ കണ്ടിട്ടുള്ളത് ബ്ലാക്ക് കോഫിയുടെ ഒരു പ്രൊമോട്ടർ എന്നുള്ളതൊക്കെ തന്നെ പറയാവുന്നത്, സ്വന്തം ലൈഫിലായാലും മറ്റുള്ളവർക്കായാലും. അപ്പോൾ ഈ ബ്ലാക്ക് കോഫി കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എഫക്റ്റുകളും ഇപ്പോൾ ലാക്ടോസ് ബേസ്ഡ് ആയിട്ടുള്ള മറ്റ് കാപ്പി, ചായ തുടങ്ങിയ മിൽക്ക് ഉള്ള സാധനങ്ങൾ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രവർത്തനം നമ്മൾ വ്യത്യാസം എന്താണ്? ഇത് വേറൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കാപ്പിയെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കമൻറ്റ് വന്നത്, കോഫി ബോർഡ് എനിക്ക് പൈസ തന്നെന്നാണ്. ഇന്ത്യൻ കോഫി ബോർഡ് പൈസ തന്നു, കാപ്പിത്തോട്ടക്കാരൊക്കെ എനിക്ക് പൈസ തരുന്നതാണ്. എന്ന് വെച്ചാൽ ഗ്രീൻ ടീയുടെയും മറ്റേ ടീയുടെയും ഒക്കെ ചിലവ് പറഞ്ഞ് ഞാൻ കാരണം എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വരുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, ഇതെല്ലാം എവിഡൻസ് ബേസ്ഡ് ആണ്. അപ്പം നമ്മളുടെ ഫുഡ് ഐറ്റംസിലെ നല്ലൊരു ഡയറ്ററി ഇൻ്റർവെൻഷൻ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ എവിഡൻസ് വരുന്നത് കോഫിയിലാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വലിയ റാൻഡമൈസ് കൺട്രോൾ ട്രയൽ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നുമില്ല. ഇതെല്ലാം ലാർജ് സ്കെയിൽ ഒബ്സർവേഷൻസ് ആണ്. കാപ്പി കുടിക്കുന്ന ഗ്രൂപ്പും കാപ്പി കുടിക്കാത്ത ഗ്രൂപ്പും തമ്മിലുള്ള കമ്പാരിസനാണ്. ഈ കാപ്പി കുടിക്കുന്ന ഗ്രൂപ്പിൻ്റെ കാപ്പിയുടെ ഇൻടേക്കൊക്കെ അവർ മെമ്മറി എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിനകത്ത് പല ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഗ്ലോബലി നോക്കുവാണെങ്കിലേ, ഇപ്പോൾ വെസ്റ്റിൽ നിന്നാണെങ്കിലും ഈസ്റ്റിൽ നിന്നാണെങ്കിലും, ഇപ്പോൾ യൂറോപ്പിൽ നിന്നാണെങ്കിലും US നിന്നാണെങ്കിലും ഒക്കെ, ചൈനയിൽ നിന്നാണ് ഒക്കെ, എവിടെ നിന്നാണെങ്കിലും ഈ ഡാറ്റ സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഹൈ ക്വാളിറ്റി ഡാറ്റയാണ്. ബിക്കോസ് ഓൾ ഓവർ ദ വേൾഡ് സിമിലർ തിങ്സ് ആണ് പല പല ഗ്രൂപ്പ്സ് ഓഫ് പേഷ്യൻസിൽ നിന്നും അല്ലെ പബ്ലിക്കിൽ നിന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. അപ്പോൾ അതിലൊരു വലിയൊരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ബ്ലാക്ക് കോഫി അൺസ്വീറ്റൻഡ്, പഞ്ചസാര ഇടാൻ പാടില്ല, പാലോ ഒന്നും പാടില്ല. ബ്ലാക്ക് കോഫി അൺസ്വീറ്റൻഡ് മിനിമം ഓഫ് 3 cups എ ഡേ. ഒരു കപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 250 ml വരും നമ്മുടെ ഒരു കണക്കനുസരിച്ച്, 250 ml. അങ്ങനെ 3 കപ്പ് കാപ്പി കുടിക്കുന്നവരിൽ പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് കണ്ടുവരുന്നുണ്ട്. ഇപ്പം ലിവറിൻ്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ, ഇപ്പം ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ട്, അല്ലെ അമിതവണ്ണം ഉണ്ട്, തൈറോയിഡിൻ്റെ അസുഖമുണ്ട്, ഫാറ്റി ലിവർ ഉണ്ട്. അപ്പോൾ ഈ ഫാറ്റി ലിവർ കൂടാതിരിക്കാനും, ഈ ഫാറ്റി ലിവറിൻ്റെ സിവിയറിറ്റി കൂടാതിരിക്കാനും, ഫാറ്റ് ലിവർ കുറയാനും ഈ ബ്ലാക്ക് കോഫി ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് കോഫി മാത്രം കുടിച്ചുകൊണ്ടിരിക്കുന്നതല്ല പറയുന്നത്, നമ്മൾ അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഡയറ്റിങ്ങും എക്സസൈസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്താൽ എക്സ്ട്രാ ബെനിഫിറ്റാണ്. അപ്പോൾ ലിവർ ഹെൽത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ബ്ലാക്ക് കോഫിയിൽ പഠനങ്ങളുണ്ട്. സോ മച്ച് ദാറ്റ് നമ്മുടെ വലിയൊരു എപ്പെക്സ് ബോഡിയുണ്ട് ലിവർ പേഷ്യൻസിന് വേണ്ടി ഗൈഡ് ലൈൻസ് ഉണ്ടാക്കുന്നത്. യൂറോപ്യൻ അസോസിയേഷൻ ഓഫ് സ്റ്റഡി ഓഫ് ലിവർ, ഈസൽ, യൂറോപ്യൻ ഗ്രൂപ്പാണ്. അവരുടെ ലേറ്റസ്റ്റ് ഈ സിറോസിസ് രോഗികളെ എങ്ങനെ ചികിത്സിക്കണം, അല്ലെ ക്രോണിക് ലിവർ ഡിസീസ് രോഗികളെ എങ്ങനെ ചികിത്സിക്കാനുള്ള ഗൈഡ് ലൈൻസിൽ ഒരു പോയിന്റ് വന്നേക്കുന്നത്, ലിവർ ക്യാൻസർ, അതായത് ഓൾറെഡി സിറോസിസ് ഉള്ള വ്യക്തികൾ, അല്ലെ ക്രോണിക് ലിവർ ഡിസീസ് ഉള്ള വ്യക്തികളിൽ ലിവർ ക്യാൻസറിൻ്റെ റിസ്ക് കുറയ്ക്കാൻ അവർ പറയുന്നത് അറ്റ്ലീസ്റ്റ് 3 കപ്പ് കാപ്പി കുടിക്കാനാണ് എല്ലാ ദിവസവും. ഗൈഡ് ലൈൻസ് വന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് എവിഡൻസ് ആണ്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചായിരുന്നു ബ്രേക്കിൻ്റെ ഇടയിൽ, ഡിമെൻഷ്യ, പാർക്കിൻസൺസ് ഡിസീസ്, മേജർ ഹാർട്ട് ഡിസീസ്, അതായത് മേജർ കാർഡിയാക് റിലേറ്റഡ് ഇവൻറ്റ്സ്, മെയ്സ് എന്ന് പറയുന്നത് മേജർ അഡ്വാൻസ് കാർഡിയാക് റിലേറ്റഡ് ഇവൻറ്റ്സ്, മെയ്സ്, അങ്ങനത്തെ കാർഡിയാക് ഇഷ്യൂസ്, ഡയബറ്റീസ്, പ്രീ ഡയബറ്റീസ്, തൈറോയിഡ് ഫങ്ഷൻസ്, ഇതിനൊക്കെ ബ്ലാക്ക് കോഫി ഈസ് വെരി യൂസ്ഫുൾ. അതായത് മിനിമം 3 cups കഴിക്കണം, മാക്സിമം 5 വരെ പോവാം, 5-ന് മുകളിൽ പോകാൻ പാടില്ല. ഇനി ചില ആൾക്കാർക്ക് കാപ്പി കുടിച്ചാൽ പ്രശ്നമാണ്, ഭയങ്കരമായിട്ട് ഹൃദയടിപ്പൊക്കെ കൂടും കഫീൻ ഉള്ള കാരണേ. അപ്പം കഫീൻ ഇല്ലാത്ത വെർഷൻസ് ഉണ്ട്, ഡീകാഫ്, അതിനും സെയിം ഗുണമാണ്. അപ്പം കാപ്പി കുടിച്ചാൽ പ്രശ്നം ഉണ്ടാകുന്നവർക്ക് കഫീൻ ഇല്ലാത്ത വെർഷൻസ് എടുത്താലും
ഈ ഗുണങ്ങൾ വരും. ചിലവർ കാപ്പി കുടിക്കാൻ പാടില്ല. അതിലൊരു ഗ്രൂപ്പാണ് പ്രഗ്നൻറ്റ് വിമൻ. ക്യാരി ചെയ്യുന്ന സ്ത്രീകളിൽ കാപ്പി കൊടുക്കാൻ പാടില്ല. ബിക്കോസ് സ്റ്റിമുലൻ്റ് ആയത് കാരണം ബുദ്ധിമുട്ടാണ്. പക്ഷെ അവർക്ക് ഡീകാഫ് കുഴപ്പമില്ല. അപ്പം നമ്മൾ ഈ പറയുന്ന ഈ കാപ്പിക്കകത്ത് നമ്മൾ പാലിടുകയോ ക്രീം ഇടുകയോ ബട്ടർ ഇടുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ അതിൻ്റെ ഗുണം പോവും. എന്താണെന്ന് വെച്ചാൽ ഈ കാപ്പിക്കകത്ത് കുറച്ച് നാച്ചുറൽ പ്ലാന്റ് കെമിക്കൽസ് ഉണ്ടല്ലോ, കാപ്പിയുടെ തന്നെ ഉള്ളത്. ഫോർ എക്സാമ്പിൾ ഏറ്റവും കോമൺ ആയിട്ട് നമുക്കറിയുന്ന കഫീനാണ്. പക്ഷെ അതല്ല നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്ലോറോജനിക് ആസിഡ് എന്ന് പറയും. കാപ്പിക്കകത്താണ് ഏറ്റവും കൂടുതൽ ക്ലോറോജനിക് ആസിഡ് ഉള്ളത്. ഈ ക്ലോറോജനിക് ആസിഡാണ് നമ്മുടെ ബെനിഫിറ്റ് തരുന്നത്. ഇനി വേറൊരു എക്സ്ട്രാ കാര്യമാണ് പറയാം. ഏത് തരത്തിലുള്ള കാപ്പിയാണ് ഏറ്റവും നല്ലത്? കാപ്പി കുടിച്ചാൽ, അതായത് കട്ടൻ കാപ്പി കുടിച്ചാൽ കൊളസ്ട്രോൾ കൂടും കേട്ടോ. അങ്ങനെ സംഭവമുണ്ട്. ടോട്ടൽ കൊളസ്ട്രോൾ ക്യാൻ ഗോ ഹൈ ഡെയിലി നമ്മൾ അമിതമായിട്ട് കട്ടൻ കാപ്പി കുടിച്ചാൽ. അതിനും ഒരു ക്യാച്ചുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന കാപ്പിയുടെ ഫോർമാറ്റ് നമുക്ക് എസ്പ്രസ്സോ ഉണ്ട്, ഈ മെഷീൻ കോഫി ഉണ്ട്, ഇൻസ്റ്റൻറ്റ് കോഫി ഉണ്ട്, ബ്രൂഡ്, ഫ്രഞ്ച് പ്രസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ടല്ലോ. അതിലേറ്റവും ഈ കാപ്പിയുടെ അകത്ത് തന്നെ 2 തരത്തിലുള്ള കെമിക്കൽസ് ഉണ്ട്. ഈ കഫെസ്റ്റോൾ എന്നൊക്കെ പറയുന്ന ഡൈറ്റർപ്പീൻ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൽ പെടുന്ന കെമിക്കലാണത്. അത് നാച്ചുറലി കാപ്പിക്കകത്തുള്ളതാണ്. അത് ഏറ്റവും കുറവുള്ളത് നമ്മുടെ പേപ്പർ ഫിൽറ്റർ ചെയ്ത് കോഫിക്കകത്താണ്. എന്ന് വെച്ചാൽ അത് ഈ ഡൈറ്റർപ്പീനൊക്കെ വലിച്ചെടുക്കും പേപ്പർ ഫിൽറ്റർ. അപ്പോൾ പേപ്പർ ഫിൽറ്റേർഡ് കോഫിയാണ് മോസ്റ്റ് ഹെൽത്തി. പക്ഷെ നമുക്ക് കിട്ടുന്ന ഇൻസ്റ്റൻറ്റ് കോഫി ഇല്ലേ, പൗഡർഡ് ഇൻസ്റ്റൻറ്റ് കോഫി, പ്യുവർ സോളിബിൾ ഇൻസ്റ്റൻറ്റ് കോഫി, അതും ഭയങ്കര ഹെൽത്തിയാണ്. ബിക്കോസ് അതിനകത്തും ഈ പറയുന്ന ഈ ഡൈറ്റർപ്പീൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ കാപ്പി കുടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഇൻസ്റ്റൻറ്റ് കോഫി ആവാം, അല്ലെ പേപ്പർ ഫിൽറ്റർ ആവണം. നിങ്ങൾ പോയി കുടിക്കുന്ന എസ്പ്രസ്സോ അത്ര സേഫ് അല്ല, അതിനകത്ത് കൊളസ്ട്രോൾ കൂടാം. ഡോക്ടർ കോഫി പോലെ തന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള മറ്റൊരു സാധനം, പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതല്ല, എൻഡോഴ്സ് ചെയ്തുകൊണ്ടുള്ള സാധനം ഡയറ്റ് കോക്കിൻ്റെ വേർഷൻസ് ആണ്. അപ്പോൾ ഈ കോക്ക് അല്ലെങ്കിൽ പെപ്സി എന്നൊക്കെ പറയുന്നത് പൊതുവേ ഷുഗർ സോഡ എന്നുള്ള നിലയ്ക്ക് ആളുകൾ ഭയങ്കരമായിട്ട് അരുതെന്ന് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ ഡയറ്റ് കോക്ക് തന്നെ ഇപ്പം 0 ഷുഗർ എന്ന് പറയുമ്പോഴും ഈ 2023 IARCയുടെ ഒരു സ്റ്റഡിയിൽ അവർ പറയുന്നത് ഗ്രൂപ്പ് 2B കാർസിനോജൻ ആണ്. അതാണ്, അതായത് പോസിബിളി കാർസിനോജൻ, ക്യാൻസർ കോസിങ് ടു ദ ഹ്യൂമൻ ബീങ്സ് എന്നാണ്. അങ്ങനെ ഒരു സാധനത്തിന് എന്തുകൊണ്ടാണ് എൻഡോസ് ചെയ്യുന്നത്? അപ്പോൾ ഇതിലൊരു രസം എന്താ അറിയോ, ഗ്രൂപ്പ് 2B പോസിബിൾ കാർസിനോജൻ, ആൾക്കാർക്ക് ഭയങ്കര പേടി. ഗ്രൂപ്പ് 1 ഡെഫിനിറ്റ് കാർസിനോജൻ, ആൽക്കഹോൾ, ആർക്കും ഒരു പേടിയില്ല. ഇതാണ് അതിൻ്റെ ബ്യൂട്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു മിസ്ഇൻഫോർമേഷൻ എന്ന് പറയുന്നതേ, നമുക്ക് ഷുഗർ സ്വീറ്റൻഡ് ബിവറേജ്, അതിനകത്ത് ഫ്രൂട്ട് ജ്യൂസസ് വരാം, പിന്നെ ഇതുപോലെ ഈ സോഡ ഡ്രിങ്ക്സ് വരാം. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലെ കൊക്കക്കോള, മിറിൻഡ, വോട്ടെവർ, തംസപ്പ്, അതൊക്കെ അത് വരും വിത്ത് ഷുഗർ സ്വീറ്റൻഡ് ബിവറേജിനെ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ അതിൻ്റെ കൗണ്ടർ പാർട്സ് ഉണ്ടല്ലോ, ഡയറ്റ് കൗണ്ടർ പാർട്സ്, അത് ബേസിക്കലി ലോ കാലറി അല്ലെ 0 കാലറി സോഡാസാണ്. മെറ്റബോളിക്കലി മച്ച് ഹെൽത്തിയറാണ് ഇവർ. സോ മച്ച് ദാറ്റ് സ്റ്റഡീസ് ഉണ്ട്, നമ്മൾ ഷുഗർ സ്വീറ്റൻഡ് ബിവറേജസ് മാറ്റി എക്സ്ട്രാ ഇത് അതിൻ്റെ ഇടയ്ക്ക് ഏറ്റുവാണെങ്കിൽ, ഈ ഡയറ്റ് കോക്കുമാരെയുള്ള ഡയറ്റ് സോഡാസ് ഏറ്റുവാണെങ്കിൽ പേഷ്യൻസിന് വെയിറ്റ് ലോസ്, ഡയബറ്റീസ് കൺട്രോള്, ബെറ്റർ മെറ്റബോളിക് ഹെൽത്ത്, ഇൻഫ്ലമേറ്ററി പാരാമീറ്റേഴ്സ് ഒക്കെ കുറയുന്നതിൻ്റെ പഠനങ്ങൾ വരെയുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. ബിക്കോസ് നമ്മൾ ഒരു ക്യാൻ ഓഫ് നമ്മളിത് എന്തായിട്ടാണ് കമ്പയർ ചെയ്യുന്നുള്ളതാണ്. നമ്മളൊരിക്കലും ഡയറ്റ് കോക്ക് വാട്ടറായിട്ട് കമ്പയർ ചെയ്യത്തില്ല. വാട്ടർ ഇസ് ഹെൽത്തിയർ, നോ ഡൗട്ട്. പക്ഷേ നമ്മൾ ഡയറ്റ് കോക്ക് കമ്പയർ ചെയ്യുന്നത് എന്തായിട്ടാണ്? ഒറിജിനൽ കോക്കായിട്ടാണ്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഡയറ്റ് കോക്ക് ഇസ് 100 ടൈംസ് ഹെൽത്തിയർ. അപ്പം കോക്കക്കോള അല്ലെ ഇടയ്ക്കൊക്കെ ഈ ഷുഗർ സ്വീറ്റൻ ബിവറേജ് കഴിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ ഡയറ്റ് വേർഷൻസ് കഴിക്കുവാണെങ്കിൽ അതൊരു ഹെൽത്തിയർ ഓപ്ഷനാണ്, അല്ലാതെ അതൊരു വേഴ്സ് ഓപ്ഷൻ അല്ല. ഇനിയിപ്പോൾ ഈ ക്യാൻസറിൻ്റെ പ്രശ്നം പറയുന്നത്, ഈ ഡയറ്റ് കോക്കിനകത്തൊക്കെ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെയുള്ള നോൺ ഷുഗർ സ്വീറ്റ്നേഴ്സാണ്. അപ്പോൾ അതിനകത്ത് ആസ്പർട്ടൈം, നമ്മുടെ സൂക്രലോസ്, ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയേക്കുന്ന എറിത്രിറ്റോൾ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളാണ് അവരിടുന്നത് ഈ സ്വീറ്റ്നെസ്സിന് വേണ്ടി. ഇതിൻ്റെ പൊക്കത്ത് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്, ഇത് ക്യാൻസർ ഉണ്ടാക്കുമെന്നുള്ള പഠനങ്ങളുണ്ട്. അതിൻ്റെ ബേസിസിലാണ് പോസിബിൾ കാർസിനോജൻ എന്ന് പറയുന്നത്. പക്ഷെ അതൊന്നും മനുഷ്യരിലല്ല, ഒക്കെ എലികളിലാണ്. അപ്പം നിങ്ങളൊരു എലിയാണ്, നിങ്ങൾക്ക് ഡയറ്റ് കോക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുടിക്കണ്ട. നിങ്ങളൊരു മനുഷ്യനാണ്, ഡയറ്റ് കോക്ക് കുടിക്കണമെങ്കിൽ കുടിച്ചോ. ബിക്കോസ് ഈ എലിയിൽ ക്യാൻസറിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് ഇവർ പറയുന്നത് നമ്മളൊക്കെ ഡയറ്റ് കോക്ക് കുടിക്കുന്നതിൻ്റെ അതിനകത്തുള്ള ആസ്പർട്ടൈമിൻ്റെ ഒക്കെ 10,000 ടൈംസ് മോർ ഡോസ് എലി കൊടുത്തിട്ടാണ് ക്യാൻസറിൻ്റെ ചേഞ്ചസ് അതിനകത്ത് കണ്ടേക്കുന്നത്. അതായത് ഒരു ദിവസം നമ്മൾ 14 തൊട്ട് 16 കുപ്പി ഡയറ്റ് കോക്ക് കുടിക്കണം. ആരെങ്കിലും കുടിക്കുമോ? അപ്പോൾ ഇതൊക്കെ ശരിക്കും പ്രാക്ടിക്കലി ആൻഡ് ലോജിക്കലി കറക്റ്റ് അല്ല, ഇങ്ങനത്തെ ഈ എന്താ പറയുക ഇങ്ങനത്തെ മിസ്ഇൻഫോർമേഷനെ. അപ്പം ഒരാൾക്ക് ഷുഗർ സ്വീറ്റൻ ബിവറേജസിൽ നിന്ന് മാറി
ഹെൽത്തിയർ ഓപ്ഷൻ വേണമെങ്കിൽ പ്ലീസ് ഗോ ഫോർ ഡയറ്റ് കോക്ക്, ഡയറ്റ് പെപ്സി, ഹെൽത്തിയർ എനി ഡേ. ഡോക്ടർ മെഡിക്കൽ സയൻറ്റിസ്റ്റ് എന്നുള്ള ആ പെർസ്പെക്റ്റീവിലൂടെ ഒന്നുകൂടെ ഒന്ന് കടന്നു പോകാം. അപ്പം താങ്കൾ നയിക്കുന്ന ഒരു സംഘടനയാണ് മിഷൻ ഫോർ എത്തിക്സ് ആൻഡ് സയൻസ് ഇൻ ഹെൽത്ത് അല്ലേ എന്ന സംഘടന. അപ്പോൾ അത് ഒരുപാട് ക്ലിനിക്കൽ ട്രയൽസ് സ്റ്റഡീസ് ഒരുപാട് നടത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു സ്റ്റഡിയാണ് ഈ ജനറിക് മെഡിസിനിൽ നടത്തിയിട്ടുള്ള സ്റ്റഡി. അപ്പം അത് നിങ്ങളൊരു എനിക്ക് തോന്നുന്നു 10-32 തെറാപ്യൂട്ടിക് ഡിവിഷനിലൊരു 131 മെഡിസിൻസ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു എഫക്ട്സ് ആണ് ഇപ്പം സ്റ്റഡി ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് ജനറിക് വേഴ്സസ് ദ ബ്രാൻഡഡ് കമ്പാരിസൺ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫൈൻഡിങ് എന്ന് പറയുന്നത് ജനറിക് മെഡിസിൻ എന്ന് പറയുന്നത് ബ്രാൻഡഡ് വെർഷൻസിനെ പോലെ തന്നെ എഫക്റ്റീവാണ്. അതായത് 1 രൂപയുടെ ജനറിക് മെഡിസിൻ 10 രൂപയുടെ ബ്രാൻഡഡ് മെഡിസിനെ പോലെ തന്നെ എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ ഇപ്പം ചില സ്പെഷ്യലിസ്റ്റ് ജനറൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് ചോദിക്കുമ്പം അവരുടെ രോഗികളിൽ നിന്ന് കിട്ടുന്ന പരാതി എന്ന് പറയുന്നത് ബ്രാൻഡഡ് ഓൾട്ടർനേറ്റീവ്സിൻ്റെ അത്ര ഫലസിദ്ധി ജനറിക് മെഡിസിൻ ഇല്ല എന്നാണ്. മേ ബി ബിക്കോസ് അതിൽ ഒറിജിനൽ കണ്ടൻറ്റിന് പുറമെ ഈ ബൈൻഡേഴ്സ് അതിൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ടായിരിക്കാം, ക്വാളിറ്റി ഓഫ് മേക്കിംഗ് ആയിരിക്കാം എന്നൊക്കെ അവർ പറയുന്നു. ഇതിൽ വാസ്തവമുണ്ടോ? അപ്പം ഈ പഠനം ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചത് തന്നെ ഇങ്ങനെ പല പല കഥകൾ ചുറ്റി നടക്കുന്ന കാരണമാണ്. എന്നുവെച്ചാൽ ഇതെല്ലാം എന്താ പറയുന്നത്, ഒരു ആനക്ഡോട്ടൽ, അതായത് എവിഡൻസ് ഒന്നും ഇല്ലാതെ പലരും പറഞ്ഞു നടക്കുന്നു, റൂമേഴ്സാണ്. അപ്പോൾ റൂമേഴ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്തു. അപ്പം മിഷൻ ഫോർ എത്തിക്സ് ആൻഡ് സയൻസ് ഇൻ ഹെൽത്ത് കെയർ, മെഷ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ഞങ്ങളൊരു ഷാഡോ ഗ്രൂപ്പാണ്. ഞങ്ങൾ അധികം വലിയ പ്രൊമോഷൻ ഒന്നുമില്ല, പക്ഷേ ഓൺ ദ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പ്രോട്ടീൻ പ്രോജക്റ്റും ജനറിക്സ് പ്രോജക്റ്റും ഈ വരാൻ പോകുന്ന പ്രോബയോട്ടിക്സ് പ്രോജക്റ്റ് ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പബ്ലിക്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തത് ശരിക്കും ജനറിക്സ് അതിൻ്റെ ബ്രാൻഡഡ് ഈ പറയുന്ന പോലെ ഏകദേശം ഒരു 131 ഡ്രഗ്സ് ഓവറോൾ എടുത്തു. അതിനകത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജനൌഷധിയുടെ മരുന്നുകൾ, നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ലെവലിൽ നമ്മൾ ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ കൊടുക്കുന്ന മരുന്നുകൾ, അതുകൂടാതെ ബ്രാൻഡഡ് ജനറിക്സ് ഉണ്ട്, അതായത് ഈ വലിയ കമ്പനിക്കാരുടെ തന്നെ ജനറിക്സ് ഉണ്ട് അത്, പിന്നെ ലോക്കൽ ജനറിക്സ് ഉണ്ട്, അതായത് ഈ ബ്രാൻഡ് അല്ലാതെ വേറെ ലോക്കൽ കമ്പനീസ് ഉണ്ടാക്കുന്ന ജനറിക്സ്, ഈ ഗവൺമെൻറ്റിൻ്റെ ഇതിനകത്ത് വരാത്തത്, അതും പ്രോപ്പർ ബ്രാൻഡ്സും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്തു. അതായത് താരതമ്യം എന്ന് ഉദ്ദേശിക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഇക്വലൻസ് എന്ന് പറയും. അതായത് ഇവർ ഈ പറയുന്ന എമൗണ്ട് ഓഫ് ഡ്രഗ് അതിനകത്തുണ്ടോ, ആ ഡ്രഗ് തന്നെയാണോ, അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടോ, അതിനകത്ത് വേറെ എന്തെങ്കിലും അഡിക്റ്റീവ്സ് ഉണ്ടോ, കണ്ടാമിനേഷൻ ഉണ്ടോ, ഇതെല്ലാം നമ്മൾ നോക്കി. ജനറിക്സും ബ്രാൻഡഡും ഒരേപോലെ, ഇവർ പറയുന്ന സെയിം ക്വാളിറ്റിയാണ്. ആക്ച്വലി ഫാർമസ്യൂട്ടിക്കൽ ഇക്വലൻസ് ജനറിക്സും ബ്രാൻഡഡും തമ്മിലുള്ള സെയിം ക്വാളിറ്റി. ചിലവോ ഇപ്പം എൻ്റെ ഒരു പേഷ്യൻ്റ്, എൻ്റെ പല പേഷ്യൻസ് ഞാൻ കൊടുക്കുന്ന ഒരു മരുന്നാണ് റിഫാക്സമിൻ എന്ന് പറയും. ഒരു നോൺ അബ്സോർബിൾ ആൻറ്റിബയോട്ടിക്കാണ്, അത് ദേഹത്ത് പിടിക്കാത്തൊരു ആൻറ്റിബയോട്ടിക്കാണ്. ഈ അമോണിയ ഉണ്ടാക്കുന്ന അണുക്കളെ കൊന്നിട്ട് പുറത്തിറങ്ങി പോകുന്നൊരു ആൻറ്റിബയോട്ടിക്കാണത്. അപ്പം അബ്സോർപ്ഷൻ ഇല്ല. ഭയങ്കര വിലയാണ് റിഫാക്സമിന്. 550 മില്ലിഗ്രാം 2 നേരം, അല്ല 400 മില്ലിഗ്രാം 3 നേരം കൊടുക്കുന്നതാണ്. അപ്പം ഒരു മാസത്തിൽ ഏകദേശം ഒരു 25,000 റുപ്പീസ് ആവുമെന്ന് വെച്ചോ ഒരു ഗുഡ് ബ്രാൻഡിൻ്റെ. അതിൻ്റെ ജനറിക്സ് ജനോഴ്സിൽ നിന്ന് മേടിച്ചാൽ അവർക്ക് വെറും 2000 ആവത്തുള്ളൂ. ആ ഡിഫറൻസ് കണ്ടോ? ഹ്യൂജ് ഡിഫറൻസ്, ഹ്യൂജ് സേവിങ്സ് ആണ്. ഇപ്പം പല ഡോക്ടർമാരും പറയുന്നു അവരുടെ പേഷ്യൻസിൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ, പക്ഷെ ഞാനിവിടെ പറയുന്നു ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി ഈക്വലാണ്. അപ്പോൾ ഇവിടെ ഡാറ്റയാണ്, അവിടെ ബിലീഫാണ്. അപ്പോൾ ബിലീഫിനെ തുരുത്താൻ ഒറ്റ സാധനത്തിൻ്റെ പറ്റത്തുള്ളൂ, ഡാറ്റ. അപ്പോൾ അതാണ് നമ്മൾ ഈ ഡാറ്റ വെച്ചിട്ട് കളിക്കുന്നത്. അപ്പം അവരുടെ പേഷ്യൻസിൽ ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറയാനുള്ളതിൻ്റെ എവിഡൻസ് അവിടെ പേഷ്യൻസിൻ്റെ മൊഴി മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഈ കോടതിയിലും അവിടെയൊക്കെ പോയി ഓരോ മൊഴി കൊടുക്കുന്ന കാര്യം, ദർ ഈസ് നോ ആക്ച്വൽ എവിഡൻസ് ബിഹൈൻഡ് ഇറ്റ്. അതുകൊണ്ട് നമ്മൾ പറയേണ്ടത്, ഇപ്പോൾ ഈ ജനറിക്സ് എന്ന് പറയുന്നത് ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും വലിയ ജനറിക്സ് ഉണ്ടാക്കുന്ന ഒരു കൺട്രി. ഈ ജനറിക്സ് ആണ് US-ലും യൂറോപ്പിലും ആഫ്രിക്കൻ കൺട്രീസൊക്കെ പോകുന്നത്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് ജനറിക്സും നല്ലതാണ്. അപ്പോൾ ഈ ബ്രാൻഡഡ് മാത്രം മേടിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എസെൻഷ്യൽ മെഡിസിൻസ്, ഇപ്പോൾ BP-ക്കും ഈ ഹൈ ബ്ലഡ് പ്രഷറിനും ഡയബറ്റീസിനും തൈറോയ്ഡ് ഡിസീസിനൊക്കെ കൊളസ്ട്രോളിനൊക്കെ യൂസ് ചെയ്യുന്ന മരുന്നുകൾ ലോങ് ടേം ക്രോണിക്കലി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ജനറിക്സിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അത് പ്രോപ്പർ റെഗുലേറ്റഡ് സ്റ്റോഴ്സിൽ നിന്നായിരിക്കണം. അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ സാധനം കണ്ടുപിടിച്ചതേ, ജനൌഷധി പക്ക, അതിനകത്തുള്ള ചിലവും കുറവാണ്, നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ദവാ ഇന്ത്യ എന്ന് പറഞ്ഞതും നല്ലതായിരുന്നു, ചിലവ് കുറവാണ്, ഏറ്റവും ചീപ്പസ്റ്റ് ജനൌഷധിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരാളെ ഞങ്ങൾ നോക്കിയായിരുന്നു, ജനറിക്സ് ആധാർ എന്ന് പറഞ്ഞൊരു സംഭവം. അത് എനിക്ക് തോന്നുന്നത് ഈ ടാറ്റയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നൊരു സംഭവമാണ്, നോർത്തിൽ നിന്നുള്ള ഒരു കമ്പനിക്കാരൻ്റെയാണ്. ജനറിക്സ് ആധാറിൽ ഞങ്ങൾ നോക്കിയപ്പം ക്വാളിറ്റി നല്ലതാണ്, പക്ഷേ ബ്രാൻഡിൻ്റെ അത്രയും എക്സ്പെൻസീവ് ആണത്. എൻ്റെ പേര് ജനറിക്സ് ആധാർ എന്നാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഓർക്കും എന്തോ ഭയങ്കര ജനറിക് ഭയങ്കര ചീപ്പാണ്, പക്ഷേ അവർ കൊടുക്കുന്ന മുഴുവൻ ബ്രാൻഡഡ് സാധനമായിരുന്നു അവിടെ, ജനറിക്സ് ആയിട്ട് റീബ്രാൻഡ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തൊന്നും മേടിക്കരുത്. ഈ പ്രോപ്പർ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് സെറ്റപ്പിൽ നിന്ന് മേടിച്ചാൽ ഇറ്റ് ഈസ് ഫൈൻ. ആളുകൾക്ക് സംശയം ഉണ്ടാവും, ഇപ്പം
ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി കൂടെ, ജനറിക് മരുന്നും ബ്രാൻഡഡ് മരുന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രൊമോഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആണ്. അതായത് പാരസ്റ്റമോൾ ഈസ് അസിറ്റാമിനോഫൻ. ഞാൻ വേറൊന്നും എഴുതുന്നില്ല. അസിറ്റാമിനോഫൻ 500 മില്ലിഗ്രാം ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്നു. മറുവശത്ത് അസിറ്റാമിനോഫന് പകരം ഞാൻ എഴുതുന്നു ഡോളോ 650, ബ്രാൻഡ് അടിച്ചു. പക്ഷേ ഈ രണ്ടും ഉണ്ടാക്കുന്നത് സെയിം കമ്പനിയാണ്. ഞാനൊരു ഉദാഹരണം പറയാം, സിപ്പിളയുടെ ഒരു ഉദാഹരണം പറയണം. ഇവിടെ ജസ്റ്റ് അസിറ്റാമിനോഫൻ വിച്ച് ഇസ് പാരസ്റ്റമോൾ 500 മില്ലിഗ്രാംസ്. ഇവിടെ ഒരു ബ്രാൻഡഡ് വെർഷൻ ഡോളോയോ എന്താണെന്ന് വെച്ചാൽ ഒരു വെർഷൻ. ഈ വെർഷൻ ഇപ്പോൾ പാരസ്റ്റമോൾ എല്ലായിടത്തും ഉണ്ടല്ലോ, കുറേ കമ്പനികൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ക്രോസിനൊക്കെ പാരസ്റ്റമോളാണ്, പൈറേജൻസിക്ക് പാരസ്റ്റമോളാണ്. അപ്പം ഈ ഒരു പാരസ്റ്റമോളിനെ വേണം നമുക്കിനി ആൾക്കാരെ കൊണ്ട് എഴുതിക്കാൻ, അല്ലേ? ഈ പാരസ്റ്റമോൾ ബ്രാൻഡ് വേണം നമ്മുടെ നാട്ടിൽ. ഒരു എന്താ പറയുന്നത്, ഡോക്ടർമാർ പനിയെന്ന് ആലോചിക്കുമ്പോൾ ഡോളോ എന്ന് തലേ വരണം. അതിന് ഇവർക്ക് പൈസ മുടക്കുണ്ട്. അതായത് മാർക്കറ്റിംഗ്, പ്രൊമോഷൻ, അഡ്വർടൈസ്മെൻറ്റ്സ് എല്ലാം വരും. അവിടെയാണ് ഇതിന് പ്രൈസ് കൂടുന്നത്. ഈ ജനറിക്കിന് ഇപ്പോൾ ജനൌഷധി ഇരിക്കുന്ന മരുന്നോ ഗവൺമെൻറ്റിൻ്റെ ഫാർമസി ഇരിക്കുന്ന മരുന്ന് ആരെ പ്രൊമോഷനും അഡ്വർടൈസ്മെൻറ്റ്സും പോസ്റ്റ് അടിക്കുന്നത് ആരും അടിക്കുന്നില്ലല്ലോ. അപ്പോൾ അത്രയും കോസ്റ്റ് അവിടെ കുറയാണ്. അപ്പോൾ അവർക്ക് ജസ്റ്റ് മാനുഫാക്ചറിങ്ങിൻ്റെ കോസ്റ്റ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഇതിലുള്ള ഒറിജിനൽ മെഡിസിൻ കണ്ടന്റ് എന്ന് പറയുന്ന ആ സാധനം ഇപ്പം ഇവർ പറയുന്നത് ഇതിൻ്റെ ബെറ്റർ ബൈൻഡിങ് ഏജൻസ് ആയിരിക്കാം, ബെറ്റർ മറ്റേ ദഹിക്കാനുള്ള കോട്ടിങ്ങിൻ്റെ പൈസ ആയിരിക്കാം. ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് സെയിമാണ്. യെസ്, ഇതെല്ലാം ചെക്ക് ചെയ്ത് നമ്മൾ സെയിമാണ്. ഈ മാർക്കറ്റിംഗ് പ്രൊമോഷൻ ഇപ്പം പാരസ്റ്റമോൾ ആരാ പറയുന്നത്? ഡോളോ എന്നല്ലേ പറഞ്ഞത്? ശരിക്കും പറഞ്ഞാൽ അത് ഹിന്ദി ആട്ടോ, ദോലോ. പണ്ടേ പറയല്ലോ പനി വരുമ്പോഴത്തേക്ക് ദോലോ എന്ന് പറയത്തില്ല, അതാണ് ഈ ഡോളോ. ഇവിടെ നമ്മൾ ഡോളോ എന്നാണ് പറയുന്നത്, ശരിക്കും ദോലോ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു മാർക്കപ്പ് എന്തായിരിക്കും പെർസെൻറ്റേജ്? ഹ്യൂജ്. ചിലതൊക്കെ 200% ഒക്കെ കൂടുതലാണ് അവർ വിൽക്കുന്നത്. അതായത് 43 രൂപയ്ക്കുള്ള പെർ ടാബ്ലറ്റ് 43 രൂപയ്ക്കുള്ള ഗുളിക. ഏത് ഗുളികയെന്ന് പറയുന്നത് ജസ്റ്റ് എക്സാമ്പിൾ പറയാണ്. ജനൌഷധി മേടിച്ചപ്പോഴത്തേക്ക് ആ ഗുളികയ്ക്ക് 8 രൂപയായിരുന്നു. കാൽഷ്യം സപ്ലിമെൻറ്റ്സ് നമ്മൾ കൊടുക്കുന്നില്ലേ, വിറ്റമിൻ ഡി കാൽഷ്യം സപ്ലിമെൻറ്റ്സ്, ഈ ഷെൽഡി എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ മാത്രം മാർക്കപ്പ് നോക്കിയാൽ മതി. അത് ഈ ഒരു കമ്പനിക്കാർ വിൽക്കുന്നതും ഈ ജനൌഷധിയിൽ അവൈലബിൾ ആയിട്ടുള്ളതും മാസീവ് ഡിഫറൻസ് ആണ്. 200 to 300% ഡിഫറൻസ് ആണ്. ലിവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും ജനറൽ വെൽനെസ്സുമായിട്ട് ബന്ധപ്പെട്ടും ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇനിയും സംസാരത്തിന് സ്കോപ്പ് ഉള്ളത് കുറേയും കൂടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഏതെങ്കിലും ഒരു സോൺ പിടിച്ച് നമുക്ക് ഇനിയും സംസാരിക്കാനുള്ള സാധ്യതകൾ നിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ തൽക്കാലത്തേക്ക് സംസാരിച്ച് പിരിയുന്നത്. ഇത്രയും നേരം സംസാരിച്ച് വളരെയധികം നന്ദി. താങ്ക് യു.